അൽത്താഫ്, വെൽക്കം ടു വൈ ദ ഹെൽ നോട്ട്. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എന്താണ് ചെയ്യുന്നത്, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. Okay. Yes, thank you for having me here. I am delighted to be a part of this podcast. താങ്ക് യു. Okay. എവിടെ വർക്ക് ചെയ്യുന്നത്, എന്താ ചെയ്യുന്നത്? ഞാൻ എമർജൻസി മെഡിസിൻ ഫിസിഷ്യനാണ്. വർക്കിംഗ് ഇൻ ഷിഹാബ് തങ്ങൾ ഹോസ്പിറ്റൽ, തിരൂർ. റീസെൻ്റ്ലി ജോയിൻ ചെയ്തതാണ് അവിടെ. സോ ഇറ്റ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ്, ദ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. ഷിഹാബ് തങ്ങൾ ഹോസ്പിറ്റൽ ഒരു ടേഴ്സറി സെറ്റപ്പ് ഹോസ്പിറ്റലാണ്. ഇറ്റ്സ് ഇൻ തിരൂർ. It's a multi-specialty hospital, even facilitated with helipad. So yes. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. Yes, അതാരും കേട്ടിട്ടില്ല ബിക്കോസ് ഇത് സ്റ്റാർട്ടഡ് ഇൻ ദ കോവിഡ് ടൈംസ്. 2.5 വർഷമായിട്ടുള്ളൂ. സോ മെല്ലെ സ്റ്റെപ്പ് ലാഡർ ലൈക്ക് ഡെവലപ്മെൻ്റ് ആണ് ദിസ് ഹോസ്പിറ്റൽ ഇസ് ഡൂയിങ്, ആൻഡ് ഇസ് ഡൂയിങ് അമേസിങ്. ഫോർ ദ 2.5 years it has done its progress, and yes, we are ready to charge in the next 1 year. So heading the emergency department. നീ ഇപ്പൊ ശരിക്കും പഠനം കഴിഞ്ഞിട്ട് നിൽക്കുകയാണോ? പഠനം കഴിഞ്ഞില്ല എന്ന് പറയാം. ദിസ് ഇസ് എ നെവർ എൻഡിങ് പ്രൊഫഷൻ, ഈ ഡോക്ടർ എന്ന് പറഞ്ഞാൽ. സോ ഐ ഹാവ് ടു ഡു ഫെലോഷിപ്പ്. ഇപ്പം MRCom പാർട്ട് A-B അത് ക്ലിയർ ചെയ്തിട്ടിരിക്കുന്നു. പിന്നെ അടുത്തത് ക്ലിനിക്കൽ എക്സാമിനേഷനാണ്, അത് OSCE. അത് കഴിഞ്ഞാൽ പിന്നെ ഹോപ്പ്ഫുള്ളി ടു UK. അവിടെ 4 years ഫെലോഷിപ്പ് ആയിരിക്കും. അവിടെ ST4 കയറും, ഒരു ST3. അതാണ് പ്ലാൻ. പോയിട്ട് പിന്നെ തിരിച്ചു വരണം നാട്ടിലോട്ട്. പിന്നെ നമ്മളെ ട്രൈബിന് കൊടുക്കണം എന്നാണ്. കാരണം നമ്മൾ പുറത്ത് പോവുക, നമ്മൾ എക്സ്പീരിയൻസ് നമ്മളെല്ലാം പഠിക്കുക, തിരിച്ചു വന്നതിൻ്റെ ട്രൈബിൽ അത് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഐഡിയൽ ഇന്ത്യൻ ഡോക്ടറിൻ്റെ ജേർണിയും അങ്ങനെ തന്നെ ആയിരിക്കണം. ആക്ച്വലി ഹി ഷുഡ് ബി ഡൂയിങ് UG ആൻഡ് PG ഫ്രം ഇന്ത്യ ഇറ്റ് സെൽഫ്. വൈ? ബിക്കോസ് ഏറ്റവും കൂടുതലും പേഷ്യൻ്റ് എക്സ്പോഷർ നമ്മൾ ഈ നാട്ടിലുണ്ട്. ബിക്കോസ് വി ഹാവ് എ ഹ്യൂജ് പോപ്പുലേഷൻ, വെറൈറ്റി ഓഫ് കേസസ് കാണാം, എക്സ്പോഷർ കിട്ടും. എന്നിട്ട് വിത്ത് ദിസ് നോളജ് യു ഗോ ആൻഡ് ഇംപ്ലിമെൻറ്റ് ഇൻ ഫസ്റ്റ് വേൾഡ് കൺട്രീസ് വെർ ദേ ഹാവ് ദ ബെസ്റ്റ് ടെക്നോളജീസ് ആൻഡ് ദ ഹോസ്പിറ്റൽ സെറ്റപ്സ്. ശരിക്കും അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ശരിക്കും ടെക്നോളജിയിലൊക്കെ ഭയങ്കര ഒരു കുറവ് മാതിരി തോന്നൂലേ? കുറവ് മാതിരി തോന്നും. വി ഹാവ് ടു ഇംപ്ലിമെൻറ്റ് ദാറ്റ് ഓവർ ഹിയർ. That should be the plan. അതുകൊണ്ടാണ് ഇവിടെയും PG ചെയ്യണം എന്ന് പറയുന്നത് അല്ലേ? യെസ്, ഇവിടെ ഐഡിയലി ഇവിടെ PG ചെയ്യണം പറഞ്ഞാൽ PG is what gives the most importance to a doctor rather than UG. UG എവിടെ ചെയ്തെന്നല്ല ചോദിക്കുക, PG എവിടെ ചെയ്തെന്നാണ് ചോദിക്കുക. സോ PG ചെയ്യുന്ന ഏത് ഡിപ്പാർട്ട്മെൻറ്റ് or which subject you are specializing in, whatever it is, you need to have good load of patients. പേഷ്യൻസ് കണ്ടാലാണ് your exposure will increase. ഒരു കേസ് കണ്ടാലാണ് ഭാവിയിൽ വന്നല്ലോ, you will know what it is rather than reading from the book and then seeing the case. So അത് ഇന്ത്യയിൽ it's there a lot. So ഇവിടെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പുറത്ത് ഒന്നെങ്കിൽ ഫെലോഷിപ്പിന് പോവാ, or else you go work there. But still നമ്മുടെ country won't benefit if you go and be there for long. You need to come back. തിരിച്ചു വന്നിട്ട് ഇവിടെ തന്നെ ഇവിടെ അത്രയും പേഷ്യൻസ് ഉണ്ടല്ലോ അല്ലേ? പേഷ്യൻസ് ഉണ്ട്. ഒരു ഡോക്ടർ വേഴ്സസ് പേഷ്യൻസ്, അതായത് ആ റേഷ്യോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അത് എടുത്തു കഴിഞ്ഞാൽ 1:836-39 ആ റേഷ്യോയിലാണ് ഇപ്പോൾ കിടക്കുന്നത് ഇന്ത്യ. WHO കണക്ക് പ്രകാരം ഇറ്റ് ഇസ് ഓക്കെ. ദേ സേസ് 1 doctor for 1,000 people എന്ന റേഷ്യോയിൽ ഇത് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ. അതായിരുന്നു അവരെ കട്ട് ഓഫ്. പക്ഷേ ഇന്ത്യയിൽ ഇന്നാലും ആകെ ഒരു 4 to 5 സ്റ്റേറ്റ്സിലുള്ളൂ വേർ അറൗണ്ട് ഡോക്ടർ ടു റേഷ്യോസ് ഇൻ എ ഗുഡ് എമൗണ്ട്. പറഞ്ഞാൽ വിച്ച് വിൽ ബി കേരള, കർണാടക, തമിഴ്നാടു, ഗോവ ആൻഡ് പഞ്ചാബ്. ഇവിടെയൊക്കെ 1:400-500 റേഞ്ചിങ് ബിറ്റ്വീൻ ദാറ്റ്. മറ്റേ സ്റ്റേറ്റിലൊക്കെ ഇനാഡിക്വേറ്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ഉള്ളത്. ദ ഹയസ്റ്റ് ബീങ് ബീഹാർ, സെക്കൻഡ് ബീങ് ഛത്തീസ്ഗഡ്. അങ്ങനെയാണ്. ഛത്തീസ്ഗഡ് അല്ലേ, ജാർഖണ്ഡ്, ഐം സോറി. അപ്പോൾ ആവറേജ് എടുക്കുമ്പോൾ ഇവിടുത്തെ ഇതൊക്കെ കൂടിയിട്ടാണ് ആ 836 എന്നുള്ള ആ സംഖ്യ. യെസ്, ആവറേജ് എടുത്തിട്ടാണ്. അത് ആക്ച്വലി കുറഞ്ഞിട്ടുണ്ട്. അത് ആദ്യം 1000 സംതിങ് ആയിരുന്നു, ലൈക്ക് 3 years ബാക്ക് വെൻ ഐ സ്റ്റാർട്ടഡ് റെസിഡൻസി. അന്ന് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നോക്കിയിരുന്നു. ഇപ്പോൾ റേഷ്യോ ആക്ച്വലി കുറഞ്ഞു വരുന്നുണ്ട്. ലോട്ട് ഓഫ് സൗത്ത് ഇന്ത്യ ഇസ് പ്രൊഡ്യൂസിങ് ലോട്ട് ഓഫ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്, ആക്ച്വലി ഗുഡ് എമൗണ്ട് ഓഫ് ഡോക്ടേഴ്സ് ടു ദ വേൾഡ്. അതെ, വേൾഡിന് തന്നെ വേണ്ടിയിട്ട് കുറേ പേര് പോകുന്നുണ്ട്. ഇന്ത്യയൊക്കെ ബാച്ചിൽ സയൻസൊക്കെ പഠിച്ച കുട്ടികളിൽ കുറേ ആൾക്കാർ അന്ന് മെഡിസിൻ, എൻജിനീയറിങ് അത് മാത്രമല്ലോ ആണ്. അന്ന് എത്ര ഡോക്ടർമാർ, ലൈക്ക് ലോഡ് കണക്കിന് ഡോക്ടർമാർ ഇറങ്ങിയിട്ടുണ്ട്. യെസ്. സോ ഇവരെല്ലാവരും വാട്ട് ദേ ട്രൈങ് ടു ഡു ഇസ് ബേസിക്കലി ഒരു 70% ഇസ് ലുക്കിംഗ് ഫോർ എ ഗുഡ് ക്യാപിറ്റൽ ഇൻ ഫ്യൂച്ചർ.
സോ അതിന് നോക്കുമ്പോൾ മിഡിൽ ഈസ്റ്റ് ഇസ് എ ഗുഡ് പ്ലേസ്. ഇന്ത്യൻസ് കൂടുതൽ പോകുന്ന മെയിൻ കൺട്രീസ് ഐ മീൻ ഫോർ ബെറ്റർ എഡ്യൂക്കേഷൻ ഈസ് US, UK, കാനഡ, ജർമ്മനി, ഓസ്ട്രേലിയ. മെഡിസിൻ ലൈക്ക് ഫോർ PG. ഞാൻ ഇപ്പോൾ പറഞ്ഞ് എൻ്റേത് MRCM, എമർജൻസി മെഡിസിൻ. ഇറ്റ്സ് എ UK ബേസ്ഡ്. ലണ്ടനാണ് യൂണിവേഴ്സിറ്റി വരുന്നത്. സോ സിമിലർലി ഫോർ US, കാനഡ, ഓസ്ട്രേലിയ ആൻഡ് ജർമ്മനി, ഇവിടെയൊക്കെയാണ് ഡോക്ടേഴ്സ് ആർ ഗെറ്റിംഗ് പെയ്ഡ് ആസ് വെൽ ആസ് ദേ ക്യാൻ ഡു പോസ്റ്റ് ഗ്രാജുവേഷൻ ഫ്രീ ഓഫ് കോസ്റ്റ്. സ്റ്റൈപ്പൻഡ് ഇങ്ങോട്ട് കിട്ടിയിട്ട്. ബട്ട് പ്രോസസ് ഓഫ് എൻട്രിങ് ഇൻ ടു ദാറ്റ് ഇസ് ലിറ്റിൽ ചാലഞ്ചിങ്. എല്ലാത്തിനും പല ഡിഫറെൻറ്റ് പാത്വേസ് ആണ്. ഇവിടെ പഠിക്കുന്ന പോലത്തെ അല്ല. സിലബസസ് ആർ ഡിഫറെൻറ്റ്, എക്സാംസ് ആർ ഡിഫറെൻറ്റ്. സീറ്റുകൾ കുറേ ഉണ്ടോ? സീറ്റുകൾ കുറേ ഉണ്ട്. ഇറ്റ്സ് മോർ കോമ്പറ്റേറ്റീവ്. ഈ ജസ്റ്റ് എക്സാം മാത്രം ക്ലിയർ ചെയ്താൽ പോരാ. യു നീഡ് ടു ഗിവ് തീസിസ്, പബ്ലിക്കേഷൻസ്, ഓഡിറ്റ്സ്, ഇതൊക്കെ എക്സ്ട്രാ ഉണ്ടാവണം, റിസർച്ച് പോലെ. സോ എന്നിട്ട് ദെൻ യു അപ്ലൈ. വൺസ് യു ക്ലിയർ ദ എക്സാം ദെൻ യു ഹാവ് ടു അപ്ലൈ ടു യൂണിവേഴ്സിറ്റീസ്. പല രാജ്യങ്ങളും പല ഡിഫറെൻറ്റ് വേസ് ആണ്. ബട്ട് ബേസിക്കലി ഇറ്റ്സ് ദ സെയിം. ചൈനയിൽ ഭയങ്കരമായിട്ട് ഡോക്ടേഴ്സ് പോകുന്നുണ്ടല്ലോ? ഉണ്ട്. ചൈനയിൽ പോകുന്നുണ്ട്. സോ ചൈനയിൽ നല്ല എക്സ്പോഷർ ഉണ്ട്. ദർ അപ്രോച്ച് ടുവേർഡ്സ് മെഡിസിൻ ഇസ് ബിറ്റ് ഡിഫറെൻറ്റ് ഫ്രം അവർ ഇന്ത്യൻ. വാട്ട് വി ഇന്ത്യൻസ് ആർ ഗുഡ് അറ്റ് ഇസ് ഡയഗ്നോസിസ്. ആൻഡ് ഇന്ത്യ ഇസ് വൺ ഓഫ് ദ ഫ്യൂ കൺട്രീസ് ഇൻ ദ വേൾഡ് വേർ ഇത്ര ഷോർട്ടസ്റ്റ് പീരീഡിൽ ഒരു ഡോക്ടർ ആവാൻ പറ്റുന്നത്. ബേസിക്കലി 5.5 yearsനുള്ളിൽ യു ക്യാൻ ബി എ ഡോക്ടർ. നോ അതർ കൺട്രീസ്. ഓക്കെ. ബാക്കിയുള്ള രാജ്യത്തൊക്കെ എത്ര വർഷം? ആവറേജ് ഇസ് 10 to 12. ഒരു ആവറേജ് ഏജ് ഓഫ് എ ഡോക്ടർ ബീങ് എ കൺസൾട്ടൻറ്റ് ഗെറ്റിംഗ് ഔട്ട് ഇൻ കാനഡ, US and all is 38 to 42. അപ്പം നമ്മളിത് ശരിക്കും എന്താണ് പെട്ടെന്ന് ആക്കുകയാണോ? അത് ഈ സ്ട്രെസ് എടുത്തിട്ട് ആവുകയാണോ? ആണോ? ഈ 10 വർഷം പഠിക്കേണ്ടത് നമ്മൾ 5 വർഷത്തേക്ക് തന്നെ. ഹൈലി കോമ്പറ്റേറ്റീവ് ആണ് ഈ നീറ്റ് എക്സാംസ്. വെരി ഫ്യൂ പീപ്പിൾ ഗെറ്റ് ഇൻ ടു ദ ഗവൺമെൻറ് സീറ്റ്സ്. ബാക്കിയുള്ള എല്ലാവരും ഹാഫ് മെറിറ്റ്, ഹാഫ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഒരു പുതിയ റൂൾ വന്നിട്ടുണ്ട്. ഇറ്റ്സ് ബീൻ അറൌണ്ട് 3 to 4 years. യു ജസ്റ്റ് ഹാവ് ടു ക്വാളിഫൈ. ക്വാളിഫൈ കഴിഞ്ഞാൽ ദെൻ ഇഫ് യു ഹാവ് ദ മണി ടു പേ ഫോർ ദ പ്രൈവറ്റ് കോളേജസ്, യെസ് യു ക്യാൻ. per year around 20 to 25 lakh, which is for 3 years. For PG, earlier it used to be 2 crores and all. People unde chale medical colleges where they do charge extra rate ഒരു NRI സീറ്റ് എന്ന് പേരിട്ടിട്ട്. സോ ഇന്ത്യയിൽ ഡോക്ടർമാരാവാൻ വിചാരിച്ചാലും ഇറ്റ്സ് വെരി ഹൈലി ചാലഞ്ചിങ്. യു നീഡ് ടു റൈറ്റ് എക്സാം. എത്ര കുട്ടികളെ പാസ് ചെയ്ത് പോകണല്ലേ കിട്ടണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല പൈസ വേണം. അതാണ് ഇതെല്ലാവരും ഒരിക്കൽ UG കഴിഞ്ഞ് പിന്നെ ഒരു പഠനം ഫോർ നീറ്റ്. അടുത്ത് PGക്ക് എങ്ങനെയാലും കയറും. കയറിയിട്ടില്ലെങ്കിൽ യു കാൺ റീച്ച് എനിവർ. പിന്നെ എന്നോട് ചോദിക്കണം, ഈ എമർജൻസി മെഡിസിനേ, ഞാൻ ആദ്യം വിചാരിച്ച എമർജൻസി മെഡിസിൻ ഞാൻ എന്ത് പൊട്ടനാണെന്നുള്ള ഞാൻ ആലോചിക്കുന്നത്. ഞാൻ എമർജൻസി മെഡിസിൻ എന്ന് പറഞ്ഞാൽ കാഷ്വാലിറ്റിയിലേക്ക് ഉള്ള ഡോക്ടർ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിൽക്കുന്നത്. സത്യത്തിൽ നീ പറയുമ്പോഴാണ് അയ്യോ എന്താണ് എമർജൻസി മെഡിസിൻ എന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ. എമർജൻസി മെഡിസിൻ ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ ഇതൊരു ബഡ്ഡിങ് ബ്രാഞ്ചാണ്. ഇൻ ദ റീസെൻറ്റ് ഇയേഴ്സ്, മേ ബി ഒരു ഡെക്കേഡ് ആവുന്നുള്ളൂ. 2010-11 ആ ടൈമിലാണ് ഇന്ത്യയിൽ ഇത് വരുന്നത്. ഇറ്റ്സ് സ്റ്റിൽ ഇൻ ദ ബഡ്ഡിങ് ഫേസ് ഇൻ ഇന്ത്യ. പക്ഷേ ഇത് ആദ്യം വന്നത് US ആൻഡ് ദെൻ ഇറ്റ് വെൻറ്റ് ഓൺ ടു UK ഇൻ ദ ഇയർ 1945-1950 ആ ടൈമിലാണ്. വൈ ദ എമർജൻസി മെഡിസിൻ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഇവരൊക്കെ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ the ideal consultant to see these patients or the department that should be involved in this is cardiology, neurology. Our doctors or that specialization won't be available all the time. So ഒരു golden hour ഉണ്ട്, 1 hour, the initial 1 hour. അത് പേഷ്യൻറ്റിന് സേവ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഇനീഷ്യൽ 1 hour. ഒരു 1 hour ഗോൾഡൻ അവർ ഉണ്ട്. യെസ്, 1 to 2 hours. It can vary for each cases, each pathologies. സോ ഇത് ബ്രിഡ്ജ് ചെയ്യാനാണ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വന്നത്. സോ ഇത് തുടക്കത്തിൽ വന്ന ടൈമിൽ ആൾക്കാർ ആരും അറിഞ്ഞിട്ടില്ല. സെയിം നിങ്ങൾ ചോദിച്ച പോലെ എന്താണ് എമർജൻസി. സോ ആ ടൈമിൽ US വെബ് സീരീസും സീരിയൽസൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറക്കിയിരുന്നു ടു പ്രൊമോട്ട് എമർജൻസി മെഡിസിൻ. ദെൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് എമർജൻസി മെഡിസിൻ പീപ്പിൾ റിയലൈസ്ഡ്. ലേറ്റർ ഓൺ സ്റ്റാർട്ടഡ് ബീങ് ഡെവലപ്പ് ദർ. അവിടെ ഇപ്പം വെൽ ഫ്ലറിഷ്ഡ് ആണ്. ദസ് പ്രോട്ടോകോൾസ് ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഒരാൾ എങ്ങനെ ഏത് രീതിയിൽ പരിക്ക് പറ്റിയാലും, അറ്റാക്ക് ആയാലും സ്ട്രോക്ക് ആയാലും പ്രഗ്നൻസി റിലേറ്റഡ് എനി ആക്സിഡൻറ്റ്സ്, ദ പ്രോട്ടോകോൾ ടു ബി ഫോളോഡ്. സോ ദ ഫൗണ്ടേഷൻ ഇസ് വെരി സ്ട്രോങ്. ഇന്ത്യയിൽ ഇപ്പോഴാണ് ഇത് വന്നിരിക്കുന്നത്. സോ ഐ തിങ്ക് അനദർ 5 years ഇറ്റ് വിൽ ടേക്ക് ടു ഗെറ്റ് ഫുള്ളി എസ്റ്റാബ്ലിഷ്ഡ്. എല്ലാ മെഡിക്കൽ കോളേജസിലും വന്നു തുടങ്ങിയിട്ടില്ല.
they still need emergency physician. So this is also one of the branches that is being sought out by the NEET aspirants. പഠിച്ചിറങ്ങുന്ന ആൾക്കാർ ഇതിലോട്ട് നല്ലോണം വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അത് നിങ്ങളുടെ ആവശ്യം കൂടുന്നുണ്ട്, വളരെയധികം കൂടുന്നുണ്ട്. വി നീഡ് ഫിസിഷ്യൻസ്. റൗണ്ട് ദ ക്ലോക്ക് നമുക്ക് ഓടിക്കണമെങ്കിൽ പല ഹോസ്പിറ്റലും ഡോക്ടേഴ്സ് കിട്ടുന്നില്ല. 1 or 2 ഫിസിഷ്യൻസ് വിൽ ബി ദർ. MD എമർജൻസി മെഡിസിൻ ഉണ്ട്. കേരളത്തിലൊക്കെ കോളേജസിലൊക്കെ സീറ്റുകൾ വന്നു തുടങ്ങുന്നുള്ളൂ. 2-3 കോളേജസിലൊക്കെ ഉള്ളൂ. മലബാറിൽ ആക്ച്വലി കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലൊക്കെ ഉണ്ടായിരുന്നു. അത് ഇടക്കാലത്ത് വെച്ച് ദേ സ്റ്റോപ്ഡ് ഫോർ 2 years. Now I think they have plans of bringing it. I think this year onwards it's there, I think. Not sure. So yes, പക്ഷേ ഇത് പഠിപ്പിക്കാനുള്ള ഫാക്കൽറ്റിയോ അതാണ് നമുക്ക് ഇന്ത്യയിലില്ല. സോ ദാറ്റ് ഇസ് ദ ചാലഞ്ച് വാട്ട് വി ആർ ഫേസിങ് നൗ. സോ അനസ്തറ്റിസ്റ്റുകാർ, ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, ദേ ഓൾ ഗീവ് കമ്പൈൻ ക്ലാസ്സസ്. ഒരു കരിക്കുലം ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ദാറ്റ് ഓൾസോ ഹാസ് ടു ഗെറ്റ് റിഫോംഡ് ബൈ ടൈം ടു ടൈം. ആൻഡ് യെസ്, ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ ബി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ കമ്മിങ് ഇയേഴ്സ്. അപ്പോൾ ഇൻ ദ നെക്സ്റ്റ് 10 years we still in demand. Every hospital needs an emergency physician according to the MCI ruler key. A department has to be there. അതായത് വന്നേ പറ്റൂന്നാ പറയുന്നത്. അപ്പോൾ പേഷ്യൻസിൻ്റെ എണ്ണം കൂടുന്നുണ്ടല്ലോ ഈ ഓക്കെ അല്ലേ? യെസ്. ഈ മറ്റേ പേഷ്യൻസിൻ്റെ എണ്ണേ ഇപ്പോൾ സ്ട്രോക്ക് ആവട്ടെ അല്ലെങ്കിൽ ഇത് കൂടുന്നുണ്ടോ അപ്പോൾ, അതോ പഴയ പോലെ തന്നെയാണോ? The human population is expanding. So അപ്പോൾ എങ്ങനെയായാലും the diseases will also will increase. So they require more care. If it's given in the right time, the better lifespan. ആയുസ് നീണ്ടു കിട്ടും. So for that reason, what is an emergency physician ഞാൻ പറഞ്ഞുതരാം. How an emergency physician should be thinking. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അവരുടേതായ ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവും. ലൈക്ക് ഫോർ സർജൻസ്, okay, they will touch, they will feel, okay, something is not right at this specific organ, appendix or a hernia and or any other intra-abdominal pathology ഉണ്ട്. So they'll try to take it to the OT. ഓപ്പറേറ്റ് ചെയ്യാനാണ് അവരുടെ മെൻറ്റാലിറ്റി. ഓർത്തോപീഡീഷ്യൻസ് എല്ല് ഫിക്സ് ചെയ്യൽ. OBG or obstetrics gynecologist പ്രസവെടുക്കൽ, എനിത്തിങ് റിലേറ്റഡ് ടു ദ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് ദ ഫീമെയിൽസ്. സോ എമർജൻസി മെഡിസിൻ എന്താണ്? വാട്ട് ഈസ് ദെയർ പോയിന്റ് ഓഫ് വ്യൂ? എനി അക്യൂട്ട് ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻസ്, മരണസമ്പന്നമായിട്ടുള്ള ഏത് സിനാരിയോസ്, അത് നമ്മളതാണ്. അത് നമ്മൾ ട്രീറ്റ് ചെയ്തെടുക്കണം. നോ മാറ്റർ എങ്ങനെ, ഹൗ ദേ ഡൈ, ആക്സിഡൻ്റ് ആയിട്ട് ബ്ലീഡിങ് ആയിട്ട് മരണപ്പെടുമോ, വി ഹാവ് ടു ഇൻ്റർവ്യൂ. അപ്പം അതിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരും. ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യേണ്ട, ഇനിയിപ്പം എല്ല് പൊട്ടി, എല്ല് അപ്പം തന്നെ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ, പിടിച്ച് വലിച്ചിടണമെങ്കിൽ, അറ്റാക്ക് അത് വന്നാൽ അത് ചെയ്യേണ്ടി വരും. എന്തെങ്കിലും വിഷം എടുത്ത് കുടിച്ച് അത് നമ്മൾ വിഭാഗം. തൂങ്ങി മരിക്കുക, അങ്ങനെ എനി ഹൗ ഒരാൾ മരണപ്പെടുന്ന ഏത് സിനാരിയോസ് വരികയാണെങ്കിലും ഇറ്റ് ഈസ് അവർ ഫീൽഡ് ഓഫ് എക്സ്പെർട്ടീസ്. മനസ്സിലായി? ഓക്കെ. ഒന്നത് എമർജൻസി മെഡിസിൻ്റെ 4 കാര്യങ്ങളാണ് ഹൗ വി ഫങ്ഷൻ. രണ്ടാമത്തത് പെയിൻ മാനേജ്മെൻറ്റ്. ഒരാൾ വേദന കൊണ്ട് വരിക, അത് ഞങ്ങളെ വിഭാഗം. വേദന കുറച്ചേ കൊടുക്കണം, ഏത് രീതിയിലായാലും. സ്റ്റാർട്ടിങ് ഫ്രം ദ ബേസിക് അനാൽജസിക്സ്, ടോപ്പിംഗ് അപ്പ്. വേദന കുറവില്ലെങ്കിൽ കയറ്റി കൊണ്ട് ലാസ്റ്റ് സെഡേഷൻ വരെ എത്തേണ്ടി വരും. അങ്ങനെ. തേർഡ്, ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ, അത് ഞങ്ങളെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനീഷ്യേറ്റ് ദ ഇൻവെസ്റ്റിഗേഷൻ സോ ദാറ്റ് യു ഓർ ദി അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ് arrive at a diagnosis. അതായത് ബ്ലഡിൻ്റെ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ് വിടേണ്ട, ആദ്യത്തെ ബ്ലഡ് ടെസ്റ്റുകൾ വിടേണ്ടത് നമ്മളെ കടമയാണ്. 4ാമത്തേത് ഡിസ്ചാർജ് ഓർ അഡ്മിഷൻ. ഒരു പേഷ്യൻ്റ് ഡിസ്ചാർജ് ആവണോ അഡ്മിറ്റഡ് ആവണോ, വി ഷുഡ് ഹാവ് ഇറ്റ് ഇൻ എ ബാക്ക് ഓഫ് എ മൈൻഡ്. ഒരു പേഷ്യൻ്റ് കയറി വരണം. ഈ 4 കാര്യങ്ങളാണ് ഹൗ വി ഫങ്ഷൻ ആക്ച്വലി. അതാണ് നിങ്ങൾ അപ്പോൾ ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ളതാണല്ലോ. കാരണം എന്താ വെച്ചാൽ ലാസ്റ്റ് സ്റ്റേജിലുള്ള, അതായത് അതാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള പേരല്ലേ? യെസ്. സോ ഇനീഷ്യലി നമ്മളെ റെസിഡൻസി ടൈമിൽ ഇറ്റ്സ് വെരി ചാലഞ്ചിങ്. ഞങ്ങളവിടെ അറ്റ് എ ടൈം ദ പ്ലേസ് വേർ ഐ ഡിഡ് റെസിഡൻസി 4 റെസിഡൻസ് ഉണ്ടാവും. 4 റെസിഡൻസ്, 2 നഴ്സിംഗ് സ്റ്റേഷൻ, 3 പ്രയോറിറ്റി ആയിട്ടായിരിക്കും ഉണ്ടാവുക. പ്രയോറിറ്റി 1, 2, 3 സിവിയറിറ്റി ഓഫ് ദി അസുഖം നോക്കിയിട്ട് ഓരോരുത്തർ പ്രയോറിറ്റിയും. പ്രയോറിറ്റി 1 ബീങ് ദ മോസ്റ്റ് സിവിയർ കേസസ്, ചെസ്റ്റ് പെയിൻ, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, സിവിയർ ബ്ലഡ് ലോസ്, ബോധക്ഷയം, സീഷേഴ്സ്, അങ്ങനെയൊക്കെ ആയിട്ട്. ഈ സ്ഥലത്തൊക്കെ ആകെ ഇരിക്കാൻ വേറെ 4-5 ചെയർസ് ഉണ്ടാവുള്ളൂ. ബാക്കിയുണ്ട് വി ആർ ഫുൾ ടൈം ഓൺ ടോസ് ഫ്രം 8 hour ഷിഫ്റ്റ് എൻട്രിങ് തൊട്ട് എക്സിറ്റ് വരെ വിൽ ബി സ്റ്റാൻഡിങ്, വാക്കിംഗ് അറൗണ്ട്,
നടത്തം, കോഡ് വിളിച്ചാൽ ഓടുക, തിരിച്ചു വരിക. സോ ഒരു ജഗപൊകയാണ് ആ ടൈമിൽ. അതിൻ്റെ അകത്ത് നിൽക്കുന്ന സമയത്ത് വി വോണ്ട് നോ ദ ടൈം പാസിംഗ് ബൈ. വളരെ പെട്ടെന്ന് ഒരു 8 hours പോകും. സോ ഇതൊരു പ്രോഗ്രാമാണ്, 3 year റെസിഡൻസി. യു ഹാവ് ടു ഫേസ് ഇറ്റ്, ഗോ ത്രൂ ഇറ്റ്. പോയി നമുക്ക് തിരക്ക് നിസ്സാരമായി മാറും. അത് ദാറ്റ് ഇസ് ഹൗ ഇറ്റ് ഈസ്. എത്ര തിരക്കായാലും വലിയ ഒരു പ്രശ്നമില്ല, മാനേജബിൾ. പേഷ്യൻറ്റിന് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, യു ഗിവ് ദ കെയർ, യു വെയിറ്റ്. പക്ഷെ പുറത്തുനിന്ന് നിന്നൊരാൾ ഒരു എമർജൻസി കാണുമ്പോൾ ഇവിടെ എന്താ നടന്നുകൊടുക്കണേ, ഇറ്റ്സ് എ ഹേ വയർ. സോ ദാറ്റ് ഇസ് വാട്ട് അവർ 3 year ഈസ് കൈൻഡ് സ്ട്രെയിനിങ്. നല്ല പഠനങ്ങൾ കിട്ടുമല്ലേ? യെസ് അത് നല്ല പഠനം കിട്ടും ആണ്. ആക്ച്വലി റെസിഡൻസി ടൈമിലൊക്കെ ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ സ്ക്രബ്സ്, ഞങ്ങളൊക്കെ സ്ക്രബ് ഇടാം. വിത്ത് നെയിം ഓൺ സ്ക്രബ് ഊരി വെച്ചിട്ടൊരു ഓഫ് ആവില്ല, നേരെ വന്നൊരു ഉറക്കം. ഫുഡ് പോലും കഴിക്കലുണ്ടാവില്ല ആദ്യത്തെ ഒരു 1.5 വർഷം. ഇപ്പോൾ എന്താ പറയുക, പേഷ്യൻസേ ഇപ്പോൾ ഈ സ്ട്രോക്ക് വന്ന പേഷ്യൻ്റ് ആണെങ്കിലും ഇപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ ആ ഗോൾഡൻ അവറിൽ വന്നു കഴിഞ്ഞാൽ സ്ട്രോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോഴും നാട്ടിൽ ആൾക്കാർ എല്ലാവരുടെ അടുത്തും ഇതെത്തിയിട്ടില്ല ഈ ഒരു അറിവ്, സ്ട്രോക്കിൻ്റെ ഇമ്പോർട്ടൻസ്. സ്ട്രോക്ക് എന്താ ചുരുക്കം പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ബ്രെയിൻ അറ്റാക്ക്. ഒരു ഹാർട്ട് അറ്റാക്ക് പറയില്ലേ, ഹാർട്ട് അറ്റാക്ക് പറഞ്ഞാൽ നമ്മൾ ഹാർട്ടിന് ചുറ്റുന്ന രക്തധമനികൾ അതിൻ്റെ അകത്ത് ക്ലോട്ട് വന്ന് സ്തംഭിക്കുക. അപ്പോൾ അത് ആൻജൈനായിട്ട് മാറും. ആൻജൈന പറഞ്ഞാൽ വേദന. അങ്ങോട്ട് സപ്ലൈ ചെയ്യുന്ന ഹാർട്ടിൻ്റെ ഭാഗം പ്രവർത്തിക്കാതിരിക്കും. പമ്പിങ്ങിൽ താള വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം, ശ്വാസമുട്ടലുണ്ടാക്കാം, ഇടുപ്പ് കൂട്ടാം, അങ്ങനെ പലതും. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് വേദന വരുന്നത്. അപ്പോൾ അത് മാറ്റാനാണ് ആൻജിയോപ്ലാസ്റ്റി. ആൻജിയോഗ്രാം ചെയ്ത് നോക്കിയിട്ട് എവിടെ ബ്ലോക്ക് നോക്കിയിട്ട് ആൻജിയോപ്ലാസ്റ്റി വേണമെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ മരുന്നുകൾ കൊണ്ട് നികത്താൻ പറ്റുന്നതാണെങ്കിൽ ദിൽ ക്യാരി ഫോർവേഡ് വിത്ത് ഇറ്റ്. കാർഡിയോളജിസ്റ്റ് വിഭാഗം. സോ സ്ട്രോക്ക് ഈസ് ബ്രെയിൻ അറ്റാക്ക്. 2 രീതിയിലുള്ള സ്ട്രോക്ക് ഉണ്ട്. ഒന്ന് സ്ട്രോക്ക് പറയുന്നത് തലച്ചോറിൻ്റെ അകത്തുള്ള ബ്ലഡ് വെസൽസ്, ഇതിൻ്റെ അകത്ത് സ്തംഭനം. ഒന്ന് സ്തംഭിച്ചാൽ ഇഷ്കീമിക് ഇൻഫാക്റ്റ് പറയും സ്ട്രോക്ക്. ബ്ലോക്ക് തലച്ചോറിനകത്തുള്ള മൾട്ടിപ്പിൾ വെയിൻസ് ആൻഡ് ആർട്ടറീസ് അത്. സോ അതിൻ്റെ അകത്ത് ബ്ലോക്ക് വരുമ്പോഴാണ് ഇഷ്കീമിക് സ്ട്രോക്ക് പറയുക. ദിസ് ഈസ് 1 type ഓഫ് സ്ട്രോക്ക്. രണ്ടാമത്തേത് ബ്ലീഡിങ് ഉണ്ടാക്കും, ഹൈപ്പർടെൻസീവ് പ്രഷർ, BP കൂടിയിട്ടാവാം, അല്ലെങ്കിൽ ഒരു അന്യൂറിസം വന്നിട്ട് ബ്ലീഡിങ് ഉണ്ടാക്കാം. അന്യൂറിസം പറഞ്ഞാൽ ബ്ലഡ് വെസൽ ചെറിയൊരു ബൾജ് വരും, ബൾജ് പിന്നെ പൊട്ടും, അപ്പോൾ ബ്ലീഡിങ് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ബ്ലീഡിങ് ഉണ്ടാക്കിയിട്ട് സിവിയർ ഫോമിലൊക്കെ നമ്മൾ തലച്ചോറിനകത്തുള്ള ഒരു ഭാഗം തള്ളി നീക്കും. ബ്രെയിൻ ഇസ് സോഫ്റ്റ്, ഇറ്റ്സ് ഫാറ്റ്, സോ വിൽ പുഷ്. ഓക്കെ, സോ ഇത് രണ്ടുമാണ് മെയിൻ സ്ട്രോക്സ്. ഇനിയിപ്പം ഇതെങ്ങനെയാണ് എക്സിബിറ്റ് ചെയ്യുക, അത് നമുക്ക് ക്ലിനിക്കലി അറിയാൻ പറ്റില്ല. അറിയാൻ പറ്റും, എപ്പോഴും അറിയണമെന്നില്ല. ആൾക്കാർ എന്താണ് പെട്ടെന്ന് ഇങ്ങോട്ട്, അതായത് ഔട്ട് ഓഫ് ദ ബ്ലൂ ആണേ, ആൾക്കാർക്ക് ഒരു ക്ലൂ പോലും കിട്ടാതെ. അപ്പം ആൾക്കാർ ഓർത്തിരിക്കേണ്ടത് ഒരു ന്യൂമോണിക് ഉണ്ട്, ഫാസ്റ്റ്, FAST, ഫാസ്റ്റ്, വേഗതയുടെ. F പറഞ്ഞാൽ ഫേഷ്യൽ, ഡ്രൂപ്പിംഗ് ഓഫ് എനി ഫേഷ്യൽ സൈഡ്, ഒരു ഭാഗം തളർന്നു കോടിച്ചൽ അങ്ങനെ വരികയാണെങ്കിൽ. ഫേഷ്യൽ ഡീവിയേഷൻ വരും, ഒരു സൈഡിൻ്റെ ഒരു മുഖത്തിൻ്റെ ഒരു ഭാഗം അല്ല കണ്ണോ ഒരു സൈഡിലോട്ട് ഡീവിയേറ്റഡ് ആവും ഒന്നത്. അങ്ങനെ ടെസ്റ്റ് ചെയ്യാനുള്ള വഴി കേട്ടോ ഫാസ്റ്റ്. പെട്ടെന്നൊരാൾക്കാർ അപാകത തോന്നുന്നത് നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ. ഒന്ന് മുഖത്തെന്തെങ്കിലും അപാകത ഉണ്ടോ നോക്കാം. രണ്ടാമത്തത് ആംസ് റേസ്, 2 കൈകൾ പൊക്കാൻ പറയാം. അപ്പോൾ ചിലപ്പോൾ 2 കൈകൾ പൊക്കാൻ പറ്റലുണ്ടാവില്ല, ഒരു സൈഡഡ് ഹെമിപാരസിസ്. മൂന്നാമത്തത് സ്പീച്ച്, S for സ്പീച്ച്. സംസാരിക്കുമ്പോൾ സ്ലറിങ് ഓഫ് സ്പീച്ച് ഉണ്ടാവും, താള വ്യത്യാസങ്ങളുണ്ടാവും, സംസാരം മനസ്സിലാവില്ല, അവർ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ ക്ലിയർ ആവില്ല. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റത്തെ ടൈം ഇതെപ്പോഴാണ് തുടങ്ങിയത്, ഉടനെ ഹോസ്പിറ്റലിലെത്താം ഫാസ്റ്റ്, നോ മാറ്റർ വാട്ട്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ദ ഫസ്റ്റ് തിങ് വാട്ട് വി ഡു ഇസ് വിൽ എക്സാമിൻ. നമ്മൾ ചെയ്യേണ്ട കുറച്ച് എക്സാമിനേഷൻസ് ഉണ്ട്, CNS എക്സാമിനേഷൻസ്. അത് ചെയ്ത ഉടനെ വിൽ ബി സെൻഡിങ് ഫോർ CT. CT ഈസ് ദ ചോയ്സ് ഓഫ് മൊഡാലിറ്റി ഫോർ സ്ട്രോക്ക്. ഉടനെ CT എടുത്താൽ നമുക്ക് അറിയാൻ പറ്റും ഇത് ബ്ലീഡിങ് ആണോ അല്ലെങ്കിൽ മറ്റേതാണോ. മറ്റേത് CTയിൽ കാണാൻ പറ്റില്ല സംഭവിച്ച സമയത്ത്. അതൊരു 6 മണിക്കൂർ 7 മണിക്കൂർ കഴിഞ്ഞാലാണ് MRIയിൽ കാണിച്ചു തുടങ്ങുക. അല്ല, MRIയിലല്ല, CTയിൽ കുറച്ച് ചെറിയ മാറ്റങ്ങൾ കാണും, അതെപ്പോഴും കാണണമെന്നില്ല. ഫസ്റ്റ് 24 hours ചിലപ്പോൾ കാണണമെന്നില്ല.
സോ അതിന് ഏറ്റവും ബെസ്റ്റ് MRI ആണ്. ബട്ട് MRI വിൽ ടേക്ക് 15 minutes. സോ അതുകൊണ്ട് CT എടുക്കും. CT എടുത്തിട്ട് ബ്ലീഡിങ് ഉണ്ടോ ഇല്ലയോ നോക്കും. ബ്ലീഡിങ് ഇല്ലെങ്കിൽ കൺസിഡറിങ് ദ പേഷ്യൻസ് ഏജ് നമുക്കൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ആ ചെക്ക് ലിസ്റ്റ് നോക്കി അത് ഫുൾ ടിക്ക് ഇടാൻ പറ്റുന്നതാണെങ്കിൽ വി വിൽ ഗിവ് എൻ ഇഞ്ചെക്ഷൻ വിച്ച് ഇസ് കോൾഡ് ഒരു ത്രോംബോലൈസിസ് പറയും. ഈ ത്രോംബോസിന് മുറിക്കുക ലൈസിസ്. ആ ഇഞ്ചെക്ഷൻ 35,000 ഒക്കെ വില വരുന്നൊരു ഇഞ്ചെക്ഷനാണ്. അത് വെയിറ്റ് ബേസ്ഡ് ആണ് കൊടുക്കുക. പക്ഷേ ഈ ഇഞ്ചെക്ഷൻ കൊടുക്കുകയാണെങ്കിൽ അതിന് അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ടാകാം. എന്താണ്? ബ്ലീഡിങ് ഉണ്ടാക്കാം. അതുണ്ടാക്കാം. ഈ ഇഞ്ചെക്ഷൻ ചോര ഏൽപ്പിക്കുന്നത് BP നേർക്ക് നമ്മൾ കുറച്ചിട്ട് കൊടുക്കണം. 180/100 താഴെ കുറയ്ക്കണം. അത് കുറയ്ക്കാതെ നമ്മൾ കൊടുത്താൽ ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാക്കാം. ബ്ലീഡിങ് ക്യാൻ കിൽ ദ പേഷ്യൻ്റ് അഗെയിൻ. സോ ദിസ് ഡിസിഷൻ ഇസ് ഓൾവേസ് ടേക്കൺ ബൈ ദ പേഷ്യൻ്റ് ബൈസ്റ്റാൻഡേഴ്സ്. അപ്പോൾ അവരോട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഇത് കോൺട്രാക്ട് ചെയ്യുന്ന കുറേ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ചെക്ക് ലിസ്റ്റൊക്കെ നോക്കിയിട്ടാണ് നമ്മളിത് കൊടുക്കുക. സോ ദാറ്റ് ഇസ് ഹൗ ഇറ്റ് ഇസ്. അപ്പം ഈ 4.5 മണിക്കൂറിൽ എത്തുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും ഇഞ്ചെക്ഷൻ കൊടുക്കില്ല. ഈ ചില ഒരു സിനാരിയോസിലാണ് വി വിൽ കൺസിഡർ ഗിവിങ് ഇറ്റ്. കാരണം സ്പീച്ച് നഷ്ടപ്പെടുക, ബോധക്ഷയം ഉണ്ടാവുക, ഒരു നടക്കാൻ പറ്റുന്നില്ല, വർക്കിംഗ് ക്ലാസ്സിൽ വരുന്ന ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്ന ഒരു മെയിലാണ്, ഈസ് ഓൺലി സോൾ സപ്പോർട്ടിങ് പേഴ്സൺ, മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് വി ലുക്ക് ഇൻ ടു ഇറ്റ്. എന്നിട്ടാണ് ഈ മെഡിക്കേഷൻ കൊടുക്കുന്ന കാര്യം വിൽ ഡിസ്കസ് ചെയ്തത്. എന്നിട്ടും കൊടുത്തിട്ട് ബ്ലോക്ക് നീങ്ങിയില്ലെങ്കിൽ ദെൻ വിൽ ടേക്ക് അപ്പ് ഫോർ മെക്കാനിക്കൽ ത്രോംബെക്ടമി. ഈ ആൻജിയോപ്ലാസ്റ്റി ഞാൻ നേരത്തെ പറഞ്ഞു, ഹാർട്ടിനുള്ള രക്തധമനികളിനകത്തുള്ള ബ്ലോക്ക് അങ്ങനെ എടുത്തിട്ട് വലുതാക്കി അതവിടെ പോയിട്ട് സ്റ്റെൻഡ് ഇട്ടിട്ട് വലുതാക്കും. ദാറ്റ് ഇസ് ഹൗ ഇറ്റ് ഇസ്. ഓക്കെ. സോ അതുപോലെ മെക്കാനിക്കൽ ത്രോംബെക്ടമി പറഞ്ഞാൽ സിമിലർ വേ ഫെമറൽ കൂടെ അപ്രോച്ച് ചെയ്തിട്ട്, ഫെമറൽ കൂടെയാണ്, ഫെമറൽ പറഞ്ഞാൽ ഇൻഗ്വാനൽ റീജിയനിൽ അവിടെ ഫെമറൽ വെയിനുണ്ട്, ആർട്ടറി ഉണ്ട്, അതിലെ കൂടെ അപ്രോച്ച് ചെയ്തിട്ടാണ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക. സിമിലർ വേ വിൽ ഗോ ടു തലച്ചോറിൽ പോയിട്ട് അവിടുത്തെ ബ്ലോക്ക് മാറ്റും. അങ്ങനെ പറ്റില്ലേ? പറ്റും. അത് 6 മണിക്കൂറിനുള്ളിൽ എത്തുകയാണെങ്കിൽ യെസ്. ഇങ്ങനെ ഇവിടെ കൂടി കയറ്റിയിട്ട് നമ്മളെ ഇവിടെ കയറ്റിയിട്ട് തലച്ചോറിനകത്ത് പോയിട്ട് വിൽ പുട്ട് എ സ്റ്റെൻറ്റ് ഒരു ക്ലോട്ട് നീക്കും. ഓക്കെ, ഞങ്ങൾ അസിസ്റ്റ് ചെയ്യാറുണ്ട്. ഈ വിൻഡോ പീരിയഡിൽ വരുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ ത്രോംബലൈസ് ചെയ്യും. ത്രോംബലൈസ് ചെയ്തിട്ട് റെഡി ആവുന്നില്ലെങ്കിൽ ഓ വി വെയിറ്റ് ഓർ ഇതിന് ഒക്ലൂഷൻ ഏത് ലെവലിലാണ് നോക്കും. M1, M2, M3 ലെവലിൽ പല ആർട്ടറീസിൻ്റെ പല ബ്രാഞ്ചസാണത്. അപ്പോൾ നമ്മൾ CT ആൻജിയോന് എടുക്കും. കറക്റ്റ് ബ്ലോക്ക് ഇടുക. CT ആൻജിയോണ് പ്രിഫേർഡ് ഇപ്പോഴത്തെ ന്യൂറോളജിസ്റ്റ്. CT ആൻജിയോ പറഞ്ഞാൽ ഡൈവ് വെച്ചിട്ട് നമുക്ക് ബ്ലോക്ക് ഇവിടെ വെയിനൊന്ന് കാണും, CT കൂടെ കാണാം. അല്ലെങ്കിൽ ത്രൂ MR. ഇതൊരു ഗ്രേ ഏരിയ ആണ്, ടൈം സേവ് ചെയ്യണ പോലെ. ഓക്കെ. സോ വിത്തിൻ ദ ഫസ്റ്റ് അവർ ഒക്കെ ആണെങ്കിൽ CT ഇസ് ദ ബെസ്റ്റ് തിങ്. ഓക്കെ. ആൻഡ് അങ്ങനെ മെക്കാനിക്കൽ ത്രോംബെക്ടമിക്കും ഇതുണ്ട്. റിസ്ക് ആൻഡ് അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ട്, കോളാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായാലും. ഇതെന്താ വെച്ചാൽ ഈ സിംറ്റംസ് കാണിക്കാത്തതുണ്ടാവും. ഇത് ഈ സ്ട്രോക്ക് വരാം, മൈൽഡ്, അല്ലെങ്കിൽ ഇതിന് ഒരു മിനി സ്ട്രോക്ക് പറഞ്ഞ സാധനമുണ്ട്. അത് TIA വരും, ട്രാൻസിയൻറ്റ് ഇസ്കീമിക് അറ്റാക്ക്. കുറച്ച് നേരം സ്തംഭിച്ചിട്ട് പിന്നെ പോയി. ബ്ലോക്കിൻ്റെ അകത്ത് കുറച്ച് നേരം ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ തലർക്കം, ബോധശൂന്യം നോക്കും, അല്ലെങ്കിൽ സംസാരത്തിൽ കുഴച്ചിൽ വരും, പക്ഷേ വീണ്ടും റെഡിയാവും. അതതിൻ്റെ അടുത്ത് ക്ലോട്ട് വന്ന് ബ്ലോക്കാക്കി വീണ്ടും റീപെർഫ്യൂഷൻ നടന്ന് ബ്ലോക്ക് നികത്തിയതിന് ശേഷം വീണ്ടും സർക്കുലേഷനിലുണ്ട്. സോ ദർസ് എ ചാൻസ് ഫോർ ദിസ് പേഴ്സൺ ടു ഗെറ്റ് അഗെയിൻ സ്ട്രോക്ക് വിത്തിൻ ദ ഫസ്റ്റ് 24 hours. അപ്പം അതിൽ ഇങ്ങനത്തെ പേഷ്യൻസ് വരുമ്പോൾ വി ഹാവ് ടു അഡ്മിറ്റ് ദ പേഷ്യൻസ്, വിൽ ഹാവ് ടു കീപ് ദം അണ്ടർ ഒബ്സർവേഷൻ. ബ്ലഡ് ക്ലോട്ട് ചെയ്യല്ലേ ചെയ്യുന്ന ഈ ബ്ലോക്ക്? അത് അടിഞ്ഞു കൂട്ടിയിട്ട് പ്ലാക്സ് ആവാം, ഫൈബ്രിൻസ്, ഈ പല സാധനങ്ങളും കാലക്രമേണ അടിഞ്ഞ് എവിടെയെങ്കിലും കുടുങ്ങിയിട്ട് പിന്നെ അത് ഡിസ്ലോഡ്ജഡ് ആവും. വിൽ ഗെറ്റ് ഇൻ ടു സർക്കുലേഷൻ. ബ്രെയിനിൽ ബ്ലോക്ക് ആകുമ്പോൾ ഈ പ്രശ്നം. ഇത് ചിലപ്പോൾ കാലിനൊക്കെ ബ്ലോക്ക് വരാം. കാലിന് ബ്ലോക്ക് വരുമ്പോൾ അവിടെ കാല് കടച്ചിൽ വരും, വേദന വരും. അപ്പോൾ പോകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇതിപ്പോൾ ഇത് വരാതിരിക്കാൻ നമ്മളെ എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ യെസ് ഉണ്ടോ? ഉണ്ട്. എക്സസൈസസ്, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്ന എക്സസൈസസ്. ഇതിന് കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. റിസ്ക് ഫാക്ടേഴ്സ് പറഞ്ഞാൽ ഇറ്റ്സ് മോർ സീൻ ഇൻ ഫീമെയിൽസ്. ഓക്കെ. സ്ട്രോക്ക് ആൻഡ് റിസ്ക് ഫാക്ടറാണ് ഫീമെയിൽ. സ്മോക്കിംഗ് ഇറ്റ്സ് എ ബിഗ് റിസ്ക് ഫാക്ടർ, വെരി ബിഗ്. ലൈക്ക് ഞങ്ങൾ ഒരു പല ക്രൈറ്റീരിയാസ് സർ. ഓക്കെ, ഇവരെ തിരിച്ച് വീട്ടിൽ വിടാൻ പറ്റുമോ ഇല്ല എന്നൊക്കെ നോക്കാനുള്ള ടിനി സ്കോർ, ഹാർട്ട് സ്കോർ, മെയ് സ്കോർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ സ്കോറുകൾ
സ്കോറിംഗ് സിസ്റ്റമാണ്. 1 കൊടുക്കാം, 2 കൊടുക്കാം, 3 കൊടുക്കാം. ഓക്കെ, ഇത് ആഡപ്പ് ചെയ്ത് ലാസ്റ്റ് എത്ര വരുമ്പോൾ ഓക്കെ ക്യാൻ വി സെൻഡ് ദം ബാക്ക് ഓർ നോട്ട്. അങ്ങനെ നോക്കുന്നതിൽ സ്മോക്കിംഗ് ഇസ് ദർ. ഓക്കെ, ഫാമിലി ഹിസ്റ്ററി ഇസ് ദർ. മുന്നേ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മുന്നേ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അറ്റ് ഏജ് യങ്ങർ ദൻ 60. 60 മുമ്പാണെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ആഫ്റ്റർ 60 ആണെങ്കിൽ വി ഡോണ്ട് ടേക്ക് മച്ച് ഇൻ ടു കൺസിഡറേഷൻ. യൂഷ്വലി 50 ആണെങ്കിൽ ഫാദറിനോ മദറിനോ ബ്രദറിനോ മൂത്താപ്പയോ അങ്കിൾസ് ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് പേരൻസ് ആരെങ്കിലും അങ്ങനെ ആരും ഉണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഈസ് ജനറ്റിക്കലോ ആയി വരാം. യെസ്. സോ യെസ്, ഇറ്റ്സ് റിസ്കി. അപ്പോൾ ഇതിന് ഏറ്റവും ബെസ്റ്റ് എക്സസൈസ്, ലെസ് ട്രാൻസ് ഫാറ്റ് ഫുഡ്, കൊളസ്ട്രോളൊക്കെ അടങ്ങുന്നത്. ട്രാൻസ് ഫാറ്റ് ഫുഡ് പറയുമ്പോൾ എങ്ങനത്തെ ഫുഡാണ് അപ്പോൾ കഴിക്കേണ്ടത്? ട്രാൻസ് ഫാറ്റ് ഓയിൽ ഫുഡില്ലേ നമ്മൾ കിട്ടുന്ന, ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്ന മിക്ക ഓയിലി ഫ്രൈഡ് ഫുഡെല്ലാം ട്രാൻസ് ഫാറ്റ് ആണ്. അപ്പോൾ ഒന്നും കഴിക്കാനില്ല. ഇല്ല, ഒന്നും കഴിക്കാണ്ടില്ല. ശരിക്കും പറഞ്ഞാൽ എക്സസൈസ് ചെയ്താൽ മതി. ഒരു ദിവസം ഒരു ശരാശരി 30 minutes, ഒരു ഗുഡ് എമൗണ്ട് ഓഫ് വാക്കിംഗ്, റണ്ണിങ്, സ്വിമ്മിങ്, മാറ്റി പിടിക്കുക എക്സസൈസ്. സെയിം ആകരുത്. ഷുഡൻ ബി റണ്ണിങ് എവറി ഡേ. അപ്പം സം കാർഡിയക് ആക്ടിവിറ്റി യു കീപ് ചേഞ്ചിങ്. വെയിറ്റ് എടുക്കാം. വെയിറ്റ് ലിഫ്റ്റിംഗ് ഇസ് ഓൾസോ ഗുഡ്. സോ ദാറ്റ് ഇസ് ഗുഡ് ആക്ച്വലി. എക്സസൈസ് ആണ് അപ്പോൾ ഒരു എക്സസൈസ്. പിന്നെ സ്മോക്കിംഗ് ഭയങ്കര പ്രശ്നമാണല്ലേ? സ്മോക്കിംഗ് ഹൈലി കുറേ ടോക്സിൻസും കാർബൺ മോണോക്സൈഡ്, ടാർ, ഇതൊക്കെ ബ്ലഡ് സ്ട്രീമിൽ കയറുകയാണ്. ഇതൊക്കെ മൈക്രോ പാർട്ടിക്കിൾസ് ആണ്, വെരി മൈക്രോമീറ്റേഴ്സ്. സോ ദേ ക്ലബ് ടുഗെദർ ആൻഡ് ദേ ഫോം എ ത്രോംബസ് along with other plaques. So smoking is a major factor. എനിക്ക് എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല അൽത്താഫേ, എന്താ വെച്ചാൽ എന്താ പറയുക, എൻ്റെ ക്ലോസ് സർക്കിളിൽ തന്നെ നമ്മളെ ഫ്രണ്ടിൻ്റെ ഫാദറൊക്കെ ആയിട്ട് 2-3 ആൾക്കാർക്ക് സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് ആള് കിടക്കലല്ലേ, ലൈക്ക് ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ല. എന്തൊരു അവസ്ഥയാണ്. പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഫിസിയോതെറാപ്പി ഇസ് ദ നെക്സ്റ്റ് thing that can actually try to get them back to the normal life. സ്ട്രോക്ക് എഫക്റ്റ് ചെയ്താൽ ഡിപ്പെൻസ്. ചില ആൾക്കാർ പഴയ പോലെയൊക്കെ ഓൾമോസ്റ്റ് 100% ആവില്ലെങ്കിലും 70-80% വരെ റിക്കവറി ചെയ്ത ആൾക്കാരുണ്ട്. ബട്ട് ചെറിയൊരു അപാകതകളൊക്കെ ഉണ്ടാവും. ഏത് ഞാൻ പറഞ്ഞ സ്തംഭനം, ഇൻഫാക്ട് പറഞ്ഞാൽ ബ്ലോക്ക് ചെയ്യുക, അങ്ങോട്ട് രക്തക്കോയിൽ ബ്ലോക്ക് ചെയ്യുക, അങ്ങനത്തെ സ്ട്രോക്കിലൊക്കെ വിത്തിൻ ടൈം അവർ വന്നാൽ ദേ ക്യാൻ മേ ബി ഇത് കുറച്ച് വിത്തിൻ 4-5 hours കഴിഞ്ഞാൽ ഇപ്പം ഇത് ഡിസ്ലോട്ടഡ് ആവും. ആ ത്രോംബസ് ബ്ലോക്കാക്കിയ സാധനം. അപ്പോൾ വീണ്ടും റീപെർഫ്യൂഷൻ നടക്കും. അപ്പോൾ തന്നെ അവർ തലച്ചോറിന് കേടുകൾ വരുത്തിയിട്ടുണ്ടാവും. ദാറ്റ് ഈസ് എൻ അമേസിങ് തിങ്, ഹൗ ദ ബ്രെയിൻ എഗെയിൻ സ്റ്റാർട്ട്സ് ഫങ്ഷനിങ് ഫ്രം ദർ. ചിലവരിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഹൗ ആർ യു ഏബിൾ ടു വാക്ക്. ഞാൻ നെട്ടിയിട്ടുണ്ട് 2 ദിവസമൊക്കെ നടക്കാതെ കിടന്നിട്ട് പിന്നീട് അവർ ദേ ആർ ഏബിൾ ടു വാക്ക് മേ ബി ഇൻ ദ നെക്സ്റ്റ് 6 months. ഫിസിയോതെറാപ്പി ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആഫ്റ്റർ ദാറ്റ്. പിന്നെ ആളും വിചാരിക്കണം, ആളുടെ മനക്കട്ടി എനിക്ക് തിരിച്ച് ഐ വോണ്ട് ബി ലൈക്ക് ബിഫോർ. ദാറ്റ് തിങ് ഈസ് വെരി സ്ട്രോങ്. അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആവുമല്ലോ. പേഷ്യൻസ് ഒക്കെ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് വളരെയധികം. എന്താണ് ഈ ത്രോംബലൈസിസ്? സോ ത്രോംബലൈസിസ് ഞങ്ങളാണ് ED-കാരെ വിത്ത് ദ അസിസ്റ്റൻസ് ഓഫ് ന്യൂറോളജിസ്റ്റ്. സോ നല്ല തിരക്കുള്ള ടൈമിൽ മേ ബി വി വോണ്ട് ബി ഏബിൾ ടു ഗെറ്റ് ദ ന്യൂറോളജിസ്റ്റ് ഹിയർ വിത്ത് അവർ എക്സ്പീരിയൻസ് വിത്ത് ആഫ്റ്റർ പുട്ടിങ് അപ്പ് ദ ചെക്ക് ലിസ്റ്റ് എല്ലാം കഴിഞ്ഞ പ്രീവിയസ് 6 മാസമായിട്ട് സർജറീസ് ഉണ്ടാവാൻ പാടില്ല, റീസെൻറ്റ് ഹെഡ് ട്രോമ, തലടിച്ചിട്ട് വീണിട്ടുണ്ടാവാൻ പാടില്ല, BP 180/100 താഴെ കുറയ്ക്കണം, പ്രസവം, അങ്ങനെ കുറച്ചൊരു അബ്സല്യൂട്ട് കോൺട്രാൻഡിക്കേഷൻസും റിലേറ്റീവ് കോൺട്രാൻഡിക്കേഷൻസും ആയിട്ടുള്ള കുറച്ച് കോൺട്രാൻഡിക്കേറ്റീവ് സാധനങ്ങളുണ്ട്. പിന്നെ ഇത് മോർ ഓഫ് റിസ്ക് വേഴ്സസ് ബെനിഫിറ്റ്. ഈ ഇഞ്ചെക്ഷൻ കൊടുത്തിട്ട് ഇറ്റ്സ് എ വെയിറ്റിംഗ് പീരീഡ്. പേഷ്യൻ്റ് ബെറ്റർ ആവില്ലെന്ന്, അല്ലെങ്കിൽ ബ്ലീഡ് അടിക്കാനൊരു പോസിബിലിറ്റി ഉണ്ട്. ഫിംഗർ ക്രോസ്ഡ്. ഐ കുഡ് സേ ഫിംഗർ ക്രോസ്ഡ്. അൽഹംദുലില്ലാ ഇതുവരെ ഞാൻ കൊടുത്തൊരു പേഷ്യൻ്റ് ബ്ലീഡ് ആയിട്ടില്ല. ബട്ട് ഐ കാൺട്ട് ബോസ്റ്റ് അബൌട്ട് ഇറ്റ് ബിക്കോസ് ഐ ഹവ് സീൻ ഇതൊന്നും നമ്മളെ കയ്യിലല്ല. ഇറ്റ്സ് ഓൾ അപ്പോൺ ദ ഹയർ പവർ ഐ ഫീൽ മൈ സെൽഫ്. സോ യെസ്, സോ ആ ഒരു പീരീഡ് ഉണ്ട് വെൻ ദേ ആക്ച്വലി ഇംപ്രൂവ് ഓർ നോട്ട്. ഇംപ്രൂവ് ആയ പേഷ്യൻസ് ഉണ്ട്. വിത്തിൻ 2 days they have started talking to us. They have thanked us. So that's a great moment when they're able to talk. വരുമ്പോൾ they wouldn't be able to talk. മേ ബി ഒരു സൈഡിലേക്ക് മാത്രം ഗേസ് ഫിക്സ്ഡ് ആയിരിക്കും, ഇടത്തോട്ട് മാത്രമേ നോക്കുകയുള്ളൂ. ഈ സ്ട്രോക്കിൽ പല പ്രസൻറ്റേഷൻസ് ഉണ്ട് കേട്ടോ. സീഷറായിട്ട് വരാം, അവസ്മരായിട്ട് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ സ്ലറിങ് ഓഫ് സ്പീച്ച്, ഫേഷ്യൽ ഡിവിഷൻ, വീക്ക്നെസ് ഓഫ് വൺ സൈഡ് ഓഫ് ദ ബോഡി, ഇതെല്ലാതെയും വരാം. വെറും ഛർദ്ദിക്കലും തലവേദനയായിട്ട് വരാം, സീഷറായിട്ട് വരാം, ബോധക്ഷയമായിട്ട് വരാം, ഒന്ന് ബോധം പോയിട്ട് തിരിച്ചു വന്ന്. അപ്പോൾ ആൾക്കാർ ആയിരിക്കും വെയിലുണ്ട് തലയിറങ്ങി വേണമായിരിക്കും, അങ്ങനെ പലതൊക്കെ ആയിട്ട് വരും.
സോ സച്ച് പേഷ്യൻസ് ആർ ഓൾസോ ദർ. അതൊക്കെയാണ് നേരത്തെ ഒരു മിനി സ്ട്രോക്കും കാര്യങ്ങളൊക്കെ കുറച്ച് നേരം ഉണ്ടാവും പിന്നെ പോകും. ബട്ട് വി ഡോണ്ട് നോ, വിൽ ഹാവ് ടു ബി ഷുവർ ബൈ ടേക്കിംഗ് ദ ഇമേജിങ്സ്. അങ്ങനെ TIA ഒക്കെ ഏറ്റവും നല്ലത് MRI ആണ്. മിനി സ്ട്രോക്ക് വരികയാണെങ്കിൽ അവർ ഓൾറെഡി പ്രശ്നത്തിൽ നിന്ന് മാറി നിന്നു, നോ ദ ബെറ്റർ. സോ വി ക്യാൻ ടേക്ക് MRI and see അതിൽ ചേഞ്ചസ് വന്നോന്ന്. അതിൽ നമുക്ക് തലച്ചോറിന് ഇപ്പോഴും റീപർഫ്യൂഷൻ ഉണ്ടോ ഇല്ല എന്ന് അറിയാനുള്ള അറിയാൻ പറ്റുള്ളൂ അല്ലേ. യെസ്. ഇത് ഈ ബ്ലഡ് പ്രഷർ ആയിട്ട് BP ആയിട്ടും ഭയങ്കര ഇതായിട്ട് കിടക്കുന്നത്. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതായത് ഒരു 6 മണിയോട് കൂടിയിട്ടാണ് അല്ലെങ്കിൽ സുബൈ ബാങ്ക് കൊടുക്കുന്ന സമയത്താണ് അതിൻ്റെ സാധ്യത. അത് ആ ടൈമിൽ ബിക്കോസ് ഡ്യൂറിങ് ദ സ്ലീപ്പിലാണ് ഇത്. രാവിലെ എണീക്കുന്ന കുറച്ച് നേരം മുമ്പ് ഇറ്റ് യൂഷ്വലി ദ 4th സ്റ്റേജ് ഓഫ് സ്ലീപ്പാണ്, ഒരു REM, റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്. ഓക്കെ, സോ ഈ ടൈമിൽ BP ടെൻസ് ടു ഗെറ്റ് എലിവേറ്റഡ്. ഓക്കെ, a lot of things are happening subconsciously also. The heart rate also slightly to increase. നല്ല ഡ്രീം വരും. യെസ്. പിന്നെ ആ ടൈമിൽ ആൾക്കാർ എണീക്കുകയും ചെയ്യും. യൂഷ്വലി എണീക്കുന്ന ആ മൊമെൻറ്റ് ആഫ്റ്റർ ഗെറ്റിംഗ് അപ്പ് ഒക്കെ ആയിരിക്കും ഈ സ്ട്രോക്ക് സംഭവിക്കുക. സോ ദർസ് എ മേജർ ഫ്ലക്ച്വേഷൻ ഇൻ ദ BP. കിടക്കുന്നിടത്തും BP കുറവായിരിക്കും, പിന്നെ എണീക്കുമ്പോൾ പെട്ടെന്ന് കൂടും. കുറേ തിയറീസ് ഉണ്ട് അതിന്, വൈ ദേ ടെൻ ടു ഗെറ്റ്. അതിന് സ്റ്റഡീസും ഉണ്ട്. സോ ദിസ് ആർ ദ തിങ്സ് വാട്ട് ദേ സേ അബൌട്ട് ദാറ്റ്. ആ ടൈമിൽ സ്ട്രോക്ക് വരാനുള്ള റീസൺ. അപ്പോൾ ആ സമയത്ത് ശരിക്കും നമ്മൾ എണീറ്റിട്ട് അത് ലൈക്ക് വരാനുള്ള സാധ്യത വരുമ്പോഴേ എണീറ്റ് ഇരിക്കുമ്പോഴല്ലേ. യെസ്, എണീറ്റ്. അപ്പോൾ പ്രായം കൂടിയവർ വാട്ട് ദേ ഷുഡ് ഡു ഈസ് ആകും കണ്ണു തുറന്ന് സമാധാനത്തിൽ ഇൻ സ്ലോ പാസീവ് മൂവ്മെൻറ്റ് സൈഡിലോട്ട് ചെറിയ ഇരിക്കുക, ഒരു 30 സെക്കൻഡൊക്കെ ഇരിക്കുക, എന്നിട്ട് എണീക്കുക. പ്ലസൻറ്റ്ഫുൾ. പിന്നെ വി കാൺ പ്രിവെൻറ്റ് സ്ട്രോക്ക്. ഇപ്പോൾ ആരായാലും ആ ടൈമിലായാലും ദേ വിൽ ബി ബിസി വിത്ത് ദെയർ ഓൺ കറണ്ട് ഇഷ്യൂസ്. പെട്ടെന്ന് എണീറ്റിട്ട് ചെയ്യേണ്ട കാര്യം. സ്ട്രെസ് ഫാക്ടേഴ്സ് ഉണ്ടാക്കാം, ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പേടിച്ചാൽ വരാം, പലതുണ്ട്. ഈ ഓൾഡ് ഏജ് ഈസ് വെരി ഫ്രജൈൽ, ദ ബോഡി ഈസ് ഫ്രജൈൽ. അവരുടെ ധമനികളും and vessels are very fragile and the body hold itself. So that is why in old age we are likely to see more strokes. പിന്നെ എന്താ പറയുക, ഈ അടുത്ത കാലത്തായിട്ട് ഈ പേപ്പറിലൊക്കെ ഭയങ്കരമായിട്ട് വന്നിരുന്നു ഈ ആൾക്കാർ കുഴഞ്ഞു വീണ് മരിക്കുക എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങളെ ഇതിൽ വരുന്നതാണോ? അത് കുഴഞ്ഞു വീണ് മരിക്കുകയാണെങ്കിൽ യെസ്. ഒരു മരണം സംഭവിക്കുകയാണെങ്കിൽ യെസ്. അതെനിക്ക് വലിയ ഡൗട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ഈ കുഴഞ്ഞ് വീണ് മരിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബേസിക്കലി ബ്രോഡ് ആസ്പെക്ട്. നമുക്കറിയില്ല, പല കാരണത്താൽ കുഴഞ്ഞു വീണ് മരിക്കും. പനി വന്ന് ഇൻഫെക്ഷൻ ഉണ്ടാക്കിയിട്ട് ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് മേ ബി സെപ്സിസിലോട്ട് പോയിട്ട് അങ്ങനെ ബോധക്ഷയം വരാം. അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ പമ്പിങ്ങിൽ താള വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ഹൃദയ സമ്പന്നമായിട്ടുള്ള പ്രശ്ന കാരണത്താൽ ബോധക്ഷയം വരാം. രക്തോട്ടം കുറയും തലച്ചോറിലോട്ട്. പിന്നെ ഇതേപോലെ സ്ട്രോക്ക് പറഞ്ഞ പോലെ ആ റീസൺസ് ആയിട്ട് വരാം. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ പിന്നെ ഹീറ്റ് സ്ട്രോക്ക് പറഞ്ഞാൽ നല്ല സൂര്യാഘാതമൊക്കെ കിട്ടി വെയിലടിച്ച് ബോഡി ടെമ്പറേച്ചർ കോർ ടെമ്പറേച്ചർ കൂടും. മോർ ദാൻ 102, 3, 4 ഒക്കെ പോവുകയാണെങ്കിൽ ദെൻ കുഴഞ്ഞു പോകാം. പല റീസൺസ് ഉണ്ട് കുഴഞ്ഞു വീണവർക്ക്. അത് സ്പെസിഫിക് ആണെങ്കിൽ യൂണിറ്റ് ടു ടേക്ക് പ്രോപ്പർ ഹിസ്റ്ററി ഒക്കെ കാര്യങ്ങൾ ടോക്സിക്കോളജിയും കാരണമായിട്ട് പോകാം. കളിയുടെ ഇടയിൽ ആൾക്കാർ ഈ ഷട്ടിൽ കളിയുടെ ഇടയിലൊക്കെ ഇതിൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കളിയുടെ ഇടയിൽ ഇങ്ങോട്ട് പെരും കളി കളിച്ചിട്ട് അത് മോസ്റ്റ് ലൈക്ലി ടു ബി കാർഡിയക് തന്നെ ആയിരിക്കും. അത് സൈലൻറ്റ് MI, വേദന ഒന്നുമില്ല അങ്ങനെ. അത് സ്പോർട്സിൽ മോസ്റ്റ് ഓഫ് ദ ടൈം അതായിരിക്കും. ദാറ്റ് ഓർ ബ്രെയിൻ റിലേറ്റഡ് ഇഷ്കീമിയ, ദാറ്റ് ഷുഡ് ബി ദ കോസ്. ഇതിന് തപ്പിപ്പോയാലും നമുക്ക് ചിലപ്പോൾ കിട്ടും. ഫാമിലിയിൽ എന്തെങ്കിലും ഉണ്ടാകും, അല്ലെങ്കിൽ പുള്ളിക്കാരൻ എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാകും. യെസ്. അല്ലെങ്കിൽ ഹാർട്ട് ഇതുവരെ ഹി വുഡൻറ്റ് ഹാവ് ചെക്ക്ഡ് ദ കണ്ടീഷൻ ഓഫ് ഹിസ് ഹാർട്ട്. ചെറുപ്പം തൊട്ടേ കൺജനൈറ്റലി സം അബ്നോർമാലിറ്റി വിൽ ബി ദർ, എന്തെങ്കിലും ഉണ്ടാവും. ദർ വിൽ ബി ഓൾവേസ് എ റീസണിങ് ഫോർ ഡെത്ത്. ശരിക്കും ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ഫുൾ ചെക്ക് ചെയ്യണം. അത് what I would say is young, like up to 30 maybe yearly once. After 30 yearly once. Yes, നമ്മൾ ഹെൽത്ത് കെയർ നമുക്ക് കൂടുതൽ ആയുസ് കിട്ടണമെങ്കിൽ നമുക്ക് രോഗങ്ങളൊന്നും ഇല്ലെന്ന് എല്ലാ വർഷവും ഉറപ്പുവരുത്തുന്നുണ്ട്. മൈ പേഴ്സണൽ ഒപ്പീനിയനാ. ഓക്കെ, സോ ആഫ്റ്റർ 30 every 6 months. യെസ്, പ്രൊവൈഡഡ് ദാറ്റ് യു ആർ ഹെൽത്തി. ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ ഫുൾ ബോഡി ചെക്കപ്പോ അതാണ് ചെയ്യേണ്ടത്. ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാം. ഫുൾ ബോഡി ചെക്കപ്പിൽ ബേസിക്കലി നോക്കേണ്ട മെയിൻ സാധനങ്ങൾ ചെസ്റ്റ്, ലങ്സ്, ഹാർട്ട്, അബ്ഡമൻ, കിഡ്നി. അബ്ഡമനകത്ത് വരുന്നതാണ് കിഡ്നി, ലിവർ ഫങ്ഷൻ,
അതൊക്കെ ബേസിക്കായിട്ട് നോക്കിയാൽ മതി. ആ അങ്ങനെ തന്നെയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. യെസ് യെസ് വെരി. നമ്മളെ പണിയും കുറഞ്ഞു കിട്ടും. അതാണ് പിന്നെ അടുത്ത ഒരു ചോദ്യമുള്ളത്. ശരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരാതിരിക്കാൻ ഈ നേരത്തെ പറഞ്ഞതിന് ഉത്തരം. ഇപ്പോഴും ഡോക്ടറെ അടുത്തേക്ക് വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ചോദ്യമില്ലേ? അങ്ങനല്ല ഉണ്ട്. ഉണ്ട്. ഇഫ് ഐ എം വർക്കിംഗ്, that depends upon what kind of doctor you are. Okay, if you want more patients, there are some people like you. പക്ഷെ ഒരു പേഷ്യൻ്റ് എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു പുറത്തുനിന്നുള്ള ഒരാളെന്ന നിലയ്ക്ക് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മാക്സിമം ഡോക്ടർ ഒഴിവാക്കുക എന്നുള്ളതല്ലേ? ആണ്. ഞങ്ങൾക്കും അത് തന്നെയാണ് ആഗ്രഹം. ബട്ട് ബീയിങ് ഇൻ ദിസ് പ്ലേസ്, ഇൻ ദിസ് പ്രൊഫഷൻ, ഞങ്ങൾക്ക് ഇത് ഞങ്ങളെ പ്രൊഫഷനാണ്, ഇത് ഞങ്ങളെ സബ്ജക്റ്റുകളാണ്. നമുക്ക് എന്നും കൗതുകമാണ്. ഓക്കെ, ഒരു കേസ് വരുമ്പോൾ അതിന് മാനേജ് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് അങ്ങനെ, സേവ് ദ പേഷ്യൻ്റ് ഫ്രം ദിസ്. ബട്ട് എനി ടൈം ആൾക്കാർ വരാതിരിക്കാനാണ് നമ്മൾ ആഗ്രഹം. ഞാൻ ചോദിക്കുന്നുണ്ട്, കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ എന്താണ് റെഡി അല്ലേ, നമ്മൾ സാധാരണക്കാരനെ ഞാൻ എപ്പോഴും വണ്ടർ ചെയ്തിട്ടുണ്ട്, സാധാരണക്കാരനെ എന്താണ് സയൻസിൽ ബിലീഫ് ഇല്ലാത്തതുകൊണ്ടാണോ സാധാരണക്കാരൻ ഈ ആയുർവേദത്തിലൊക്കെ പോകുന്നതെന്നാണ്. പക്ഷേ അതിൽ വേറൊരു വലിയൊരു സത്യം കൂടിയുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു നോർമലായിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000 രൂപ ശമ്പളം വാങ്ങുന്ന ആവറേജ് ആയിട്ടുള്ള ഒരാൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതേ അസുഖത്തിന് ഒരു നല്ല ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാൽ ഇപ്പോൾ പുറത്തൊരു ഹോസ്പിറ്റലിൽ പോയാൽ ഒരു 30,000 അല്ലെങ്കിൽ 20,000 ചിലവ് വരുന്നത് എന്തുകൊണ്ട് 100 രൂപയ്ക്ക് പ്ലസീബോയിൽ ഒന്ന് അറ്റംപ്റ്റ് ചെയ്തുകൂടാന്നുള്ള 100 രൂപയിൽ ആ ഒരു മൈൻഡ് സെറ്റിലും കൂടിയാണ് ആൾക്കാർ പോകുന്നത്. കാരണം എന്താ, ഒരു ഹോസ്പിറ്റലിലാണ് പോകുമ്പോഴേക്ക് ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കിളി പാറുകയാണ്. അത് അതിൻ്റെ ഒരു ഭാഗമല്ല ശരിക്കും ബിസിനസ് എന്ന് പറയുന്ന ആ സാധനം. യെസ്, ആക്ച്വലി ഇത് ഡെവലപ്പിംഗ് കൺട്രീസിൽ ഫേസ് ചെയ്ത് വരുന്ന ഒരു പ്രോബ്ലം. ഇന്ത്യ ഇസ് വൺ അമംഗ് ദാറ്റ്. അതിൽ നിന്ന് മാറി ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹോപ്പ്ഫുള്ളി ആകും വിചാരിക്കാം. ഭയങ്കര പ്രശ്നമാണത്. മനസ്സിലായി. ആൾക്കാർക്ക് ഇഷ്ടം ഒറ്റയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടാനാണ്. അപ്പം ആൾക്കാർ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഇപ്പോഴത്തെ ആൾക്കാർ ഇത് ആക്ച്വലി റിസർച്ചിങ്, ദ സ്റ്റഡിങ് അബൌട്ട് ദ സിംറ്റംസ് ആൻഡ് കോറിലേറ്റ് ചെയ്തിട്ട് നമുക്ക് വരുന്ന പേഷ്യൻസ് ഇപ്പം ചെറിയൊരു അറിവുണ്ട് അവർക്ക് എന്തൊക്കെയായിരിക്കാം. മോസ്റ്റ് ഓഫ് ദ ടൈം പേടിച്ചിട്ടായിരിക്കും വരിക. സോ അറിവില്ലായ്മയാണ് ഞാൻ പറയാം. ഇറ്റ്സ് എ ബാഡ് തിങ് ടു സേ, ബട്ട് അറിവില്ലായ്മ തന്നെയാണ്. ആൾക്കാർ പെട്ടെന്ന് ഈ ഹോസ്പിറ്റലിൽ പോയാൽ എന്തുകൊണ്ടാണ് ഇവരിത് ചെയ്യുന്നത്. ഇഫ് ദേ വോണ്ട്, ഇറ്റ് സിമ്പിൾ, എവറിത്തിങ് ഇസ് ദർ ഇൻ ദ ഫിംഗർ ടിപ്സ്. ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. ഇഫ് ദേ വോണ്ട് നോ അബൌട്ട് ദർ ബേസിക് തിങ്സ്. പിന്നെ ദെൻ യു ആർ ടോക്കിംഗ് അബൌട്ട് ദ ആയുർവേദ തിങ്. ആയുർവേദയിൽ ഓൺ വാട്ട് ബേസിസ് ഏക്കോ റിസൾട്ട് കാണുന്നുണ്ട്. ഇൻ ആയുർവേദ ഒരു 50 to 60% യെസ് ദേ ഗിവിങ് treatment is being given. ചില കണ്ടീഷൻസിൽ 100%. ദിസ് ഇസ് ഓൾ പ്രൂവൺ ബൈ റിസൾട്ട്സ്. തിയറിറ്റിക്കലി നോക്കുകയാണെങ്കിൽ ദേ ഡോണ്ട് ഹാവ് മച്ച് സ്റ്റഡീസ് ടു. ബട്ട് റീസെൻ്റ്ലി ദേ ആർ ഓൾസോ ഗെറ്റിംഗ് ഡെവലപ്ഡ്. അവർക്കും സർജറി ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ അവർക്ക് സർജറി ഇല്ലായിരുന്നു. അവരൊരു സയന്റിഫിക് മെത്തേഡിലേക്ക് പോകും, സയന്റിഫിക് ഇൻകോപ്പറേറ്റിംഗ് വൺ. സോ ഇന്ത്യൻ ഗവൺമെൻറ് ഹാസ് ദ പ്ലാൻസ് ഓഫ് കൊളാബറേറ്റിംഗ് ആയുർവേദ ആൻഡ് അലോപ്പത്തി. അപ്പം അതിന് കോർട്ടിൽ ഫൈറ്റ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇസ് mainly the allopathy side is not willing to accept them. നിങ്ങൾക്ക് ശരിക്കും ഭയങ്കര ഒരു ആയുർവേദത്തിനൊക്കെ ഭയങ്കര ഒരു ദേഷ്യമുള്ള പോലെയല്ലേ? അത് ദേഷ്യമല്ല, ബിക്കോസ് അവരിൽ ചില മരുന്നുകൾ ഇറ്റ് കോസിങ് വെരി ഹാംഫുൾ എഫക്ട്സ് ടു ദ കിഡ്നി, ലിവർ, അങ്ങനെ പലതിനുണ്ട്. ബട്ട് അവർക്കുള്ള സിംറ്റംസ് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ അതിലേറെ വലിയ എഫക്ട്സ് ഉണ്ടാക്കാറുണ്ട്. ചില ഈ ഒറ്റമൂലികളൊക്കെ പറയുന്നത് അതൊക്കെ കിഡ്നി അടിച്ചു പോയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരുന്ന ഒരു കേസസാണ് കുറേ കണ്ടുവരുന്നത്. സോ യെസ്, അപ്പോൾ ചിലവർക്ക് അത് ഏൽക്കും. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് നോട്ട് പ്രൂവൺ 100%. സയൻറ്റിഫിക്കലി നോ. ബട്ട് സയൻറ്റിഫിക്കലി അവരുടെ സൈഡിൽ നിന്ന് പ്രൂവൻ ചെയ്ത ചില ഡിസീസസ് ആൻഡ് പാത്തോളജീസ് ഉണ്ട്. മാനേജ്മെൻറ്റ് ഇസ് ഓക്കെ, സംവാട്ട് റൈറ്റ്. ഓക്കെ, പ്ലസീബോ ആവാനും ചാൻസ് ഉണ്ട്. യെസ്, പ്ലസീബോ ആവാനും ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ടിപ്പിക്കലി ഇപ്പം എങ്ങനെ പനിയേറ്റ് വരും, അത് വൈറൽ ഫീവർ ആയിരിക്കും. വൈറൽ ഫീവർ പറഞ്ഞാൽ വൈറസ് അത് അതിൻ്റെ ദ്രോഹം ചെയ്തിട്ട് പോകും. മേ ബി ഇൻ 4 to 5 days, 5-6 ദിവസം കഴിഞ്ഞാൽ ആ രോഗം പോകും. നമ്മൾ മെഡിക്കലി കൊടുക്കുകയാണെങ്കിൽ അലോപ്പത്തിക്കലി ഇഫ് യു ഗിവിങ് മെഡിക്കേഷൻസ് അതിൻ്റെ കാഠിന്യം കുറയ്ക്കാനുള്ള മരുന്നുകളാണ് കൊടുക്കുന്നത്, സിംറ്റംസ് കുറയ്ക്കാനുള്ള അതാണ് കൊടുക്കുന്നത്. അതാണ്. അല്ലാതെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഫൈറ്റ് ചെയ്യുന്ന പോലെ ആൻറ്റിബയോട്ടിക് ബാക്ടീരിയൽ കൊടുക്കും. അതുപോലെ വൈറലിന് ഞങ്ങൾ അങ്ങനെ കൊടുക്കാറില്ല. മെയിൻലി ഇറ്റ് ഇസ് ടു സബ്സൈഡ് ദ സിംറ്റംസ്. മൂക്കലിപ്പോൾ പനിയാണെങ്കിൽ പനി കുറയ്ക്കാനോ, ശരീരവേദന ആണെങ്കിൽ അത് കുറയ്ക്കാനും, ചുമയാണെങ്കിൽ ചുമ കുറയ്ക്കാനുള്ളത്.
അതിൻ്റെ കാഠിന്യം കുറയ്ക്കാനുള്ള മരുന്നുകൾ കൊടുക്കുന്നത്. somewhat similar approach also could be seen in Ayurveda. Okay, it's an example. ഈ വാൽ ഫീവറിൻ്റെ ഞാൻ പറഞ്ഞു, ഈ പ്ലസീബോ എഫക്റ്റ് പറഞ്ഞില്ലേ, could be that. I'm not commenting more upon it. പ്ലസീബോ എന്ന് പറഞ്ഞാൽ ഭീകര കളിയല്ലേ കളിക്കാറ്, വലിയ രോഗങ്ങൾ വരെ മാറ്റില്ല, വലിയ രോഗം വരെ മാറ്റാം. Yeah, homeo is more of placebo. Homeo is what is more of placebo. Ayurveda അല്ലേ കളിക്കുന്നത്? Yes, ഹോമിയോന്റെ അപ്രോച്ച് itself is different. ആ രോഗം കൊണ്ട് തന്നെ രോഗം മാറ്റാവുന്ന രീതിയിലാണ് 1 in 10,000 മോൾസ് എടുത്തിട്ട്. ചിലത് മാറുന്നുണ്ടല്ലോ, ഇപ്പൊ ഈ അരിമ്പാറൊക്കെ പോകുന്നതൊക്കെ കേട്ടിട്ടുണ്ട്, കിഡ്നി പോകുന്നുണ്ട്. അതിൻ്റെതായ അറിവും ഉള്ള ആൾക്കാരോട് ചോദിക്കണം, വൈ ഇസ് ഇറ്റ് സോ. ബട്ട് their theory, their foundation contradicts with our foundation. How to approach the disease or how to approach a pathology in the human system. അപ്പം അതിൽ നല്ല വ്യത്യാസമുണ്ട്. ഇത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് ഐ തിങ്ക് ഇൻ ജർമ്മനി, സംവെയർ ഇൻ ദ യൂറോപ്യൻ റീജിയൻ. അവിടെയാണ് ഹോമിയോപ്പതി ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. യെസ്, സോ വി ഡോണ്ട് ആക്ച്വലി ഫോളോ ദാറ്റ്. കാരണം അവരേലും മേജർ ഡിസീസസ്, മേജർ അസുഖങ്ങൾക്കുള്ള മരുന്നുകളൊന്നും ഇല്ല. ദേ ഹാവ് ജസ്റ്റ് ഫോർ സ്മോളർ വൺസ്. മറ്റേത് ഇറ്റ്സ് എ 50-50 ചാൻസ്. അല്ല, ബൈ റിസൾട്ട്സ് അക്കോർഡിംഗ് ടു ദം നോക്കിയതിൽ അതാണ്. ഈ ചില ആൾക്കാർ വേറെ ഹോമിയോ വെച്ചിട്ട് മാറി. യെസ്, ഇപ്പോൾ ചിലപ്പോൾ മരുന്ന് കഴിച്ചില്ലെങ്കിലും മാറും. ഇറ്റ്സ് എ മെൻറ്റാലിറ്റി, ഇറ്റ്സ് എ അപ്രോച്ച് ടുവേർഡ്സ്, ഇറ്റ്സ് യുവർ മൈൻഡ് സെറ്റ് ടുവേർഡ്സ് ദ ഡിസീസ് മേ ബി. അതാവൂലേ പ്ലസീബോയിൽ കളിക്കുന്നത്? യെസ്, അതായിരിക്കും. വലിയ വലിയ അസുഖങ്ങൾ വരെ പ്ലസീബോയിൽ. യെസ് കുറേ സൈക്കോളജിക്കൽ റീസണിംഗും കൊടുക്കും. പ്ലസീബോ എഫക്ട് ഇസ് മോർ ഓഫ് ദാറ്റ്. മരുന്ന് കിട്ടിയെന്ന രീതിയിൽ പേഷ്യന്റിന് ശരിക്കും ആ മെന്റലി ആ ഒരു ബിലീഫും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സുഖമായിരിക്കും. യെസ്, ദാറ്റ് ഇസ് ആക്ച്വലി വൺ ഓഫ് ദ ചാലഞ്ചസ് വി ഫേസ് ഇൻ എമർജൻസി മെഡിസിൻ. നല്ല തിരക്കുണ്ടാവും, നല്ല ഇൽ ബി എ വെരി ബിസി ഡേ. മേ ബി വിൽ ഹാവ് പേഷ്യൻസ് ഇൻ പ്രയോറിറ്റി 1, 2, 3, റെഡ് ഏരിയ, യെല്ലോ ഏരിയ, ഗ്രീൻ ഏരിയ. അപ്പം ഓരോരുത്തർക്കും ഓരോ ഇമ്പോർട്ടൻസ് കൊടുക്കുക. റെഡ് ഏരിയ വെരി ഇമ്പോർട്ടൻറ്റ്, red area is very important. Yellow secondary, 3 or green area it comes tertiary. That's അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. 1 days to a fever, muscle catch or small. For red area comes with unresponsiveness, polytrauma or multiple trauma over the body, RTA, accident, road traffic accidents, RTA. Okay, അത് സീഷർ, അവസ്മാരം, നെഞ്ഞുവേദന, ശ്വാസം കിട്ടാത്തത്, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, മിടുപ്പ് നല്ലോണം കൂടുക, പ്രഗ്നൻസി റിലേറ്റഡ് സം കോംപ്ലിക്കേഷൻസ്. അപ്പം ഇങ്ങനത്തെ കേസസൊക്കെ റെഡ് ഏരിയ. യെല്ലോ ഏരിയ ലെസ് സിവിയർ. ബ്രീത്തിങ് ഡിഫിക്കൽറ്റി യെസ്, ബട്ട് വൈറ്റൽസ് ആർ ഹോൾഡിങ്, 2-3 days ഫീവർ, ഇൻഫെക്ഷനായിട്ട് അണുബാധ സംഭവിച്ചിട്ടുണ്ട് ബ്ലഡിൽ, സെപ്സിസ് പോലത്തെ കണ്ടീഷൻ. അത് വരുമ്പോഴൊക്കെ ഇത് പ്രയോറിറ്റി 2 or 1 ബേസ്ഡ് ഓൺ ദ വൈറ്റൽസ്, ഹാർട്ട് റേറ്റ്, ബി പി ഒക്കെ നോക്കിയിട്ട് അങ്ങനെയാണ്. സോ ഇങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയത്ത് യു ഹാവ് ടു ഗിവ് ഡിഫറെൻറ്റ്. സോ യുവർ എനർജി ഈസ് ബീങ് സ്പെൻഡ് അറ്റ് മൾട്ടിപ്പിൾ ലെവൽസ്. ചിലപ്പം വി വോണ്ട് ബി ഏബിൾ ടു ഗിവ് ദ അറ്റ്മോസ്റ്റ് കെയർ ടു ദ ഗ്രീൻ സോൺ പേഷ്യൻസ്, ഓർ മേ ബി ദ യെല്ലോ പേഷ്യൻസ്, ഓർ മേ ബി ഈവൻ ദ റെഡ് പേഷ്യൻസ്. ഫുൾ കാര്യങ്ങൾ പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, ബട്ട് വി ഹാവ് ടു ഡു ഇറ്റ്. ദാറ്റ് ഇസ് എ ചാലഞ്ച് വാട്ട് വി ഫേസ് ഇൻ എ ഷോർട്ട് സ്പാൻ ഓഫ് പീരിയഡ്. അവരുടെ ഹിസ്റ്ററി നമ്മൾ പഠിക്കണം. വി ഹാവ് ടു കം അറ്റ് എ ഡയഗ്നോസിസ്. അവരോട് നീ പറഞ്ഞു കൊടുക്കണമല്ലോ കിട്ടിയ ഉടനെ അസസ് ചെയ്തതിന് ശേഷം. സോ ദാറ്റ്സ് എ ഗ്രേറ്റസ്റ്റ് ചാലഞ്ച്. ഭയങ്കര ചലഞ്ചിങ് ആയിരിക്കുമല്ലേ പേഷ്യൻ്റായിട്ടുള്ള ആ ഇൻട്രാക്ഷൻ? ഭയങ്കര ചലഞ്ചിങ് ആയിരിക്കും. ഇറ്റ് ഇസ് വെരി ബൈ ഓവർ ഇയേഴ്സ് ഐ തിങ്ക് പീപ്പിൾ ഗെറ്റ് ഇറ്റ്. അത് ബൈ ഓവർനൈറ്റ് കിട്ടില്ല. അത് ചെയ്ത് യു വിൽ ഗെറ്റ് ടു നോ ഫ്രം ദ പേഷ്യൻസ് ബോഡി ആൻഡ് ദ വൈറ്റൽസ് വാട്ട് കൈൻഡ് ഓഫ് സിനാരിയോ, വാട്ട് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ഇറ്റ് ഇസ്. പിന്നെ നേരത്തെ സ്ട്രോക്കിനെ പറ്റി പറഞ്ഞപ്പോഴേ അതിൽ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ ഈ 3-4 സമയം നമുക്ക് വേസ്റ്റ് ചെയ്യാനില്ല. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് തന്നെ ഈ ക്ലിനിക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ചെറിയ ഹോസ്പിറ്റലിലേക്ക് ഓടാതെ നേരെ നമ്മളിത് കിട്ടണ സ്ഥലത്തേക്ക് തന്നെ വരണ്ടേ? തീർച്ചയായിട്ടും. അതല്ലേ അതിൻ്റെ എലാബറേറ്റ്. സോ ഇങ്ങനത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാസ്റ്റ്, FAST, ഫേസ് നോക്കുക, ആംസ് നോക്കുക, സ്പീച്ച്, പിന്നെ ടൈം, മുഖം, കൈകൾ, സംസാരം, പിന്നെ സമയം. ഈ സമയം 4.5 മണിക്കൂറോളം നമ്മൾ എത്തിക്കണം. വിത്തിൻ 4.5 hours എത്തിച്ചാൽ ദർ ഇസ് എ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ദ പേഷ്യൻറ്റ് ബാക്ക് ടു ഹിസ് നോർമൽ ലൈഫ്. അതാണ് ഇതിൻ്റെ 4.5 മണിക്കൂറിൽ അത്രയും ചാൻസ് ഉണ്ട്. ഓ യെസ് 100% റിക്കവർ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട് വിത്ത് മെഡിക്കൽ മാനേജ്മെൻറ്റ്. സോ അങ്ങനെ എത്തി വിൽ ഗെറ്റ് എ CT ഡൺ. CTയിൽ ബ്ലീഡ് ആണോ
അല്ലെങ്കിൽ ബ്ലോക്ക് ആണോ എന്ന് നമ്മൾ നോക്കും. അങ്ങനെ ബ്ലോക്ക് ആണെങ്കിൽ യു വിൽ ഹാവ് ടു ഗിവ് ദിസ് ഇഞ്ചെക്ഷൻ വിച്ച് ഐ സെഡ് ത്രോംബലൈസിസ്. 35,000 യെസ്, അപ്രോക്സ് 35 to 28 to 35. മെഡിക്കൽ കോളേജസിലൊക്കെ ഇറ്റ്സ് ഫ്രീ അല്ല, ദർ ഇസ് എ സ്മോൾ ചാർജ് പെഡ് അപ്പ് ഫോർ ദാറ്റ്. സോ യൂഷ്വലി ആ ഡ്രഗ്സ് ഇറ്റ് ഈസ് എ ടെനക്റ്റീവ് പ്ലേസ്, ഓൾട്ടി പ്ലേസ്, അങ്ങനെ വേറെ 1-2 മരുന്നുകളോട് ഉണ്ട് റെക്റ്റീവ് പ്ലേസ് ഒക്കെ പറഞ്ഞിട്ടുള്ള. സോ വെയിറ്റ് ബേസ്ഡ് ആണ് ഇത് കൊടുക്കുക. ഈ ഇഞ്ചെക്ഷൻസ് എല്ലാം ഹോസ്പിറ്റലിൽ ഉണ്ടാവണമെന്നില്ല. സോ വാട്ട് യു ഷുഡ് ഡു ഈസ് യു ഷുഡ് ഓൾവേസ് ഗോ ടു എ ടെർഷ്യറി സെറ്റ് ഓഫ് ഹോസ്പിറ്റൽ. ടെർഷ്യറി ഇസ് ദ അറ്റ്മോസ്റ്റ്. ഫോർ എക്സാമ്പിൾ കാലിക്കറ്റിലാണെങ്കിലും മിംസ്, ബേബി, മേത്ര, അങ്ങനെ നിർമ്മല, സെറ്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഉണ്ട്. എവിടെയൊക്കെ ഇത് ഉള്ളത് ഒന്ന് എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ആക്ച്വലി. സോ ദേ ക്യാൻ ടേക്ക് ടു ദർ ഹോസ്പിറ്റൽസ്. മെഡിക്കൽ കോളേജിലുണ്ടാവും. മെഡിക്കൽ കോളേജസ് ഡെഫിനറ്റ്ലി. പക്ഷേ അവിടെ പോകണമെങ്കിൽ വിൽ ബി വെരി ട്രാഫിക്. അത് ഒരു ഹാപ്പസാർഡാണ്. ജസ്റ്റ് ഓൾ ഗവൺമെൻറ് കോളേജസ് ആർ ലൈക്ക് ദാറ്റ്. യെസ്, സോ ദാറ്റ് ഇസ് വാട്ട്. ഈ സ്ട്രോക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം യൂഷ്വലി ഇത് വരിക, ഇത് ചിലപ്പോൾ കാണാം രാവിലെ എണീക്കുമ്പോഴേക്കും കൂടെ കിടക്കുന്ന പ്രായം കൂടി ആരെങ്കിലും സ്ട്രോക്ക് ബാധിച്ചിട്ട് ഒരു കൈ പൊക്കാൻ പറ്റാതെ. അപ്പം അത് നമുക്ക് അറിയില്ലുണ്ടാവില്ല എത്ര മണിക്കൂർ മുമ്പാണ്, ഉറക്കം തുടങ്ങുന്നതിൻ്റെ സമയത്താണോ. സ്റ്റിൽ അങ്ങനത്തെ പേഷ്യൻസൊക്കെ ആണെങ്കിൽ ഉടനെ വേക്കപ്പ് സ്ട്രോക്ക് എന്ന് പറയാൻ ഉടനെ ഹോസ്പിറ്റലിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലത്തെ ഈ ടെർഷ്യറി സെറ്റ് ഓഫ് ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിക്കുക. ഇവിടുത്തെ ഓക്കെ അല്ല. പിന്നെ എന്താണ് ഈ നേരത്തെ പറഞ്ഞ മാതിരി ആക്സിഡൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴേ യെസ് ചില സമയത്ത് നമുക്ക് ഇപ്പോൾ മലപ്പുറത്തൊക്കെ ഉള്ള ഒരു സീൻ എന്താ വെച്ചാൽ ആരും ആംബുലൻസ് അല്ലെങ്കിൽ ഇതൊന്നും കാത്തിക്കാൻ നേരം ഉണ്ടാവില്ല, വേഗം എടുത്ത് കൊണ്ടുപോവുക. അതാണ് പണ്ടേ ഇവിടെ കണ്ടിട്ടുള്ളത്. യെസ്, ദാറ്റ് ഈസ് വൺ ഓഫ് ദി മേജർ മിസ്റ്റേക്സ് നമ്മൾ നാട്ടുകാർ ചെയ്യുന്നത്. അവർ ആത്മാർത്ഥത്തോടെ ആ പേഷ്യൻ്റ് രക്ഷപ്പെടണമെന്ന രീതിയിലാണ് അവർ ചെയ്യുന്നത്. പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു, ഇറ്റ്സ് എ ഹൈ മെക്കാനിസം ഇഞ്ചുറി. ഇപ്പോൾ വണ്ടിയിൽ നിന്ന് ആൾ തെറിച്ച് പോവുക, അല്ലെങ്കിൽ വണ്ടി മറിയുക, ബൈക്കിലുള്ള ആൾ തെറിച്ച് 5 meters അവേ പോവുക, ഹെൽമെറ്റ് ഇല്ലാത്ത ആക്സിഡൻറ്റ്. സോ എ ഹൈ വെലോസിറ്റി ഓർ എ ഹൈ മെക്കാനിസം ആക്സിഡൻ്റ് ആണെങ്കിൽ ആൾക്കാർ ഇഫ് ദ പേഷ്യൻ്റ് ഇസ് അൺറെസ്പോൺസീവ്, അല്ലെങ്കിൽ എണീക്കാൻ പറ്റാത്ത കോലത്തിൽ താഴേക്ക് എടുക്കുകയാണെങ്കിൽ എങ്ങനെയാലും പിടിച്ചെടുത്ത് വെച്ചിട്ടാണ് കൊണ്ടുപോവുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ നെക്കിന് ആണ് സെർവൈക്കൽ ബോൺസ് ഉണ്ട് അവിടെ, അതിന് സ്റ്റെബിലൈസേഷൻ കൊടുക്കുക. മാനുവൽ ഇൻലൈൻ സ്റ്റെബിലൈസേഷൻ പറയും. 2 കൈകൾ കൊണ്ട് അത് കൂട്ടിയിട്ട് 2 ചെവികളെ സൈഡിൽ അമർത്തി പിടിക്കാം. ഒരാൾ വന്ന് കാണിച്ചു തരണം. ഓക്കെ, സോ അത് കിടന്നാലാണ് ആക്ച്വലി പറ്റുക. പക്ഷേ ഈ 2 കൈകൾ കൊണ്ട് ഷോൾഡറിന് പിടിച്ചിട്ട് ബാക്കിൽ നിന്ന് അങ്ങനെ പിടിച്ചിട്ട് ഫോറാം, ഇത് മീഡിയൽ പാർട്ട് ഓഫ് ദ ഫോറാം പറഞ്ഞാൽ ഇൻസൈഡ് പാർട്ട്, അത് 2 ചെവിനെ അടുപ്പിച്ച് പിടിക്കാം. കാരണം ഇത് റോഡ് പോലെ പിടിക്കാം. എന്നിട്ട് ഇയാൾ കമൻറ്റ് കൊടുക്കും എപ്പോഴാണ് പേഷ്യൻറ്റിന് പൊക്കേണ്ടത്. 1 2 3 പറയുമ്പോൾ പൊക്കണം. പക്ഷെ എന്നാലും സ്പൈൻ ഈസ് മറ്റേ ഇടുക്കലില്ലേ നമ്മളെ സിനിമയിലൊക്കെ അത് ഫുൾ പ്രശ്നമാണ്. അത് ഫുൾ വെർട്ടിബ്രെ ഫ്രാക്ചേഴ്സ് ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ഡിസ്റ്റർബ് ദ സ്പൈനൽ കോഡ്. സോ ആംബുലൻസ് വരുന്ന ആ ടൈം ആണെങ്കിൽ, വരാൻ പറ്റുന്ന ടൈം ഇഫ് യു ക്യാൻ വെയിറ്റ് സ്പൈൻ ബോർഡ് പറഞ്ഞ സാധനമുണ്ട്, നല്ല കട്ടിയിലുള്ള ഒരു ബോർഡ്. സോ അതിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യേണ്ടത്. അപ്പം ആ ഷിഫ്റ്റിങ്ങിന് ഈ മാനുവൽ ഇൻലൈൻ സ്റ്റെബിലൈസേഷൻ കൊടുക്കുക, എന്നിട്ട് ലോഗ് റോൾ ചെയ്യുക. ലോഗ് റോൾ പറഞ്ഞാൽ യെസ്, ഈ ലോഗ് റോൾ പറഞ്ഞാൽ ചിലപ്പോൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും, പൃഥ്വിരാജിൻ്റെ, അയാളും ഞാനും തമ്മിൽ ഫോണിൽ കൂടെ ഒക്കെ ചോദിക്കുന്നത് എന്താണ് ലോഗ് റോൾ എന്ന്. യെസ്, ഭയങ്കര വലിയ സംഭവമായിട്ട് തോന്നുന്നു. ബേസിക്കലി ഒരു ലോഗ് റോൾ ചെയ്യുന്ന പോലെ പേഷ്യൻറ്റിന് ഇവിടെ പിടിച്ചിട്ട് സൈഡിലൂടെ ചെരിക്കുക, ബോർഡ് കയറ്റും, തിരിച്ച് അതുപോലെ ബോർഡിൽ വെക്കുക, ബോർഡ് ഏറ്റ് ഷിഫ്റ്റ് ചെയ്യുക. ബോർഡ് ഏറ്റ് വരുന്ന ആളെടുത്ത് മിക്കവാറും സെർവൈക്കൽ കോളർ ഉണ്ടാവും, ഇതിന് സ്റ്റെബിലൈസേഷൻ കൊടുക്കണം. അപ്പം ഇയാൾ ഫ്രീ ആയി, ഈ ഹെഡ് എൻഡിൽ നിൽക്കുന്ന ആൾ. സോ അങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, 1 is that. ഇനി അടുത്തത് ബ്ലീഡിങ് കണ്ടു, പ്രൊഫ്യൂസ് ബ്ലീഡിങ്, നല്ലോണം ബ്ലീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ബ്ലീഡിങ് നിർത്താൻ? ഫസ്റ്റ് തിങ്, ഡയറക്റ്റ് പ്രഷർ, ഇവിടെ പ്രഷർ കൊടുക്കുക. എന്നിട്ട് ഒരു ടൂർണിക്കറ്റ് പറ്റുമെങ്കിൽ കെട്ടുക. കൈ ആണെങ്കിൽ ഉയർത്തിപ്പിടിക്കുക, കാലാണെങ്കിൽ കിടക്കുന്ന ആളാണെങ്കിൽ കാൽ ഉയർത്തിപ്പിടിക്കുക, ഹാർട്ടിനായിട്ട് മുകളിലോട്ട് കൊണ്ടുവരാം. സോ ബ്ലഡ് ഫ്ലോ അവിടെ സ്ലോ ഡൗൺ ചെയ്യും. ഹാർട്ടിന്റെ പ്ലേസിൽ ഗ്രാവിറ്റി, ബേസിക്കലി ഗ്രാവിറ്റി ഇറ്റ്. സോ അങ്ങനെ കൊണ്ടുവരാം, ഡയറക്റ്റ് പ്രഷർ കൊടുക്കാം. അധികം മാത്രം ബ്ലീഡിങ് ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ എപ്പോട്ടെ
യു ടൈ ടോർണിക്കറ്റ്. ബ്ലീഡിങ് എങ്ങനെയും സ്റ്റോപ്പ് ചെയ്യണം. ഈ ഡ്രസ്സൊക്കെ ഊരിക്കാൻ ഇങ്ങനെ പ്രഷർ ചെയ്യുന്ന. യെസ്. ഇനി അഥവാ മറ്റേ ഇറ്റ്സ് എ പെനട്രേറ്റിംഗ് ഇഞ്ചറി, വിസ്കസ് ഓർഗൻസ് ആർ ഔട്ട്, കുടൽ അങ്ങനെ പുറത്ത് ചാടി പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഭയാനകരമായിരിക്കും. പക്ഷെ എന്നാലും ആൾ കോൺഷ്യസ് ഓറിയൻറ്റഡ് സംസാരിക്കുന്നുണ്ട്, വേദനയാണ്, ചെറിയ കോറലൊക്കെ പറ്റാം. വെരി വിയേർഡ് ഇഞ്ചറീസൊക്കെ സംഭവിക്കും ഇൻ ആക്സിഡൻറ്റ്സ്. സോ വാട്ട് യു ഡു ഈസ്, നനച്ച ഒരു തുണി ഏതൊക്കെ എന്തെങ്കിലും ഓർഗൻ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിന് മേലെ ജസ്റ്റ് വെക്കുക, കവർ ചെയ്യുക നനച്ചിട്ട്. ഓക്കെ, ദാറ്റ്സ് അനദർ വൺ. നനച്ചിട്ട് വെച്ചിട്ട് കവർ ചെയ്യുക. ആൻഡ് യു ഷിഫ്റ്റ് ടു ദ ഹോസ്പിറ്റൽ അറ്റ് ദ ഏർലിയസ്റ്റ്. ഓക്കെ. പിന്നെ അടുത്തത്, ഇനി വല്ല കൈയിനോ കാലിനോ ഡിഫോമിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. എല്ലുകൾ പൊട്ടിയിട്ടുണ്ടോ, പൊട്ടിയാൽ എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ ചെയ്യേണ്ട ടൈം പറഞ്ഞാൽ ആംബുലൻസ് അല്ലെങ്കിൽ ഇത് എമർജൻസി സർവീസ് വരുന്നവരെ. ഐഡിയലി ഇങ്ങനെ ആക്സിഡൻറ്റ് സംഭവിച്ചാൽ എടുത്ത് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ എടുത്ത് അറിയുന്നൊരു ഹോസ്പിറ്റലിലോട്ട് വിളിക്കുക ഒരാൾ. വിളിച്ചിട്ട് ക്രാഷ് ഉണ്ട് കൊണ്ടുപോകാൻ പറയും. എങ്ങനെയാലും ആംബുലൻസിൽ ഏത് ഹോസ്പിറ്റലിലും വന്ന് ഇതിൽ പിക്കപ്പ്. ഓക്കെ. സോ ഫ്രാക്ചേഴ്സ് ആണെങ്കിൽ വാട്ട് യു ഡു ഈസ്, നല്ല ഹാർഡ് ബോർഡ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ കാർഡ് ബോർഡ്സ് പോലത്തെ ഹാർഡ് സർഫേസ്, കുടയാവാം, എന്തോ ആവാം. അത് ഡിഫോമിറ്റി ഉള്ള ഏത് ഭാഗമാണ് അതിന് മുകളിലും താഴെ ആയിട്ട് കെട്ടി വെക്കുക, ഫെർദർ മൂവ്മെൻറ്റ് വരാതിരിക്കാൻ, ഒരു ടെമ്പററി സ്റ്റെബിലൈസേഷൻ. സോ ദിസ് ആർ ദ 3 തിങ്സ് ഐ തിങ്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. തല വെക്കുന്നത് തന്നെ ഭയങ്കര ക്രൂഷ്യൽ ആവുന്നുണ്ട്, കാരണം ആൾക്കാർ ശ്രദ്ധിക്കില്ലല്ലോ. കാരണം അതിൻ്റെ അകത്തോടെയാണ് ഈ സ്പൈനൽ കോഡിൻ്റെ ഈ നമ്മൾ അപ്പർ ചെസ്റ്റ് ബ്രീത്തിങ്ങും എല്ലാം മുകളിലോട്ടുള്ള എല്ലാ ഓർഗൻസിനും ഇന്നോവേഷൻസ് കൊടുക്കുന്നത്, നെർവ് സപ്ലൈ കൊടുക്കുന്നത് അതാണ്. അപ്പം അത് പോയാൽ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല. അപ്പം അത് സ്റ്റെബിലൈസ് ചെയ്യാല. അപ്പം ഇവിടെയുള്ള മിസ്റ്റേക്സ് കാരണം പേഷ്യൻറ്റിന് ഫെർദർ പരിക്കുകൾ പറ്റും. പിന്നെ സ്പൈനൽ കോഡിലൊക്കെ എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ അത് റെക്ടിഫൈ ചെയ്യണമെങ്കിൽ സെയിം തിങ് ബ്രെയിൻ ഉള്ളി ഓൾമോസ്റ്റ് അബൌട്ട് ഒരു 6 മണിക്കൂറിനുള്ളിൽ തന്നെ അത് റെഡിയാക്കണം, അല്ലെങ്കിൽ പാരലൈസിസ് ആവും. സോ അതാണ് വെരി കെയർഫുൾ ആവേണ്ട, ആൾക്കാർ നെഗ്ലക്റ്റ് ചെയ്യുന്നൊരു കാര്യം. ആൻഡ് യെസ്, ബ്ലീഡിങ് ആൻഡ് ഫ്രാക്ചർ ഇതൊക്കെയാണ് പൊതുവെ കണ്ടുവരുന്നൊരു RTL. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ഇനി അഥവാ നമ്മളെ ഫിംഗേഴ്സ് അല്ലെങ്കിൽ ചെറിയ ടോസ് ഏതെങ്കിലും ഭാഗം മുറിഞ്ഞു പോയി, അപ്പം അതെന്താ ചെയ്യേണ്ടതെന്ന്. സോ ഫോർ ദാറ്റ് വാട്ട് യു ഡു ഈസ്, അത് ഒരു ക്ലീൻ ആക്കിയിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിലിടുക. ഈ പ്ലാസ്റ്റിക് കവർ ഒരു ഐസ് ബാഗിൻ്റെ അകത്തിടുക. ഇത് ഡ്രൈ ആയിട്ട് വെക്കുക, എന്നിട്ട് ഇതൊരു ഐസ് ബാഗിൻ്റെ അകത്ത് വെക്കുക. ഇഫ് ഇറ്റ്സ് എ ക്ലീൻ കട്ട് വോണ്ട്, we might be able to future it back. എത്രത്തോളം പോസിബിലിറ്റീസ് ഉണ്ട്? 4 to 6 hours അതിനും പറയുന്ന വയബിൾ പീരീഡ്. 4 to 6 hours ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ എത്ര? അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ പാർട്ട് ഓഫ് ദി ബോഡി, ഏത് കൈയാണോ വിരലുകളാണോ, വിരലിൻ്റെ ഈ ചെറിയ വിരലിൻ്റെ അല്ലെങ്കിൽ വലിയ വിരലിൻ്റെ ഒക്കെ ഈ അറ്റത്ത് P3 പറയും. P3ൻ്റെ അപ്പുറത്തോട്ടൊക്കെ ആണെങ്കിൽ ലെസ് ചാൻസസ് ഓഫ് റിഫ്യൂറ്റിങ്. ഓക്കെ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് വാസ്കുലാരിറ്റി പ്രൊവൈഡ് ചെയ്യണം, രക്തോട്ടം അങ്ങോട്ട് കൊടുക്കണം. ഇത് തിരിച്ച് തുന്നുകയാണെങ്കിൽ ആ തുന്നാൻ പറ്റുന്ന രക്തനാളങ്ങളും വെസൽസ് ആൻഡ് നെർവ്സ് ഒക്കെ അവിടെ തന്നെ ഉണ്ടെങ്കിൽ യെസ്, ഇറ്റ് ഇസ് പോസിബിൾ ആണല്ലേ? യെസ്, നല്ല റിസൾട്ടുള്ള കേസസ് ഒക്കെ ഉണ്ട്. സൗദിയിലെ എന്താണ്, എൻ്റെ ഫാദർ വർക്ക് ചെയ്തിരുന്ന ഒരു ഫാക്ടറിയിലെ അവിടെ ഫാദർ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ ഫാക്ടറിയിൽ അവിടെ എന്താ പറയുക, ഈ പേഷ്യൻസിന് ഇടയ്ക്കിടയ്ക്ക് പേഷ്യൻസ് അല്ല വർക്കേഴ്സിനെ മുറിഞ്ഞു പോകും. മുറിഞ്ഞു പോകുമ്പോൾ ഇവർ എന്താ ഈജിപ്ഷ്യൻ ഡോക്ടർ അങ്ങനത്തെ അവിടെ അങ്ങനെയാണ്. അപ്പോൾ പോകുമ്പോൾ അവർ ചെയ്യാൻ മുറിച്ചു കൊടുക്കുകയും ചെയ്യാം. ആണ് അത് വേഗം മുറിച്ചു കൊടുക്കും. അത് ബിക്കോസ് ഫെർദർ ഇൻഫെക്ഷൻ ആവാതിരിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഓർത്തിട്ടാണ്. പിന്നെ എസ്തെറ്റിക് പർപ്പസിന് ഇതിപ്പം വിരൽ ഇവിടുന്ന് അറ്റ് വിചാരിച്ച് ചിലപ്പം അതേപോലെ തന്നെ ആക്കണമെന്നില്ല, ചിലപ്പം കുറച്ച് ട്രിം ഡൗൺ ചെയ്യും ഫംഗ്ഷന് വേണ്ടിയിട്ട്. ഓക്കെ, കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ചിലപ്പം അങ്ങനെ ഒരു എസ്തെറ്റിക് പർപ്പസ്, ഒരു സ്റ്റെം ക്ലോഷർ പറയും. ഇത് ഇന്ത്യയിൽ ഇപ്പം ഇങ്ങനത്തെ സംഭവം നടന്നാൽ ദ പീപ്പിൾ ഹൂ വി ആർ സപ്പോസ് ടു അപ്രോച്ച് ഇസ് ഹാൻഡ് സർജൻസ്. ഹാൻഡ് സർജൻസ് പറഞ്ഞാൽ ഓർത്തോപീഡിക്സ് കഴിഞ്ഞിട്ട് ഫെലോഷിപ്പ് എടുത്ത ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജൻസും ഉണ്ടാവും. 2 പേരാണ് മെയിനായിട്ട് ഹാൻഡിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ട്. അത് കാലിക്കറ്റൊക്കെ ഉണ്ട്, ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഉണ്ട്. യെസ്, കോംപ്ലിക്കേറ്റഡ് തിങ് തന്നെയാണല്ലോ. യെസ്, ഹാൻഡ് ഇസ് വെരി കോംപ്ലിക്കേറ്റഡ്. അതിൻ്റെ ഉപയോഗം ഹാൻഡൊക്കെ നോക്കുമ്പോഴേ അത്രയും ജോയിന്റ്സ്, അത്രയും സാധനങ്ങൾ വിടുന്നില്ലേ. ഇതിൻ്റെ അകത്ത് തന്നെ 14 ബോൺസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. യെസ്, 14 ബോൺസ്. അത് ഞങ്ങൾക്ക് പഠിക്കാനൊക്കെ ഓരോ ന്യൂമോണിക്സ് ആണ്.
അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കാറ്. സോ ഹാൻഡ് ഇസ് ഫിൽഡ് വിത്ത് ബോൺസ്. സോ ഹാൻഡ് സർജൻ ഹാസ് ടു ബി വെരി പ്രിസൈസ്. അവർ ഒരു ലൂപ്പ് പറഞ്ഞ സാധനം ഉപയോഗിക്കും, ഒരു മൈക്രോസ്കോപ്പ് പോലെ. ഇങ്ങനെ ആ ലൂവിന് തന്നെ നല്ല വിലയുണ്ട്. ഇറ്റ്സ് അറൗണ്ട് 1.5 lakh. കാൽസിയസിൻ്റെ ലെൻസൊക്കെ ഉള്ള വാച്ച് റിപ്പയർ ചെയ്യണ പോലെ ബൈനോക്കുലർ രണ്ടും. അതിങ്ങനെ ഇരുന്നിട്ട് താഴോട്ട് നോക്കിയിട്ട് ഒരു ഡിസ്റ്റൻസിൽ ഇങ്ങനെ വർക്ക് ചെയ്യുക അവർ. ദാറ്റ് ടു ദേ വർക്ക് വിത്ത് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ത്രെഡ്സ് 60, 70, 80 ഒക്കെ വെച്ചിട്ടാണ് അവർ ഫ്യൂച്ചറിൽ. പിന്നെ എന്താണ് ഈ ഡ്രൗൺ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ രക്ഷിച്ചിട്ട് യെസ്, നമ്മളിപ്പോൾ ഒരാൾ വെള്ളത്തിൽ മുങ്ങിയിട്ട് അയാളെ എടുത്ത് പുറത്തെടുത്തിട്ട് നമുക്ക് എങ്ങനെയാണ് അതിനൊരു ഇതൊക്കെ ഉണ്ടല്ലോ, CPR. ഓക്കെ. സോ ഇത് ബേസിക്കലി ഒരു സംഭവമുണ്ട്, ഒരു അൽഗോരിതം. ഒരു പേഷ്യൻ്റ് അറസ്റ്റ് പോയാൽ എന്താ ചെയ്യേണ്ടതെന്ന്. നേരത്തെ ഫോർ എക്സാമ്പിൾ ഒരു ആക്സിഡൻറ്റിൽ കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ എന്താണ് ഒരു സാധാരണക്കാരന്, ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഒരു 836 മനുഷ്യന്മാർക്ക് ഒരു ഡോക്ടറേ ഉള്ളൂ. സോ ഒരു ഡോക്ടറിന് എല്ലാവരും അടുത്ത് എത്താൻ പറ്റില്ല നോക്കുകയാണെങ്കിൽ, സ്റ്റാറ്റിസ്റ്റിക്സിൽ നോക്കുകയാണെങ്കിൽ. സോ ബേസിക്കലി എല്ലാം സിറ്റിസൻസ് ഓഫ് ഇന്ത്യ ദേ ഷുഡ് ബി വെരി വെൽ വേഴ്സ്ഡ് വിത്ത് BLS, ബേസിക് ലൈഫ് സപ്പോർട്ട്. ഇതെങ്ങനെയാണ് ഒരാൾക്ക് നൽകാം. അവൻ പേഷ്യൻ്റ് അറസ്റ്റായി, പേഷ്യൻ്റ് ഏത് കാരണത്താലും ആയിക്കോട്ടെ, അവർ മരണപ്പെട്ടു. ആദ്യത്തെ 20 minutes ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. 20 minute ആണ് തലച്ചോറിലോട്ട് രക്തോട്ടം ഇല്ലാതെ നിൽക്കാൻ പറ്റുന്ന ഒരു ടൈം പീരീഡ്. അപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 20 minute ഉണ്ട്. ആ 20 minute ആണ് എല്ലാം. എത്രയോ പേഷ്യൻസ് ഉണ്ട് ഈ പേഷ്യൻ്റ് അറസ്റ്റ് ആയിട്ട് ഹോസ്പിറ്റലിലോട്ട് വന്നിട്ട് തിരിച്ച് ജീവൻ കിട്ടി. പല റീസൺസായിട്ട്, മേ ബി ബ്ലഡ് നഷ്ടപ്പെട്ടിട്ടായിരിക്കാം, ഹൃദയാഘാതമായിരിക്കാം, ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങളെടുത്ത് വരും. അതൊരു വലിയ പ്രൗഡ് മൊമെൻ്റ് ആണ്. ഓക്കെ. സോ ഞാൻ പറഞ്ഞത് BLS, ബേസിക് ലൈഫ് സപ്പോർട്ട്. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് അറസ്റ്റായി, ഫോർ എക്സാമ്പിൾ റോഡിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണു. അപ്പോൾ ആദ്യമായിട്ട് ഒരാൾ പോയി നോക്കേണ്ടത് നല്ല ഒച്ചത്തിൽ തട്ടിയിട്ടും എണീക്കുന്നില്ല. ഓക്കെ. ഇതിനു മുമ്പ് എവിടെയാണ് ആൾ കുഴഞ്ഞു വീണ് നോക്കണം. സീൻ സേഫ്റ്റിയാണ് പറയുക. ഇതിപ്പോൾ റോഡിന് നടുവിലാണെങ്കിൽ അവിടെ നിന്നല്ല നോക്കേണ്ടത്, പെട്ടെന്ന് റോഡിന് നടുവിൽ നിന്ന് സൈഡിലോട്ട് വലിച്ചിടണം. ഇപ്പം ബിൽഡിങ്ങിൻ്റെ എവിടെയും ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ എവിടെയും ആണെങ്കിൽ അവിടെ നിന്ന് മുകളിൽ നിന്ന് വീഴാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടോ നോക്കിയിട്ട് സേഫ് സൈഡിലോട്ട് വലിച്ചിട്ടാണ് നോക്കേണ്ടത്. സേഫ്റ്റിയിലേക്ക് എത്തിക്കണം. സേഫ്റ്റിയിൽ നമ്മൾ സേഫ്റ്റിയാണ് ഫസ്റ്റ് ഇസ് അവർ സേഫ്റ്റി ആൻഡ് സെക്കൻഡ് ഈസ് പ്രൊവൈഡിങ് ദ ബേസിക് ലൈഫ് സപ്പോർട്ട്. എന്നിട്ട് സൈഡിലോട്ട് നോക്കിയിട്ട് 2 ഷോൾഡർ നല്ല അടി കൊടുക്കുക. ഷോൾഡറിൽ ടാപ്പ്. ഹലോ സർ, ഹലോ മാഡം, എണീക്ക്, ചേച്ചി, ഏട്ടാ, മനുഷ്യ, എന്തായാലും. ഓക്കെ. സോ അത് നോക്കുക. നോ റെസ്പോൺസ്. പിന്നെ അടുത്ത നേരെ നോക്കേണ്ടത് പൾസാണ്. പൾസ് നോക്കാനുള്ള ഏറ്റവും നല്ല ഏരിയ കെരോട്ടിഡ്. ഇതാണ് കെരോട്ടിഡ്. നെക്കിലെ ഒരു ആഡംസ് ആപ്പിളൊക്കെ ഇല്ലേ, അതിൻ്റെ അവിടെ നിന്ന് സൈഡിലോട്ട് വന്നാൽ റൈറ്റ് ഓർ ലെഫ്റ്റ്, ഏത് സൈഡും ആവാം. അപ്പം ഇങ്ങനെ ആക്കുന്ന ഒരു മസിൽ കാണുന്നില്ലേ, ഇതാണ് സ്റ്റേണോക്ലീഡോമാസ്റ്റർ മസിലാണത്. ആ മസിലിനെ ചേർത്തിട്ടാണ് അത് അമർത്താൻ. അതിന് മുമ്പിലാണ് ഉണ്ടാവുക. കിട്ടില്ലേ? സോ അതാണ് നോക്കേണ്ടത്. അത് ഒന്നെങ്കിൽ 2 വിരൽ വെച്ച് നോക്കാം, അല്ലെങ്കിൽ ഒരു തമ്പ് വെച്ച് നോക്കാം. അത് എന്നിട്ട് 5 to 10 seconds, അതാണ് അതിന് ആ ടൈം പീരീഡ് നോക്കേണ്ടത്. ഇറ്റ് ഷുഡിൻറ്റ് എക്സീഡ് മോർ ദാൻ 10. ഇറ്റ് ഷുഡിൻറ്റ് കം ബിലോ ഇറ്റ് ഷുഡിൻറ്റ് കം ലെസ് ദാൻ 5. അപ്പോൾ 5 മുതൽ 10 സെക്കൻഡ് വരെ നമ്മൾ വെച്ച് നോക്കുക. മിടിപ്പുണ്ടോ നോക്കുക. മിടിപ്പില്ല, CPR സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴാണ് CPR സ്റ്റാർട്ട് ചെയ്യുക. CPR സ്റ്റാർട്ട് ചെയ്യേണ്ട രീതികളുണ്ട്. ചെസ്റ്റിൻ്റെ ലോവർ 1/3. നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നമുക്ക് മാനിക്കിനാണ് ഇതിനെ യൂഷ്വലി യൂസ് ചെയ്യാറ്. നമുക്ക് അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് കാണിക്കുകയാണെങ്കിൽ നിൽക്കണോ? ഇല്ല, അത് കിടന്നാലാണ്. ഇത് ഹോൾഡ് ചെയ്യോ? ഇതിവിടെ എനിക്ക് കിടക്കാൻ പറ്റൂടെ? നമുക്ക് എന്തെങ്കിലും ഒരു എങ്ങനെ ഒരു ബാഗ് എന്തെങ്കിലും മതി? ബാഗായാലും മതി. നമ്മളെ ലാപ്പിന്റെ ബാഗായാലും മാനിക്കിൻ അത് തന്നെ വേണമല്ലോ അതിനെ. അതാണ് ഭംഗി. ഓക്കെ, അല്ലെങ്കിൽ കുഴപ്പമില്ല. ശരി. ഈ നമ്മൾ ചെസ്റ്റിൻ്റെ ലോവർ 1/3. ഇതാണ് ചെസ്റ്റ് പറഞ്ഞാൽ ഇവിടുന്ന് ഈ എല്ല് തൊട്ടിട്ട് സെൻറ്റർ പാർട്ട് തൊട്ടിട്ട് അടിയിലോട്ട് വരികയാണെങ്കിൽ ഒരു ഇൻവേർട്ടഡ് V ഷേപ്പിലാണ് റിബ് പോകുന്നത്. അതിൻ്റെ ആ കോർണർ ജംഗ്ഷൻ,
അതാണ് ചെസ്റ്റ്. അതിന് 3 ഡിവൈഡ് ചെയ്യണമെങ്കിൽ 3 ഭാഗമായിട്ട് ലോവർ ചെസ്റ്റിൽ അടിഭാഗത്ത് അവിടെ വെച്ചിട്ടാണ് CPR കൊടുക്കേണ്ടത്. CPR കൊടുക്കുമ്പോൾ 2 എൽബോസ് ബോത്ത് എൽബോ ഷുഡ് ബി ഫിക്സ്ഡ് ആൻഡ് ലോക്ക്ഡ്. എന്നിട്ട് എനർജി ജനറേറ്റ് ചെയ്യേണ്ട ഹിപ്പ് എന്നാണ്, മുമ്പിലോട്ട്. യെസ്, കറക്റ്റ് മോഷൻ. യെസ്. ഇത് ചെയ്യേണ്ട റേറ്റ് 90 to 120 അല്ലെങ്കിൽ 100, 90 to 100 in 1 minute. ആ സ്പീഡിലാണ് ചെയ്യേണ്ടത്. ഒരു മിനിറ്റിൽ 100 ബീറ്റ്സ് അടിക്കണം. അപ്പം അതിൽ ഏറ്റവും നല്ലത് 1 2 3 4 5 ആ ടൈമർ വെച്ചിട്ടാണ് ആ സ്വയം പഠിക്കണമെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഉണ്ട് കുറേ, ഹൗ ടു ഡു ദ പെർഫെക്റ്റ് സീൻ. ഓക്കെ, സോ അത് ചെയ്യാം. ഇത് 30 കംപ്രഷൻസ് ആകുമ്പോൾ ഇതിൻ്റെ റേറ്റാണ് ഞാൻ പറഞ്ഞത്, സ്പീഡ്. ഓക്കെ, ഇത് 30 കംപ്രഷൻസ് ആകുമ്പോൾ സ്റ്റോപ്പ് കംപ്രഷൻ, മൂക്ക് പൊത്തിച്ചിട്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ, ഒരാൾ സിംഗിൾ പേഴ്സൺ റെസ്ക്യൂയിങ് ആണെങ്കിൽ 2 നോസ്ട്രിൽസ് ക്ലോസ് ചെയ്തിട്ട് വായക്കൂടെ കിസ് ഓഫ് ലൈഫ് കൊടുക്കുക. ഓക്കെ, പണ്ടൊക്കെ അതായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ യെസ്, പക്ഷേ ഇപ്പം പല ഇതുണ്ട്. കാരണം കുറേ ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് ഉണ്ടായതിനെ കൊണ്ട് മൗത്ത് പീസൊക്കെ വെക്കാൻ ഒരു പ്ലാസ്റ്റിക് പോലത്തെ എന്തെങ്കിലും വെക്കാം, അല്ലെങ്കിൽ നനച്ചിട്ട് ഒരു കൈ വെക്കാനും പറ്റും. കൈ വെക്കുകയാണെങ്കിൽ മേക്ക് ഷുവർ യു ഗിവ് പ്രോപ്പർ സീൽ. ആ സീല് കിട്ടണം, വേറെ എയർ ലീക്കേജ് ഉണ്ടാവരുത്. നമ്മൾ വിടുന്നതിൽ കൂടുതൽ കാർബൺ ഡയോക്സൈഡ് ആണെങ്കിലും ചെറിയ അംശം ഓക്സിജൻ ഉണ്ട്. ഓക്കെ, സോ ദിസ് യു കണ്ടിന്യൂ ഫോർ 2 minutes. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ചെക്ക് ചെയ്യുക. പൾസ് കൊടുക്കണം, 2 ഹോൾ ബ്രെത്ത്. യെസ്, ദാറ്റ് ഈസ് ദ ബ്രെത്ത്. യെസ്, എന്നിട്ട് വീണ്ടും CPR. സോ 2 minutes കഴിഞ്ഞാൽ വീണ്ടും ചെക്ക് ചെയ്യുക. ഈ സാധനം സ്റ്റാർട്ട് ചെയ്യുന്ന ഇടയിൽ ഞാൻ പറയാൻ പറ്റ മെയിൻ കാര്യം, പൾസ് നോക്കി പൾസില്ല, CPR സ്റ്റാർട്ട് ചെയ്യാൻ പോണ്, യു കോൾ ഫോർ ഹെൽപ്പ്. ആരെങ്കിലും വരണേ, രക്ഷിക്കണം, ആരെങ്കിലും വരണേ, അത് വിളിച്ചറിയിക്കണം. പിന്നെ ആരെങ്കിലും വേറെ ആളുണ്ട്, കോൾ ദ ആംബുലൻസ് ഓർ ആക്ടിവേറ്റ് ദ AED പറഞ്ഞ സാധനങ്ങളുണ്ട്. ഓക്കെ, AED ഈസ് സംതിങ് ഡീഫിബ്രിലേറ്റർ, ഷോക്ക് കൊടുക്കുന്നത്. അതിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ, എയർപോർട്ടിൽ, പബ്ലിക് പല പ്ലാറ്റ്ഫോംസിലും, ബസ് സ്റ്റാൻഡിലൊക്കെ ഉണ്ട്, കാലിക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. അത് നേരെ കുത്തണം. ഓക്കെ, യെസ്. സോ ഇത് CPR സ്റ്റാർട്ട് ചെയ്തു, യു ഗെറ്റ് ദ AED. ഇടയ്ക്കൊരു മിസ്സിംഗ് ഉണ്ട്. നീ ആ വയറുള്ള ഭാഗം പുറത്തേക്ക് വെച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ, സോ ഈ AED വരുന്നവരെ, നോട്ട് AED വരുന്നവരെ, യു ഹാവ് അലേർട്ടഡ് ദ AED, യു ആർ ഡൂയിങ് CPR. എവറി 2 minutes യു ചെക്ക് ദ പൾസ്. അപ്പോൾ തന്നെ AED എത്തി. AEDയിൽ 2 പാഡൽസ് ഉണ്ടാവും. പാഡൽസ് പറഞ്ഞാൽ ഒട്ടിക്കാനുള്ള, ഷർട്ട് ഓപ്പൺ ആക്കുക, അത് തന്നെ ഉണ്ടാവും എവിടെയാണ് ഒട്ടിക്കേണ്ടത്. ഒന്ന് റൈറ്റ് അപ്പർ ചെസ്റ്റിലും, മറ്റേത് ലെഫ്റ്റ് ഒരു ലെഫ്റ്റ് സൈഡ് ആ ചെസ്റ്റിൻ്റെ അവിടെ ഒട്ടിക്കേണ്ടത്. അപ്പം ഇതിൽ സ്റ്റോപ്പ് കംപ്രഷൻ പറയും, റിതം എഴുതി കാണിക്കും. ഷോക്ക് ചെയ്യേണ്ടതാണോ അല്ലേ എന്ന് അത് തന്നെ പറയും. ഷോക്ക് ചെയ്യേണ്ടതാണെങ്കിൽ അത് ചാർജ് ആവും. ഷോക്ക് ഔട്ട് റിതം യോഗ ചാർജ് ആയാലും അത് ചാർജ് ആയെന്ന് പറയും. അപ്പോൾ മാറിക്കുക. ഷോക്ക് ഡെലിവേർഡ്. പൾസ് ഉണ്ടോ? ഇല്ല. വീണ്ടും കണ്ടിന്യൂ CPR. ദിസ് ക്യാൻ സേവ് എ പേഷ്യൻറ്റ്. CPR രക്ഷിച്ച കുറേ പേരുണ്ട്. കുറേ എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു സ്കില്ലല്ലേ ആണ് ഈ CPR പറഞ്ഞാൽ. ആക്ച്വലി ഒരാൾ മരണപ്പെടും, കഴിഞ്ഞു പോകുകയാണ്, പൾസില്ല. നമ്മൾ ഏറ്റവും അലട്ടുന്ന കാര്യം ബ്രെയിനിലോട്ടുള്ള രക്തോട്ടമാണ്, ലൈക്ക് എ വല്ലയോ. സോ CPR ഫുൾ ഫോം കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ. ലങ്, ഹാർട്ട്, ഇത് രണ്ടിനും കൂടിയും റിസസിറ്റേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. എന്തിന്? തലച്ചോറിലോട്ട് രക്തം പോയിക്കൊണ്ടിരിക്കണം. അവിടെ 20 മിനിറ്റ് രക്തോട്ടം ഇല്ലാതിരിക്കുമ്പോഴാണ് പേഷ്യൻ്റ് ഇസ് ലൂസിങ്. എത്രത്തോളം ലേറ്റ് ആണ്, ഓരോ സെക്കൻഡ് അവൈലബിളാണ്. CPR സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ഹോസ്പിറ്റലിനകത്ത് വീട്ടിൽ ഞങ്ങൾ 40 മിനിറ്റ്സ് വരെ, ഒരു ആവറേജ് ടൈം 45 മിനിറ്റ്സ് വരെ റൺ ചെയ്യും. അപ്പോൾ ശരിക്കും CPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആ ബോഡി ചെയ്യേണ്ട ആ ഭാഗം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഹാർട്ട് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കണം. ഹാർട്ട് പമ്പിങ് ആണ്. അപ്പോൾ ഇത് ആക്ച്വലി ചെയ്യുമ്പോൾ ഹാർട്ട് പമ്പ് ചെയ്യുന്നുണ്ട്. വീണ്ടും എൻജിൻ സ്റ്റാർട്ടാക്കുന്ന പോലെയാണ്. അവർക്ക് സ്റ്റാർട്ടാക്കി കിട്ടിയാൽ അടിപൊളിയാണ്. അങ്ങനെ അപ്പോൾ അത് സ്റ്റാർട്ടാക്കേണ്ട ചിലപ്പം ചെറിയ താളത്തിൽ ഹാർട്ട് താളമുണ്ട്, പക്ഷെ നോർമൽ ഹാർട്ട് ബീറ്റ് അല്ല. VF VT ഒക്കെ പറയും ഞങ്ങൾ മെഡിക്കൽ ടേംസിൽ. വെൻട്രിക്കുലർ ഫിബ്രിലേഷൻസ്, വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ, പൾസ്ലെസ് VT, പൾസില്ലാതെ ഹാർട്ട് അടിച്ചുകൊണ്ടിരിക്കും. ആ ടൈമിലൊക്കെയാണ് ഷോക്ക് ചെയ്യൽ കേട്ടോ. ഈ ബ്രെയിൻ ഡെഡ് ആവുക എന്നൊക്കെ പറയുമ്പോൾ പിന്നൊരു ബ്രെയിൻ ഡെഡ് പറഞ്ഞാൽ നമ്മളതാ വട്ട് വി ആർ ഡൂയിങ് റൈറ്റ് നൗ. കാഴ്ച, സ്പീച്ച്, കേൾവി, വാക്കിംഗ്, ഈറ്റിംഗ്, സ്ലീപ്പിംഗ്, ഡ്രിങ്കിങ്, ഓക്കെ എവറിത്തിങ് ഹയർ സെൻറ്റേഴ്സ് അപ്പോഴത്തേക്ക് ബ്രെയിനായിട്ടാണ് വരിക. സോ
അതടഞ്ഞു പോയാൽ പിന്നെ കംബാക്കിൽ ഇല്ല കംബാക്ക് ഇല്ല പറഞ്ഞാൽ ചില പേര് വരും, യങ് ഏജ് പീപ്പിൾ, ബട്ട് ദേ വിൽ ഹാവ് ദ ഇമ്പയർമെൻറ്റ്സ്. അവർക്ക് കേടുകൾ വരുത്തിയത് അവിടെ ഉണ്ടാവും, പഴയ പോലെ ചിലപ്പോൾ ആവില്ല, ചിലപ്പം ചില ഒരു സ്വഭാവ മാറ്റം മിസ്സിങ് ഒക്കെ ഉണ്ടാകാം. കംബാക്ക് ഉണ്ടാവലുണ്ട്. കംബാക്ക് ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു മോർ ദൻ ഒരു 30 minutes ഒക്കെ CPR അടിച്ച് കിട്ടിയ ആൾക്കാരൊക്കെ, പക്ഷെ എന്നാലും അവർ പഴയ പോലെ ആവില്ല. പഴയ പോലെ ആക്കാം അവർ വിചാരിച്ചാൽ. അഗെയിൻ ദാറ്റ് ഇസ് ഹൗ ഇറ്റ് ഈസ്. അവർ വിചാരിക്കണം, മൈൻഡ് സെറ്റ്. ബ്രെയിൻ ഇസ് എൻ അമേസിങ് തിങ്. ഇപ്പോൾ ഇതിൽ എന്താണ് എമർജൻസി മെഡിസിനിൽ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഭാഗം ഏതാണ് ശരിക്കും എൻ്റെ ഇതിൽ നോക്കുമ്പോൾ? ചാലഞ്ചിങ് ആയിട്ടുള്ള ഭാഗം വെൻ യങ് പേഷ്യൻസ് ദേ കം ഇൻ ദ പെരി എയറസ് സിനാരിയോ, മരണ റിലേറ്റഡ് ആയിട്ടുള്ള സിനാരിയോസിൽ അവർ വരുമ്പോൾ ചിലപ്പോൾ യങ് സ്ട്രോക്സ് ഉണ്ടാവും. യങ് പേഷ്യൻറ്റ് കുറേ കോവിഡ് സെക്കൻഡ് വേവിൽ കുറേ പേർക്ക് ഹാർട്ട് അറ്റാക്സ്, MIs നമ്മൾ കുറേ ഉണ്ട് യങ് പേഷ്യൻസ്. സോ അങ്ങനത്തെ പേഷ്യൻസ് വരുമ്പോൾ വിൽ ട്രൈ അവർ ബെസ്റ്റ്. ചിലപ്പം ഇത് ടെക്സ്റ്റ് ബുക്ക് പ്രകാരം സിൻസ് അൺറെസ്പോൺസീവ്നെസ് ഒരു 30-45 minutes മാക്സിമം ട്രൈ ചെയ്തിട്ട് കാര്യമുള്ളൂ. പിന്നെ കിട്ടിയാലും ബ്രെയിൻ ഓൾറെഡി നഷ്ടപ്പെട്ടു, ബ്രെയിൻ ഡെഡ് പോലെയാണ്. സോ അപ്പോൾ ചിലപ്പോൾ ഹാർട്ട് കിട്ടും, അപ്പോഴായിരിക്കും ഹാർട്ട് റേറ്റ് ലൈക്ക് വിൽ ഗെറ്റ് റിട്ടേൺ ഓഫ് സ്പോണ്ടേനിയസ് സർക്കുലേഷൻ അത് കിട്ടുമായിരിക്കും. ബട്ട് എന്നാലും പേഷ്യൻ്റ് വുഡ് ഹാവ് ഗോൺ ഹൈപ്പോക്സിക് ഇസ്കീമിക് എൻകെഫലോപ്പത്തി പറയും. പറഞ്ഞാൽ ഹൈപ്പോക്സിയ, ഓക്സിജൻ കിട്ടാതെ ഇസ്കീമിയ അടഞ്ഞിരിക്കുന്നു, അങ്ങോട്ട് ടിഷ്യൂ പെർഫ്യൂഷൻ ഇല്ല. എൻകെഫലോപ്പത്തി പറഞ്ഞ സ്വഭാവ മാറ്റം അല്ലെങ്കിൽ സ്ഥിരതയില്ലാത്ത മാറ്റം വന്ന്. അപ്പോൾ അത് ഈച്ച് സെക്കൻഡ് ഇസ് വാല്യുബിൾ. ഓക്കെ, ഇതൊക്കെ ഇപ്പം ഞാനൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിന് മുമ്പ് വേറെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്നു. സെയിം തിങ് ഐം ഫേസിങ് ദിസ് ഹോസ്പിറ്റൽ ഓൾസോ. പീപ്പിൾ ആർ കാഷ്വൽ അബൌട്ട് ഇറ്റ്. ഈ CPRൻ്റെ ഇടയിലുള്ള ഈ ലാഗില്ലേ, ശരി ഇനി നിങ്ങളടിച്ചോ, അങ്ങനെയല്ല. അടിക്കുന്ന ഇടയിൽ ഈ 2 minute ഇല്ലേ, ഈ 2 minute ഇടയിലാണ് സ്വിച്ച്. ആൾ തളരുകയാണെങ്കിൽ ആരെങ്കിലും വന്ന് മാറിക്കണം. ഈ മാറി നിൽക്കൽ 30 കഴിഞ്ഞ് ഒന്നുകിൽ 30 അല്ലെങ്കിൽ 2 minutes കഴിഞ്ഞിട്ടാണ് മാറേണ്ടത്. ഇടയിൽ 2 minutes കഴിഞ്ഞിട്ടാണ് ഷിഫ്റ്റ് പറഞ്ഞിട്ട് മാറണം. എൻ്റെ ഫ്രണ്ട് മുമ്പേ ഡിസ്ക്രൈബ് ചെയ്തിരുന്നു ടീം വർക്ക് പോലെ. ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ, അങ്ങനെ തന്നെയാണത്. കാരണം ഇത് ഹോസ്പിറ്റലിൽ എത്തിയാൽ BLS മാറി പിന്നെ ACLS ആയി, അഡ്വാൻസ് കാർഡിയക് ലൈഫ് സപ്പോർട്ടായി. മെഡിക്കേഷൻ വരും, ഇൻറ്റ്യൂബേഷൻ വരും, ക്രാഷ് ഇൻറ്റ്യൂബേഷൻ, എല്ലാ രീതിയിലും നമ്മൾ പേഷ്യൻറ്റിനെ റിവൈവ് ചെയ്യാൻ നോക്കും. അഗ്രസീവായിട്ട് പോകും ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഏജ് ഓഫ് ദി പേഷ്യൻറ്റ്. ഓക്കെ, ദ കണ്ടീഷൻ ഓഫ് ദി പേഷ്യൻറ്റ്. പിന്നെ അവരുടെ ഫാമിലി സ്റ്റേറ്റസ്, ഈസ് ദ ഓൺലി സോൾ പ്രൊവൈഡിങ് ടു ദ ഫാമിലി, വേറെ ആരും ഇല്ല, മാരീഡ് ഒരു കുട്ടിക്ക് ഈസ് ഓൺലി സപ്പോർട്ട് ഫോർ ദ ഫാമിലി, അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ ഉണ്ടാവും. സോ ഇങ്ങനത്തെ ആൾക്കാർ, യങ് പേഷ്യൻസ്, ഇങ്ങനത്തെ ഡെത്ത് ഓർ ബാഡ് ന്യൂസ് ഓർ സം മേജർ ന്യൂസ് അത് കൺവേ ചെയ്യുമ്പോൾ വി ഫേസ് ലിറ്റിൽ ചാലഞ്ച്. വി ഹാവ് ടു ബി വെരി എംപത്തിക്കൽ. ഡോക്ടറിന് വേണ്ട 2 മെയിൻ നല്ല ക്വാളിറ്റീസ് വാട്ട് ഐ ഫീൽ ഇസ് സിമ്പത്തി ആൻഡ് എംപത്തി. ഒന്ന്, നമ്മുടെ സൈഡിൽ നിന്ന് അവരോട് തോന്നുന്ന സഹതാപം, പാവം, കമ്പാഷൻ. മറ്റേത് ബി ഇൻ ദെയർ ഷൂസ്, അവരെങ്ങനെ ഫീൽ ചെയ്യുന്നത്, നമ്മൾ അവരുടെ ഷൂസിൽ കയറിയിട്ട് നമ്മൾ വി ഹാവ് ടു ഫീൽ ഇറ്റ്. സോ വെൻ ഇറ്റ് കംസ് ടു ദാറ്റ് ബ്രേക്കിംഗ് സച്ച് ന്യൂസസ്, യങ് ചിൽഡ്രൻ, യങ് അഡൽട്ട്സ്, അതൊക്കെ നമ്മളെ കുറച്ച് അലട്ടുന്നൊരു കാര്യം, പറയാൻ ബുദ്ധിമുട്ടേക്ക് വരും. സോ അതിനൊക്കെ പ്രത്യേക രീതികളുണ്ട്. വിളിച്ചിരുത്തും, എത്രത്തോളം അറിയുമെന്നൊക്കെ ചോദിക്കും അസുഖത്തെക്കുറിച്ച്. അങ്ങനെയൊക്കെയാണ്. ബൈസ്റ്റാൻഡേഴ്സ് അല്ലെങ്കിൽ ഈ ഫാമിലി ആയിട്ടുള്ള ആൾക്കാരായിട്ടുള്ള ഇൻട്രാക്ഷൻ അതേപോലെ ഭയങ്കര വെരി ക്രൂഷ്യലാണ്, വെരി സ്ട്രെസ്ഫുള്ളാണ്. ഹൈലി വോളറ്റൈൽ പ്ലേസ് ആണ് എമർജൻസി. ഏത് നിമിഷം അടി പൊട്ടാം. അത് പല ആൾക്കാരുണ്ട്. ജെന്യൂനായിട്ട് ആൾക്കാർക്ക് രോഗം മാറണം അല്ലെങ്കിൽ കൺസേൺ ആയിട്ട് വന്ന ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർക്ക് ഒന്ന് ഞാൻ ഇടപെട്ടാണ് ഫാമിലി, നമ്മളെ സോഷ്യൽ സ്റ്റിഗ്മാസ് കുറച്ച് ഒക്കെ നമ്മളെല്ലാം ഫസ്റ്റ് ഹാൻഡ് കാണുന്ന സ്ഥലമാണ് ER. ED എന്ന് പറഞ്ഞാൽ ED അല്ലെങ്കിൽ ER ഓർ ANE, ആക്സിഡൻ്റ് ആൻഡ് എമർജൻസീസ്, അല്ലെങ്കിൽ എമർജൻസി റൂം, അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. കാഷ്വാലിറ്റി പ്രയോഗം ഇപ്പോൾ ഉപയോഗിക്കാറില്ല. ഓക്കെ, സോ ഇത് 365 days 24 hours ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. വേറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹോസ്പിറ്റലിനകത്ത് ഇങ്ങനെ ഉണ്ടാവില്ല. ഇത് ആർക്ക് ഏത് സമയത്തും കയറി വരാം. അപ്പം സോ അങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. സോ ED നെവർ സ്ലീപ്സ് or never shuts. സ്ലീപ്പ് ചെയ്യാൻ അങ്ങനെ പറ്റില്ലേ? ഇല്ല, അങ്ങനത്തെ പേഷ്യൻസ് വരും, അത് ടാക്കിൾ ചെയ്യണം.
ഇപ്പം കുറച്ച് ഒരു കുറച്ച് ടെൻസ്ഡ്, കുറച്ച് അഗ്രസീവ്, എജിറ്റേറ്റഡ് പേഷ്യൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സ് ആണെങ്കിൽ, അപ്പോൾ ഐഡിയലി നമ്മളൊക്കെ പഠിപ്പിക്കുന്ന ഈ ഷാർപ്പ് ഒബ്ജക്ട്സ്, മുറിച്ചുള്ള സാധനങ്ങളൊക്കെ മാറ്റി വെക്കുക, അവരോട് നല്ല രീതിയിൽ സംസാരിക്കുക, പേഷ്യൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു അപ്രോച്ചാണ്. യു നീഡ് ടു ബി ഡിഫറെൻറ്റ് ടു ഡിഫറെൻറ്റ് പീപ്പിൾ. അവർ എന്തെങ്കിലും അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? പിന്നെ മൾട്ടിപ്പിൾ ഇതുണ്ടായിട്ടുണ്ട്. ഫോർ എസ് ദ അറ്റ്മോസ്റ്റ് കെയർ. ഐ ടെൽ ഓൾ മൈ ജൂനിയർ സ്റ്റാഫ്, ഡോക്ടേഴ്സ്, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞത്, എന്ത് വന്നാലും പേഷ്യൻ്റ് കെയർ ആണ് ഫസ്റ്റ്. പേഷ്യൻറ്റിന് എന്താ വേണ്ടതെന്ന്, ദാറ്റ് ഈസ് ആ ജോബ് ടു കൺവേ. എന്നിട്ടൊരു പ്ലാൻ പറഞ്ഞു കൊടുക്കും. ആ പ്ലാൻ ഷുഡിങ് കോൺട്രഡിക്ട് വിത്ത് ആ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ. അത് അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്, ദാറ്റ് ഈസ് ദർ സ്കിൽ. എങ്ങനെയാണ് പല ആൾക്കാർക്കും കൺവേ ചെയ്യുന്ന രീതി, പല ആൾക്കാർക്കും മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഇൻ ആ പ്ലേസസ് ഇവർ വലിയൊരു ഫിയർ, മെയിൻലി അവർ മലബാർ കമ്മ്യൂണിറ്റീസിലാണ് ഞാൻ അത് കണ്ടിരുന്നത്. വലിയ ഫിയർ, പൈസ കുറേ ആവുമെന്നൊരു ബാക്ക് ഓഫ് ദി മൈൻഡ് ഒരു പേടിയുണ്ടാവും, എന്ത് രോഗം അറിയുമ്പോൾ. സോ വി ക്യാൻ നോ, വെരി ട്രിഗേർഡ് ആവും ചില കാര്യങ്ങൾ പറയുമ്പോൾ. ചിലത് അവർ ഉൾക്കൊള്ളും. സോ വാട്ട് വി ഡു ഇസ് വി ഗിവ് ദം സം ടൈം. വീണ്ടും അതേ കാര്യം ഒന്ന് ചോദിക്കും, ചിലപ്പോൾ ഒരേ കാര്യം 3 തവണ ചോദിക്കും, ചിലപ്പം ഡിഫറെൻറ്റ് ബൈസ്റ്റാൻഡേഴ്സ്, ഒരേ ഫാമിലി, എന്താണ് സാർ വേറെ ഉണ്ടോ. അപ്പോൾ ഇടയ്ക്ക് നമ്മളെ ദേഷ്യം വരും പുറത്ത്. ഇപ്പം ഇറ്റ്സ് എ ഹ്യൂമൻ തിങ് ഐ ഫീൽ. നമ്മൾ പറയും, ഓൾറെഡി ഒരു 1-2 ആൾക്കാരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റാത്ത ഇത് യഥാർത്ഥ പ്രശ്നം. പേഷ്യൻറ്റിൻ്റെ രോഗത്തുനിന്ന് മാറി ഈ പ്രശ്നത്തിലോട്ട് മാറും. പീപ്പിൾ ഡൈവേർട്ട് ഓർ ചാനൽ ദർ ആങ്കർ ബിക്കോസ് ഓഫ് സം അതർ റീസൺസ്, മേ ബി ബിൽസോ എന്താണോ അറിയില്ല, ഇമോഷൻസ് ഒക്കെ ഉണ്ടാവും. സോ അതൊക്കെ നമ്മൾ നത്തിങ് ടു ബി ടേക്കൺ സീരിയസ്ലി. ഇഡിയിലുണ്ടാവും നമ്മളെപ്പോഴും പ്രശ്നം സോൾവ് ചെയ്യാനാണ് നോക്കണ്ടേ, നമ്മളായിട്ട് പ്രശ്നം. പുറത്തൊക്കെ ആണെങ്കിൽ വേറെ കട, സൂപ്പർ മാർക്കറ്റ്, അവിടെയൊക്കെ ആണെങ്കിൽ അടികളൊക്കെ കാണാം. പക്ഷേ ഇഡിയിൽ നോട്ട് ബിക്കോസ് ഓഫ് us. പിന്നെ എന്താണ് എപ്പോഴുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ മെഡിസിനൊക്കെ പറഞ്ഞാൽ അപ്ഡേറ്റ്സ് വളരെ പെട്ടെന്നുണ്ടാവും. ഓ യെസ്, ഇങ്ങനെ കീപ്പപ്പ് ചെയ്ത് നിൽക്കുക. അത് കണ്ടിന്യൂസ്ലി വി നീഡ് ടു ബി അപ്ഡേറ്റഡ്. CMEs ഉണ്ടാവും, അറ്റൻഡ് ചെയ്യണം. പേപ്പേഴ്സ്, ജേർണൽസ് ഇതൊക്കെ ആയിട്ട് വായിക്കണം. എല്ലാം വർഷം മെഡിക്കേഷൻ മാനേജ്മെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റഡി തന്നെയല്ലേ, കണ്ടിന്യൂസ് സ്റ്റഡിയിലും തന്നെ അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോകണം. ഇതൊരു പാഷനുള്ളവർ എടുക്കേണ്ട ഒരു ഫീൽഡ് തന്നെയാണ് ആക്ച്വലി. യെസ്. അപ്പോൾ എമർജൻസി മെഡിസിനിലൊക്കെ വരാൻ താല്പര്യമുള്ള ആൾക്കാരോട് എന്താ പറയാനുള്ളത്? എമർജൻസി മെഡിസിൻ ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് സബ്ജക്റ്റ് or a branch. I would say more of a branch. Why? Because ഇതൊരു ടൈം ടു ടൈം ബേസ്ഡ് ജോബാണ്. കോർപ്പറേറ്റ് ഓഫീസ് വർക്ക്സ് ഒക്കെ ഉള്ള പോലെ ഒരു 2 ഷിഫ്റ്റ് അല്ലെങ്കിൽ 3 ഷിഫ്റ്റിൽ വർക്ക് ചെയ്യണമെങ്കിൽ 8 hours ആണെങ്കിൽ ഫ്രം 8 PM to 2 PM, ഫ്രം 2 PM to 8 PM, അങ്ങനെ ആ രീതിയിലൊക്കെ ആയിട്ട് ഫ്രം 2 PM to 10 PM. ഓക്കെ, സോ അങ്ങനെ ടൈം ടു ടൈം ബേസ്ഡ് ജോബാണ്. സോ യു ക്യാൻ ഓർഗനൈസ് യുവർ ലൈഫിനൊരു റുട്ടീൻ കൊണ്ടുവരാം. യു ക്യാൻ ക്ലബ് യുവർ ലീവുകൾ വേണമെങ്കിൽ ഒരു മന്തിൽ യു ക്യാൻ ക്ലബ് ഇറ്റ് ടുഗെദർ. എന്നിട്ട് വേണമെങ്കിൽ എടുത്തിട്ട് വെക്കേഷനൊക്കെ എവിടെയും പോകാം. ഇതൊക്കെ ലെഷർഫുൾ തിങ്സാണ് ഞാൻ പറഞ്ഞത് ആദ്യം. ഇന്നെ ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് ഡോക്ടർ, വൺ ഓഫ് ദി ബെസ്റ്റ് തിങ് വാട്ട് ഐ വുഡ് സേ ഇസ്, എമർജൻസി മെഡിസിനിൽ കണ്ടുവരുന്നത് ദ ക്രീം ഓഫ് ഓൾ ഡിസീസസ്. എല്ലാ അസുഖങ്ങളും രോഗങ്ങളും ഏറ്റവും ബെസ്റ്റ് പാർട്സാണ് നമ്മൾ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ. ഇഫ് യു ആർ ലവിങ് ദ സബ്ജക്റ്റ്, മെഡിസിൻ, ജനറൽ സർജറി, വോട്ടെവർ, അതിൻ്റെ ഏറ്റവും ക്രിട്ടിക്കൽ സ്റ്റേറ്റിലാണ് വരുന്നത്. സോ അത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളിതിൽ എല്ലാ അസുഖത്തിൻ്റെ എല്ലാം പഠിക്കണ്ട. നമ്മൾ സിലബസ് തന്നെ അങ്ങനെ ചില ബ്രാക്കറ്റ് ലെറ്റർ ഉണ്ട്, ഡു നോട്ട് റീഡ് ബിയോണ്ട് ദിസ്, ഇറ്റ്സ് റിട്ടൺ ഇൻ ദാറ്റ്. യാ, എമർജൻസി മെഡിസിൻ, ബിക്കോസ് എമർജൻസി മെഡിസിൻ വി ഡീൽ വിത്ത് എവറിത്തിങ്, ഓൾ ലിറ്ററലി എവറിത്തിങ്. പ്രസവം, എമർജൻസി ആയിട്ട് പ്രസവം വന്നാൽ പ്രസവം എടുക്കണം. കൈ എല്ല് പൊട്ടി വന്നാൽ അത് പിടിച്ച് ആദ്യം നിവർത്തിയിടണം. ബ്ലഡ് സപ്ലൈ ഉണ്ടോ ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, ഇനി ഹാർട്ട് റിലേറ്റഡ് പേഷ്യൻ്റ് വന്നാൽ അതെടുക്കണം. സിവിയർ പെയിൻ, ഓക്കെ, റുമറ്റോയ്ഡ് ആർത്രൈറ്റീസോ SLEയോ വലിയ വലിയ മാരക രോഗങ്ങളുണ്ട്, ഫൈബ്രോമയാൽജിയ, വേദന കുറയ്ക്കണം. അപ്പോൾ അതിന് സെഡേഷൻ കൊടുക്കണം. അപ്പോൾ വീണ്ടും അനസ്തീഷ്യക്കാരുടെ ജോലി അവിടെ വന്നു. ഓക്കെ, OBG വന്നു, ഓർത്തോപീഡിക്സിന് ജോലി വന്നു. അനസ്തീഷ്യൻ്റെ ചിലപ്പം ഈ പേഷ്യൻ്റ് ഇൻറ്റ്യൂബേറ്റ് ചെയ്യണം, ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ കുറച്ചേരം വെൻറ്റിലേറ്ററിൽ ഇട്ടിട്ട് മേ ബി എ ഡേ വെച്ചതിന് ശേഷം വി കൻ ഗെറ്റ് ദം ബാക്ക്. COPD പേഷ്യൻസ്, ബ്രോങ്കിയൽ ആസ്മയായിട്ടൊക്കെ വരുന്നത്, അക്യൂട്ട് എക്സാസ്പിറേഷനൊക്കെ വരുന്ന പേഷ്യൻ. അപ്പോൾ അവിടെ ഇവരെ മയക്കണം, മെൻ്റലി
ആൻഡ് ഫിസിക്കലി. അപ്പോൾ 2-3 ഡ്രഗ് കൊടുക്കണം. അത് അനസ്തീഷ്യക്കാരെ പണിയാണ്. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംതിങ് ഓഫ് എവറിത്തിങ്. സോ ഹൗ വി ഡിസ്ക്രൈബ് അവർ സെൽഫ് ഇസ് ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ, ബട്ട് സ്റ്റിൽ വി ആർ ബെറ്റർ. സോ അത് വരും. അതിലൊരു ഇതുണ്ടാവില്ല ഞങ്ങളുടെ അത് ആൾക്കാർ ഇപ്പം അക്സെപ്റ്റ് ചെയ്ത് വരുന്നുള്ളൂ. ഇപ്പോൾ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. പൊതുവെ ഇങ്ങനെ വരുമ്പോൾ ഇത് പണ്ട് മറ്റേ ഡിപ്പാർട്ട്മെൻറ്റ് സ്പെസിഫിക്കലി ചെയ്തിരുന്ന കാര്യങ്ങളാണ് പലതും. അവരെ പല രോഗങ്ങളും നമ്മൾ ആദ്യം മാറ്റി കൊടുത്തിട്ടാണ് either we send them home or we send them to the preferred OPDs. അപ്പം നേരത്തെ SLE എന്ന് പറഞ്ഞല്ലോ. SLE ഒരു വാദത്തിൻ്റെ ഒരു കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡർ ആണ്. സിസ്റ്റമസ് ലൂപ്പസ് എറിത്തമാറ്റസ് പറഞ്ഞിട്ട് അതൊരു സിസ്റ്റം ഓഫ് ഇഞ്ചറീസ്, ഐ മീൻ പത്തോളജീസ് ഉണ്ടാക്കുന്നുണ്ട് ശരീരത്തിൽ. സ്കിന്നിൽ മാനിഫെസ്റ്റ് ചെയ്യും, ബ്ലഡിൽ. സോ ഇറ്റ്സ് എ സ്ലോ കില്ലിങ്. ഇറ്റ്സ് എ വെരി പെയിൻഫുൾ കണ്ടീഷൻ. ഇറ്റ്സ് വെരി അതിൻ്റെ ഫെറ്റാലിറ്റി, ഐ മീൻ ദ മൊർട്ടാലിറ്റി ഈസ് ലിറ്റിൽ ഹൈ ഫോർ ദാറ്റ്. യെസ്. മറ്റേ ഈ പെട്ടെന്ന് തീരുമാനം എടുക്കാൻ അത് നിങ്ങളുടെ ബൈ ഇയേഴ്സ് ആണ്. എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് തന്നെയാണ്. ഡിസിഷൻ മേക്കിംഗ് അത്ര പെട്ടെന്ന് എടുക്കണമല്ലോ. വെരി ഫാസ്റ്റ് വി ഹാവ് ടു ബി. അത് ട്രെയിൻ ചെയ്തിട്ടാണ് ഉണ്ടാവുന്നത്. അത് ഞാനൊക്കെ ഫസ്റ്റ് ഇയറിൽ ഇൻ മൈ റെസിഡൻസി ഫസ്റ്റ് ഇയർ വെൻ ഐ കെയിം ടു ബേബി ഐ വാസ് ഷോക്ക്ഡ്. എങ്ങനെയാണ്, ഹൗ ഡു ദേ ഡു ഇറ്റ്, സോ മെനി മാനേജ്മെൻറ്റ്. ഒരു പോളിട്രോമ വന്ന് ആക്സിഡൻറ്റ്, തല പൊളിഞ്ഞിട്ടുണ്ട്. പൊളിഞ്ഞിട്ടും പേഷ്യൻ്റ് ഇസ് കോൺഷ്യസ്, മൂവിങ് അറൗണ്ട്, ബ്ലഡ് ഈസ് ലൂസിങ് ഔട്ട്. അപ്പം വേറെ സ്ഥലത്തും ബ്ലീഡിങ് ഉണ്ട്. അവിടെ സ്യൂച്ചർ ചെയ്യണം, ഇവിടെ സ്യൂച്ചർ ചെയ്യണം, ഓക്സിജൻ കൊടുക്കണം, കൂടുതൽ മരുന്ന് കൊടുക്കണം, വേറെ എവിടെയും അകത്ത് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടോ നോക്കണം, OT കയറ്റണോ അല്ലെങ്കിൽ CT എടുക്കണോ. ഇതെല്ലാം വിതിൻ 15 minutes മാനേജ്മെൻറ്റ് ഷുഡ് ഹാപ്പൻ. അതൊരു ക്രേസിയാണ്. യെസ്. റിയൽ ലൈഫിക്കും ആവശ്യമുള്ളൊരു റിയൽ ലൈഫ്. യെസ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് വാട്ട് ഐ ഹാവ് റിയലൈസ്ഡ്. ഒരു ഔട്ട്സൈഡ് മെഡിക്കൽ ആസ്പെക്റ്റിൽ എനിക്ക് ഡെവലപ്പായ ഒരു ഇത് തോന്നുന്നത്, ബീങ് ഇൻ എമർജൻസി എല്ലാം പ്ലാനിങ് ആണ്. ഓക്കെ, പെട്ടെന്ന് പ്ലാൻ ചെയ്യണം പേഷ്യൻസിന് എന്താ ചെയ്യേണ്ടത്. ഈ ഒരു അസുഖമായിട്ട് വന്ന് ഈ മരുന്ന് കൊടുക്കുക, ഇവരെ ഇൻഫോം ചെയ്യുക, ഈ ഇൻവെസ്റ്റിഗേഷൻസ് അയക്കുക. പിന്നെ അടുത്ത എന്താ, ഈ പേഷ്യനെ കൂടി ഷിഫ്റ്റ് ചെയ്യേണ്ടത് കാത്ത് ലാബോ, OTയോ, റൂമോ, വാർഡോ, വെറെവർ. സോ by over the time you keep seeing the subjects or patients, planning will come into your life. ഇനിയിപ്പോൾ റിയൽ ലൈഫിൽ എന്തെങ്കിലും കുടുങ്ങി തപ്പി തുടങ്ങിയാൽ പെട്ടെന്ന് പ്ലാനിങ്, ആ പ്ലാനിങ് കംസ് ഓട്ടോമാറ്റിക്കലി. ഇത് ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു. എൻ്റെ സീനിയേഴ്സ്, പഠിച്ചിറങ്ങിയ സീനിയേഴ്സാണ്, വി ഹാഡ് എ ഡിസ്കഷൻ ആൻഡ് ദാറ്റ്സ് when they said നമ്മൾ ആക്ച്വലി പ്ലാനേഴ്സ് അല്ലേ, ഗുഡ് പ്ലാനേഴ്സ്. ട്രൂ. പിന്നെ എന്താണ് ഇപ്പോൾ പുതിയ വരുന്ന ടെക്നോളജി ഒക്കെ ഇല്ലേ, നമ്മളെ AI-യും. യെസ്. ഇതൊക്കെ എന്തെങ്കിലും ഫ്യൂച്ചറിൽ പുതിയ സാധനങ്ങൾ വരുന്നുണ്ടോ? എന്താണ് ഗെയിം ചേഞ്ചേഴ്സ് വരുന്നുണ്ടോ? യെസ്, ഗെയിം ചേഞ്ചേഴ്സ് ആണ് അവർ. ദ വേ ഹൗ യു സ്റ്റഡി അനാറ്റമി ഇറ്റ് സെൽഫ് അവർ AI-യിൽ. ഓക്കെ, ബേസിക്കലി AI is a threat I feel. Profession, yeah. ഇതിൽ കോൺട്രവേഴ്ഷ്യൽ ആയിരിക്കും if I bring up the topic. Okay, a lot of my good friends and very close friends are there who belong to the department. Apparently they say, what they say is AI has got to a point where they are actually better at diagnosing the CT, MRI, radio imaging. They are able to pick up the disease, age, everything of the patient. എല്ലാം ഇപ്പം അടുത്തുണ്ടായിരുന്നു ഡോക്ടർ കണ്ടുപിടിക്കാത്തൊന്ന് AI കണ്ടുപിടിക്കും. ബട്ട് അത് നമുക്ക് വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ ഡിസിഷൻ മേക്കിംഗ്, ലെറ്റിംഗ് ഇറ്റ് ഔട്ട്, അവർ പലതും ഉണ്ട്. ദാറ്റ് ഹാസ് ടു റിമെയിൻ വിത്ത് ഹ്യൂമൻസ്. So they are trying to implement that, the emotional quotient also to the AI, which is very dangerous, I feel. Okay, study must be, or the research must be going on right now. So adinodu ullum baaki. So radiology is one of the department that could be threatened in future. Okay, but still in radiology super specialization, interventional radiologist, they will hold on. AI is coming into all other departments. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പോർട്ടബിൾ അൾട്രാസൗണ്ട്സ് സാധനം ജസ്റ്റ് വെച്ച് നോക്കിയാൽ മതി, നമുക്ക് തന്നെ ഡിസീസസും കാര്യങ്ങളൊക്കെ കിട്ടും. അതിന് നല്ല എക്സ്പെൻസീവ് ആണ്. ഇറ്റ്സ് അറൗണ്ട് 10, 15, 20 lakhs ഒക്കെ സാധനങ്ങളാണ്. ഓക്കെ, സോ ഓൾറെഡി അൾട്രാസൗണ്ട് മെഷീൻ ഈസ് വൺ തിങ് ദാറ്റ് ഈസ് ബീങ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ഓൾ ദി ഇയേഴ്സ് ഫോർ ED ഇൻ ദ റീസെൻറ്റ് ലാസ്റ്റ് 2 years. ഇത് വെച്ചിട്ടാണ് കുറേ സാധനങ്ങൾ നമ്മൾ. അപ്പം ഞങ്ങൾ റേഡിയോളജിസ്റ്റിന് പണിയെടുത്ത് സ്കാനിങ് ഞങ്ങളതും ചെയ്യും, എക്കോ ചെയ്യും, ബേസിക് എക്കോ, ബെഡ് സൈഡ് എക്കോ ചെയ്യും,
ഫ്രീ ഫ്ലൂയിഡ്സ് വയറിലുണ്ടോ എന്ന് നോക്കും, എക്ടോപിക് പ്രഗ്നൻസീസ് ഉണ്ടോ എന്ന് നോക്കും, ബ്ലാഡറിൻ്റെ അകത്ത് കത്തീറ്റർ പ്ലേസ്ഡ് ആണോ, പലതും നോക്കാം. ഐ ത്രോട്ട് ട്യൂബൊക്കെ പ്ലേസ്ഡ് ആണോ. ഇറ്റ്സ് എ വെരി ഹെൽപ്ഫുൾ തിങ്. സോ ഇതിൻ്റെ AI അഡ്വാൻസ്ഡ് വേർഷൻസ് ഉണ്ട്. സ്റ്റെതസ്കോപ്പിൻ്റെ AI implemented. I mean, AI പറഞ്ഞാൽ I feel like that name is little it's a overstatement അല്ലേ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ആ പേര് പദവി കൊടുക്കാൻ മാത്രമില്ല. ഇത് ബേസിക്കലി ദേ ഫോളോയിങ് ആൻ അൽഗോരിതം. അത് ശരി തന്നെയാണ്. പക്ഷെ അത് ഫസ്റ്റ് ഫോം അല്ലേ? ഫസ്റ്റ് ഫോമാണ്. ഫ്യൂച്ചർ കണ്ടിട്ടാണ് AI. That is what as of now, yes. ഇപ്പം so like today I had a discussion with one of my colleagues, പുള്ളിക്കാരൻ ജനറൽ മെഡിസിൻ ഡോക്ടർ. He had a stethoscope with a litmus stethoscope, ബ്ലൂടൂത്ത് കണക്റ്റഡ്, ആംപ്ലിഫൈഡ്. ഹാർട്ട് റേറ്റും ഇതൊക്കെ ഐഫോണിൽ കേൾക്കാം. ഇത് മാറ്റിയിട്ട് ഇത് ഇവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്യാം. ഇഫ് യു ഡിസ്കണക്ട് യു ക്യാൻ കണക്ട് ടു എയർപോർട്ട്സ്. ബ്യൂട്ടിഫുൾ. പുള്ളിക്കാരൻ അത് മാറ്റി മറ്റേതിലോട്ടാക്കാൻ. ഇതാണ് കൺവീനിയൻസ്. ഈ ഒരു വടി പോലത്തെ ചെറിയ സാധനം വെച്ച് നോക്കിയാൽ മതി. പക്ഷേ ആൾക്കാർക്ക് പീപ്പിൾ ആർ നോട്ട് ഗെറ്റിംഗ് സാറ്റിസ്ഫൈഡ് നമ്മുടെ നാട്ടിൽ. സോ യു ഹാവ് ടു ഗെറ്റ് ബാക്ക് ഇൻ ടു ദാറ്റ്. But still, so AI is there in that. അതിൽ murmurs, irregular heart beats, sounds. ചില COPD പേഷ്യൻസിൽ നോർമൽ സ്റ്റെതസ്കോപ്പിൽ കേൾക്കില്ല. വീസോ അല്ലെങ്കിൽ വേണ്ട കേൾക്കേണ്ട സൗണ്ട് കേൾക്കില്ല. സൈലൻറ്റ് ചെസ്റ്റൊക്കെ. ബട്ട് ദിസ് സ്റ്റെതസ്കോപ്പ് is able to pick up and they're able to write and show it in the phone. So yes, AI is innovating. അതുകൊണ്ട് വലിയ പണി അല്ലേ? 5-10 വർഷം കഴിഞ്ഞ് ഗെയിം ചേഞ്ചറിനെ വേറെ ലെവലിലായിരിക്കുമല്ലേ ഇപ്പൊ തന്നെ കളി കളിക്കുന്നുണ്ടെങ്കിൽ. ഈ പഠന മേഖലയിലൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. സോ ദിസ് ആപ്പിളിൻ്റെ VR ഉണ്ടല്ലോ, VRൻ്റെ അകത്ത് ഹ്യൂമൻ അനാറ്റമി പഠിക്കാൻ ബ്യൂട്ടിഫുൾ ഇട്ട്. അത് ഓരോ കട്ട് സെക്ഷൻസ് ആയിട്ട് സ്ലൈസ് ചെയ്യാം, എങ്ങനെ പോകുന്ന പഠിക്കാം 3D മോഡലായിട്ട്. അപ്പം അങ്ങനെ തന്നെ വെച്ച് നോക്കിയിട്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന ടൈമിൽ ആദ്യം ബുക്ക് വായിക്കും, എന്നിട്ട് ഫുള്ള് 70% കിട്ടും. അതിലെങ്ങനെ ഇപ്പോൾ ഇപ്പം ഹൗ ടു സേ ഒരു ബ്ലഡ് വെസൽസ് ഓർ നെർവ്സ് ഓർ മസിൽസ് അവർ ഇതിൽ കൂടെ പോകും, ഇവിടെ അറ്റാച്ച്ഡ് ആണ് ബോണ്ട് ഈ ഭാഗത്ത്. അപ്പം ഫുൾ സങ്കല്പം പിന്നെ പിക്ചറിൽ കാണുന്നത് ചിലപ്പോൾ എല്ലാം കയറണമെന്നില്ല. സോ വീഡിയോ ഹെൽപ്ഡ് us a lot. This you can play with it. അത് ശരിക്കും നമുക്കിങ്ങനെ അപ്പോൾ പിന്നെ അടിപൊളിയല്ലേ? പിന്നല്ല MBBS ഇവിടെയൊക്കെ കൊണ്ടുവരണല്ലേ പഠിപ്പിക്കുന്ന കോളേജിലൊക്കെ എല്ലാവർക്കും. എൻ്റെ കോളേജിൽ ഞാൻ ഇറങ്ങാൻ നേരത്തെ, ഞാനിപ്പോൾ മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. അവിടെ വെർച്വൽ ഡൈസെക്ഷൻ ഓഫ് ദി ബോഡി ഉണ്ടായിരുന്നു. ഒരു വലിയൊരു സിമുലേഷൻ ആയിരുന്നു. സിമുലേഷൻ ഓഫ് എ ഹ്യൂമൻ ബോഡി. ഇറ്റ്സ് എ ബിഗ് ടേബിൾ. അതിൽ ഹ്യൂമൻ ബോഡി വരും, കാണിക്കും, ഓപ്പൺ അപ്പം കട്ട് ഓപ്പൺ. വെരി എക്സ്പെൻസീവ്. ഒക്കെ എല്ലാം മെഡിക്കൽ കോളേജസിൽ വന്നാൽ ഈസി ആയിട്ടല്ലോ. സിമുലേഷൻ ആണല്ലേ? സിമുലേഷൻ ആണ്. ഒറിജിനൽ വെക്കുമ്പോഴല്ലേ നമുക്ക് അത് പോവാ. ഇന്ത്യ ഇസ് വൺ ഓഫ് ദ ഫ്യൂ കൺട്രീസ് വേർ വി ഹാവ് കാഡാവേഴ്സ്. ഇങ്ങനെ സുലഭമായിട്ട് കിട്ടുന്നത്, നമുക്ക് ബോഡി പഠിക്കാൻ കിട്ടുന്നത്. ഈ മിഡിൽ ഈസ്റ്റും അവിടെ ഒന്നും അവൈലബിൾ ആണ്, ബട്ട് നോട്ട് സോ അവൈലബിൾ. അതിൻ്റെ ഒരു കഥ എനിക്ക് പറയാനുണ്ട്. അതായത് എൻ്റെ ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആള് എന്താ വെച്ചാൽ ആളുടെ ഇതൊന്ന് ഓർഗൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ബോഡികൾ അല്ലെങ്കിൽ എന്താ ആവശ്യമുള്ളത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന ടീമാണ്. അപ്പോൾ ഇവർ 2 വർഷമൊക്കെ പറയുന്നത്. ഇപ്പോൾ ഒരു നല്ല സ്മോക്ക് ചെയ്ത ഒരാളുടെ ലങ് വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷമൊക്കെയാണ് അവർ പറയുക. പക്ഷെ ഇവർ 2 മാസം കൊണ്ട് എത്തിക്കുന്ന പറഞ്ഞു. അത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞാൽ ആഫ്രിക്കയിൽ നിന്നൊക്കെ പോയി കൊണ്ടുവരാൻ. മാത്രമല്ല നമ്മുടെ നാട്ടിൽ അനാഥമായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ റോഡിലും ഒക്കെ തിരിഞ്ഞെടുക്കുന്നത്. ഒരു അവർക്ക് വേറെ ഒരു കണക്ഷൻ ഇല്ലാത്തതോ ഫാമിലിയിൽ ബാക്ക്ഗ്രൗണ്ട്സ് ഇല്ലാത്തതോ അങ്ങനെയൊക്കെ ആൾക്കാർ മരണപ്പെടുന്നതൊക്കെ മോസ്റ്റ് ഓഫ് ദം ഗോസ് ടു ദ മെഡിക്കൽ കോളേജസ്. അവർ പോയിട്ട് ദേ ഗോ ടു ഗോ 6 month ഫോർമാലിഡിഹൈഡ് സബ്മേഷൻ. എന്നിട്ട് അങ്ങനെയൊക്കെയാണ് ആദ്യം ബ്ലഡൊക്കെ സക്ക് ചെയ്തെടുക്കും. എന്നിട്ട് ദേ ആർ പുട്ട് ഇൻ എ ടാങ്ക്സ്. പിന്നെ സ്മെല്ലൊന്നും വരാതെ ഡീക്കേ ആവാതെക്കാണ്. ശരിക്കും മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബോഡി പഠിക്കാൻ കൊടുക്കുന്ന നല്ലൊരു കുറേ പേരായി ചെയ്യുന്നുണ്ട് വളരെയധികം. Who was it? A famous lady. She recently donated her body like that. Yeah. So a lot of people are doing. Educated people, philanthropists. I know a few of them. Yeah. They have also done it. പിന്നെ പബ്ലിക് അറിഞ്ഞിരിക്കേണ്ട ഇപ്പോൾ ഡോക്ടേഴ്സ് ഇപ്പോൾ എന്താണ് എംപത്തറ്റിക്കൽ ആവണം എന്ന് പറഞ്ഞല്ലോ. ഡോക്ടറിൻ്റെ ഷൂസിൽ നിന്നിട്ട് ഞങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? എന്തിലൂടെ നിങ്ങൾ പോകുന്നത്? ഞങ്ങളെന്താ അറിയാതിരിക്കുന്നത്? ഞങ്ങളെന്താ നിങ്ങളെ മനസ്സിലാക്കാത്തെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഓക്കെ, അത് യു കാൺ ബ്ലെയിം ഇറ്റ് ഓൺ ഹ്യൂമൻസ്, ബട്ട് അത് ആൾക്കാർ ചിന്തിച്ചു തുടങ്ങിയാൽ വിൽ ബി എ ഗുഡ് തിങ്. വാട്ട് ഈസ് ഇറ്റ്? ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ
ഇവർക്ക് വരെ ബുദ്ധിമുട്ട് മാറ്റണം. ആരുതായാലും വേദന ആണെങ്കിലും എന്തായാലും whatever it is, ഹെയർ ലോസ്, എന്ത് അസുഖങ്ങളായിക്കോട്ടെ അത് മാറലാണ്. സോ ഇറ്റ്സ് മോർ ഓഫ് റിസീവിങ് ഫ്രം ദ ഡോക്ടർ. ഇവർക്ക് കൂടുതൽ കിട്ടാനാണ്. ഇവർക്ക് ആരും അവിടെ ഡോക്ടറിൻ്റെ സൈഡ് ചിന്തിക്കില്ല. ഡോക്ടറിൻ്റെ സൈഡ് ഇവർക്ക് ചിന്തിക്കാൻ തുടങ്ങൽ മീൻസ് പേഷ്യൻ്റ് ഇസ് ബെറ്റർ, അല്ലെങ്കിൽ ആൾക്കത് കിട്ടുമ്പോഴാണ് ഓക്കെ നല്ല ഡോക്ടറായിരുന്നു, ഹീസ് ഹാപ്പി, ഹീ സാറ്റിസ്ഫൈഡ്. ഓക്കെ, സോ very few people of that, they come back to us. We don't want them to come back to us. അങ്ങനെ മനസ്സിൽ നോക്കരുത്. Never expect anything from them. So some people come, when they come, yeah, it's a very blushing moment. എനിക്കങ്ങനെ. So like yeah, so very few people come. ചില ആൾക്കാർ ചടപ്പുകൊണ്ട് വരില്ല, ചില ആൾക്കാർ, most of them don't come. അത് അതിന്റെ ഇതല്ലേ പ്രൊഫഷണൽ. പ്രൊഫഷണൽ, ഞങ്ങളെ പ്രൊഫഷൻ അതാണ്. what I feel is whenever I go to any place, the കാരണം why I get angry at some place if I go, ഞാൻ എൻ്റെ പ്രൊഫഷനിൽ I'm doing my 100%. I expect the others also to do in every profession. We are dealing with patients. Our ultimate thing is to relieve the patient from the misery what he is in. അല്ലേ, എന്ത് ബുദ്ധിമുട്ടായാലും മാറ്റിക്കൊടുക്കും. അത് നമ്മളെ ജോലിയാണ്. നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ വേറെ ആരും ചെയ്യാം. നമ്മൾ ചെയ്യാനായിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ മൈൻഡ് സെറ്റ് അങ്ങനെ ആവും. അപ്പോൾ അതിന് സൊസൈറ്റിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കുറവുകളും കൂടുതലൊക്കെ ഉണ്ടാവും വേറെ പലതിനും. നിങ്ങളെ മറ്റേ എന്താണ് ഓത്തില്ലേ, ഹിപ്പോക്രേറ്റ്സ് ഓത്ത്, ഭയങ്കര എല്ലാ ഡോക്ടേഴ്സും അത് ഫോളോ ചെയ്യുന്നു. എല്ലാ ഡോക്ടേഴ്സും ഫോളോ ചെയ്തത്, എല്ലാ ഡോക്ടേഴ്സും ഫോളോ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ഡോക്ടറല്ല. എന്തൊക്കെയാണ് അതിൻ്റെ മേജറായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്? മേജറായിട്ടുള്ള എന്താ, വോട്ട് സേ ഹിപ്പോക്രേറ്റ്സ് ഓത്ത്, എ സോളംലി ഓത്ത്, പേഷ്യൻസ് ലൈഫ്, നോട്ട്, അതിൽ കുറേ ഉണ്ട്. ബേസിക്കലി ഹിപ്പോക്രേറ്റ്സ് ഓത്തിൽ പറയണമെങ്കിൽ ഫുള്ള് പറയണ്ടല്ലേ, കുറേ ഉണ്ട്. രത്നച്ചുരുക്കം ഉണ്ടോ? രത്നച്ചുരുക്കം, രത്നച്ചുരുക്കം മീൻസ് ലൈക്ക് വാട്ട്? രത്നച്ചുരുക്കം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കംപ്രസ് ചെയ്തിട്ട് ഡയമണ്ട് ആക്കിയിട്ടുള്ളതുണ്ടോ? ഓക്കെ. അൽസാഫേ, ഈ നേരത്തെ പറഞ്ഞു കരിപ്പൂര് ഫ്ലൈറ്റ് അപകടത്തിൽ ഫുൾ കഥ ഈ പറയണം, എന്തുണ്ടായത്? അത് ആക്ച്വലി 2020 ഓഗസ്റ്റ് ആ ടൈമിലാണ്, റെസിഡൻസി പീരീഡിലാണ്. സോ നമുക്ക് റെസിഡൻസി ടൈമിൽ ടൈം ടു ടൈം ബേസ്ഡ് ഷിഫ്റ്റാണ്. എൻ്റെ നൈറ്റ് ഷിഫ്റ്റാണ് അന്ന് രാത്രി. സോ ഷിഫ്റ്റ് സ്റ്റാർട്ട്സ് അറ്റ് അറൗണ്ട് 9 o'clock. സോ 8 o'clock I'm getting a call from the hospital. There's been a flight crash. നമ്മൾ കരിപ്പൂർ എയർപോർട്ട്, എൻ്റെ വീട് സ്ഥിതി ചെയ്തിരിക്കുന്നത് പുത്തൂർ പള്ളിക്കൽ പറഞ്ഞ സ്ഥലത്താണ്. ഇറ്റ്സ് ആക്ച്വലി 3 kilometers away ഫ്രം ദി എയർപോർട്ട്. ഞാൻ അറിഞ്ഞില്ലല്ലോ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ക്രാഷ് ഉള്ളത്. ദാറ്റ് വാസ് വെരി ലൈവ്. റാപ്പിഡ് റെസ്പോൺസിന് വേണ്ടിയിട്ട് എല്ലാ ഹോസ്പിറ്റലുകൾക്കും വിളി പോയതാണ്. സോ ഇവർ പറഞ്ഞു എമർജൻസി യൂണിറ്റ് ഗെറ്റ് ഡൗൺ. ഐ വാസ് ഇൻ കാലിക്കറ്റ് ആൻഡ് ആംബുലൻസ് വാസ് പാസിങ് ബൈ മൈ ഫ്ലാറ്റ്. ഞാൻ വർക്ക് ചെയ്തിരുന്ന, ഞാൻ റെസിഡൻസി ചെയ്തിരുന്ന ഹോസ്പിറ്റൽ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ആംബുലൻസ് അവിടെ വന്നു, പിക്ടസ് അപ്പ്. നമുക്കും ആദ്യമായിട്ടാണ് ഒരു ഡിസാസ്റ്റർ സംഭവിക്കുന്നത്. നേരെ ആ സ്ഥലത്തേക്ക് പോകാനാണ്, ആ സ്ഥലത്തോട്ട് പോകുന്നത്. ദ ജേർണി ടുവേർഡ്സ് ദ ഫ്ലൈറ്റ് ക്രാഷ് സൈറ്റ് വാസ് ഫുൾ ഓഫ് ആംബുലൻസസ്. ലിറ്ററലി നമ്മുടെ നാട്ടുകാർ എല്ലാ വണ്ടികളും മാറി തന്നിട്ടുണ്ട്. ഉള്ളി ആംബുലൻസസ് മാത്രം, ഓവർടേക്കിംഗ് ആംബുലൻസസ്. സോ അവിടെ എത്തി. അതൊരു കോവിഡ് ടൈമാണ്. It's a COVID peak time, okay? So we all are in our PPE kits. This flight contained COVID patients also. So obviously we all were in our kits. അവിടെ ഇറങ്ങിയപ്പോഴും മഴ, ഒടുക്കത്തെ റെയിൻ ആയിരുന്നു. ആൻഡ് ദെൻ വി വർ റണ്ണിങ് ടുവേർഡ്സ് ദ ഫ്ലൈറ്റ് ക്രാഷ് സൈറ്റ്. ആദ്യം കാണുന്ന വിഷൻ കുറച്ച് ഭയാനകരമായിരുന്നു. സ്മോക്ക് വരുന്നുണ്ടായിരുന്നു, മുൻഭാഗം മുറിഞ്ഞെടുക്കായിരുന്നു. ഇറ്റ് വാസ് എക്സ്പോസ്ഡ് ഓൺ ഫ്രണ്ട്. സോ അതിൻ്റെ അകത്ത് ഇപ്പോഴും ആൾക്കാരുണ്ട്, ദേ വർ സ്റ്റക്ക്. സോ ആദ്യം ഞങ്ങൾ ഓടി എത്തുന്ന ടൈമിൽ സഡൻലി ആ കൂട്ടത്തിൽ നിന്ന് ആരോ സ്പിരിറ്റ് ലീക്കായിട്ടുണ്ട്, AV സ്പിരിറ്റ് ഇസ് ലീക്കിങ്. അത് എയറിലുണ്ടായിരുന്നു. ആ ഓടിയ സെയിം സ്പീഡിൽ തിരിച്ചോടി. പിന്നെ വി സ്റ്റോപ്പ് മിഡ് വേ. എവറി ഫയർഫോഴ്സ് ഐ തിങ്ക് ലെസ് ദാൻ 2 minutes ഒരു ഫോം അടിച്ചു. അത് സ്മോക്കും ഈ ലീക്കും വരുന്ന ആ സൈഡൊക്കെ അടിച്ചു. തിരിച്ച് വി വെൻറ്റ്. When we went, we realized there are a few people inside. അതിൻ്റെ അകത്ത് ഓൾറെഡി ക്രാങ്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ മുറിക്കാനും ഇതിനൊക്കെ വേണ്ടി കയറിയിട്ടുണ്ട്. സോ ഫ്ലൈറ്റ് സ്ലോപ്പിലാണ് നിൽക്കുന്നത്, ബാക്ക് കൂടെയാണ് എൻട്രി. അപ്പം ഈ സ്ലോപ്പിൻ്റെ മേലോട്ട് കയറണമെങ്കിൽ യു കാണ്ട്, നീ പിടിച്ച് കയറണം. പിടിച്ച് കയറിയാൽ ഒരു 2-3 steps എടുത്ത് കിട്ടും. അങ്ങനെ 2 attempt ചെയ്തപ്പോൾ യു ആർ ഫോളിങ് ഡൗൺ, സ്ലിപ്പറി, റെയിനിങ്, PP കിറ്റ്.
സോ പാരാമിലിറ്ററി ഫോഴ്സസ് ഐ തിങ്ക് അവരുണ്ടായിരുന്നു, നോർത്ത് ഇന്ത്യൻസ്. വൺ ഗൈ ഹാഡ് എ ടർബൻ, പഞ്ചാബി ഐ ഗസ്. ആൻഡ് ഇവർ പിടിച്ച് മേലോട്ട് വലിച്ചെറിയുന്ന പോലെ ഇത് ആക്ച്വലി ലിഫ്റ്റഡ് അസ് അപ്പ്. ഞാനും വേറെ എൻ്റെ കൂടെ ഡോക്ടർ ഉണ്ടായിരുന്നു, ഹി വാസ് ഓൾസോ എ റെസിഡൻറ്റ്, അഹമ്മദ് നൂബിന് പറയും. സോ ഞങ്ങൾ രണ്ടുപേരും മേലോട്ട് കയറ്റി. എനിക്ക് ആ ടൈമിൽ അഡ്രിനാലിൻ, ദ ഫസ്റ്റ് ഇയർ ഓഫ് മൈ റെസിഡൻസി, എമർജൻസി മെഡിസിൻ, ഐ ജംപ് ഇൻ ടു. ബിക്കോസ് ഡിസാസ്റ്റർ കംസ് അണ്ടർ എമർജൻസി മെഡിസിൻ. ഞങ്ങളാണ് ഡിസാസ്റ്റർ ഡീൽ ചെയ്യേണ്ടത്, ഞങ്ങളാണ് റെസ്പോൺസ്. ഓക്കെ, സോ എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഒന്നും നോക്കാതെ നേരെ ഫ്ലൈറ്റിനകത്ത് കയറി. ഫ്ലൈറ്റിനകത്ത് കയറിയപ്പം ഒരു ഭയാനകരമായിട്ടുള്ള രംഗമായിരുന്നു. ബിക്കോസ് അതിൻ്റെ അകത്ത് എപ്പോഴും ലൈറ്റ്സ് ഉണ്ടാവും ഫ്ലൈറ്റ് ക്രാഫ്റ്റിൻ്റെ അകത്ത്. അന്ന് ഇറ്റ് വാസ് ഫുൾ ഓഫ് ഡാർക്ക്. താഴെ ബാഗ്സ് ആൻഡ് വാലറ്റ്സ്, മാലകളൊക്കെ വീണെടുക്കുന്നുണ്ട്. ഒരു 2-3 കേസസ്. ഒന്നിൽ നോക്കിയപ്പോൾ ഒരു കുട്ടീനെ എല്ലാവരും എടുക്കാൻ നോക്കുന്നു, റിട്രീവ് ചെയ്യാൻ നോക്കുന്നു. വാസ് സ്റ്റക്ക് ബിറ്റ്വീൻ ദ സീറ്റ്. ബട്ട് കുട്ടീനെ നോക്കിയപ്പോൾ ചൈൽഡ് ഇസ് ഫൈൻ, വൈറ്റൽസ് ആർ സ്റ്റേബിൾ. അതിൻ്റെ അപ്പുറത്ത് വേറെ ആളുണ്ട്, അയാളുടെ അടുത്ത് ആരും അപ്രോച്ച് ചെയ്യുന്നില്ല. സോ ദ ഫ്രണ്ട് സീറ്റ് വാസ് ജാംഡ് ഓൺ ഹിസ് പെൽവിസ്. രക്തോട്ടം നിന്നിട്ടുണ്ട് കാലിലോട്ട് ജാമായിട്ട്. സോ അവിടെ ചെറിയ ഹെൽപ്പ് ചെയ്യാൻ പറ്റി. അത് ഏബിൾ ടു ട്രാച്ച് കുട്ടീനെ ഇപ്പോൾ ഒന്ന് ഹോൾഡ് ഫോക്കസ് ഓൺ ദിസ്. സോ അത് പെട്ടെന്ന് ക്രാങ്ക് യൂസിങ് ദ ക്രാങ്ക് ദേ ബ്രോക്ക് ഇറ്റ് ആൻഡ് വാസ് ഏബിൾ ടു. കുട്ടി നിന്നിട്ട് ഇവിടുന്ന് സീറ്റിൽ നിന്ന് എടുത്തതിന് ശേഷം നേരെ ഇവർ പുറത്തോട്ട് വെച്ചു. സോ ഐ ആം ദ ഫസ്റ്റ് ഡോക്ടർ ടു എൻ്റർ ആൻഡ് ദേ ആസ്ക് മീ ടു ചെക്ക്. സോ കുട്ടീനെ ചെക്ക് ചെയ്ത രംഗം, ഇറ്റ് വാസ് ഓൺ ദ വിങ്സിനെ മേലിനായിരുന്നു നോക്കിയിരുന്നത്. കുട്ടി വാസ് ഫൈൻ, അൽഹംദുലില്ലാ. ആൻഡ് പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഫൈൻ. കുട്ടീനെ അവിടെ നിന്ന് ഇറക്കി, എന്നെ ഇറക്കി. നാട്ടുകാർ പിടിച്ച് എന്നെ ഏതോ ഒരു ആംബുലൻസിൽ കയറ്റി. ഞാൻ വന്ന ആംബുലൻസ് എന്നല്ല, എൻ്റെ കൂടെ ഏതോ ഒരു സ്റ്റാഫിനെ കയറ്റി. ആംബുലൻസ് വേറെ, സ്റ്റാഫ് വേറെ, ഡോക്ടർ വേറെ, ഹോസ്പിറ്റൽസ്. ബട്ട് വി ഹെഡഡ് ടു ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. സിമിലർ വേ ചൈൽഡ് വാസ് ഫൈൻ, ഫ്രീസിങ്. ആൻഡ് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ കോളേജിലൊക്കെ കൾച്ചറൽസ് ഡേ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ സ്കൂളിൽ ആനുവൽ ഡേ, അതുപോലെ ഹോസ്പിറ്റൽ ഫുൾ ഫ്ലഡഡ് വിത്ത് പീപ്പിൾ, ഫുൾ ഡോക്ടേഴ്സ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടേഴ്സ് വന്ന് ഫുൾ ട്രാജിങ് ഭയങ്കര ടീമായിരുന്നു അത്. എല്ലാവരും PP കിറ്റിൽ നെയിം ചെയ്തിട്ട് ലേബിൾ ചെയ്തിട്ട്. അപ്പം സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് റേഡിയോളജി ഓർത്തോക്കാരുടെ സൈഡിൽ ഫുള്ള് പേഷ്യൻസിനെ ട്രൈ ചെയ്യുന്ന പേഷ്യൻസിനെ കാറ്റഗറി 3 അവിടെ വെക്കുന്നുണ്ട്. ഈ കുട്ടീനായിട്ട് ചെല്ലുമ്പോൾ കുട്ടീൻ്റെ മദറും വേറെ കുട്ടിയും അവിടെ ഓൾറെഡി ഉണ്ട് ഇപ്പോൾ റീയൂണിയൻ ടൈം. പിന്നെ അതിൻ്റെ അകത്ത് ഫുൾ പ്രയോറിറ്റൈസിംഗ് ആൻഡ് സീയിങ് ദ പേഷ്യൻസ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫസ്റ്റ് വേവ്. അതിൻ്റെ കൂടെ സൈമിൾട്ടേനിയസ്ലി മീഡിയാസൊക്കെ ഉണ്ട്. വി ആർ റിലീസ് ബോതേഡ് അബൌട്ട് ദ മീഡിയാസ്, ലെറ്റ് ദ ബിഗ് പീപ്പിൾ ടോക്ക്. അവിടെ MLAസും ഇവരൊക്കെ വന്നിട്ട് അവർ. പക്ഷെ അന്ന് എനിക്ക് കാലിക്കറ്റിൻ്റെ വൺ തിങ് വിച്ച് ഐ വാസ് വെരി ഫാസിനേറ്റഡ് ഓർ അഡ്മയർഡ് വാസ്, നാട്ടുകാർ വന്നു, ബ്ലഡ് റിക്വയർമെൻറ്റ് വാസ് ദർ. സോ ദർ വാസ് എ ഹ്യൂജ് ക്യൂ ഫോർ ബ്ലഡ് ടിൽ ദ നെക്സ്റ്റ് ഡേ മോർണിംഗ്. എക്സസ് ആയി ബ്ലഡ് ബാങ്ക്. ഓക്കെ, സോ ദാറ്റ് വാസ് വൺ ഗുഡ് തിങ് ബൈ ദ നാട്ടിൽ. അന്ന് എല്ലാവരും ഹെൽപ്പിംഗ് ആയിരുന്നു. ഐ തിങ്ക് ഇറ്റ്സ് അന്ന് എനിക്ക് എന്താണ് മലപ്പുറത്ത് അവിടെ കാത്തു നിന്നില്ല എന്നാ പറയുന്നത്. കാരണം എല്ലാവരും ലിറ്ററലി അത്ര പെട്ടെന്നായിരുന്നു. യെസ്, അത് എല്ലാ ഹോസ്പിറ്റലിലും ബ്ലഡ് കൊടുക്കാൻ ആൾക്കാർ അങ്ങനെ എല്ലാ ഹോസ്പിറ്റലും ഞാൻ കണ്ടിട്ടുണ്ട്. അതിലേക്ക് ഐ വാസ് അസ്റ്റോണിഷ്ഡ്. നമ്മൾ നാട്ടുകാർ അതിന് ഹാറ്റ്സ് ഓഫ് ടു ദം. ഓക്കെ, ഐ തിങ്ക് നമ്മൾ മലയാളി തിങ് ആണോ ഒരു മലബാർ തിങ് ആണോ അറിയില്ല, ദാറ്റ് ആ സഡൻ റെസ്പോൺസ്, റാപ്പിഡ് റെസ്പോൺസ്. ഓക്കെ, വണ്ടികൾ മാറി തരുമായിരുന്നു. അപ്പം എന്നൊക്കെ ഞാനൊന്നും അറിയേണ്ടതൊന്നുമില്ല. കുട്ടീനെ കിട്ടി, പുട്ട് മീൻ ദ ആംബുലൻസ്, ഞാൻ അവിടെ വരെ കൊണ്ടുപോയി അവർ. ഓക്കെ, ആൻഡ് പിന്നെ അതിനകത്ത് ഹോസ്പിറ്റലിനകത്ത് വി ഹാഡ് അറൗണ്ട് 35-40 പേഷ്യൻസ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. ഇവരെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുക ലൈക്ക് ഇൻ ടോട്ടലാണ് ഈ എയർക്രാഫ്റ്റിൽ നിന്ന് വന്നത്. സോ ആദ്യം അവിടെ എത്തുന്ന ഒരു 15-20. പിന്നെ അടുത്ത വരുന്നത് സെക്കൻഡ് വേവാണ്. സെക്കൻഡ് വേവ് വരും പറയും ഇവർ നിയർ ബൈ ചെറിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഓക്കെ വലിയ പ്രശ്നങ്ങളുണ്ട് അവർ തന്നെ ടെർഷ്യറി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരണം. അതൊരു വേവാണ് അടുത്ത. സോ വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ് വേവ്. ആൻഡ് അത് വന്നു ബൈ 2 o'clock 3 o'clock വി ആർ സ്റ്റിൽ ഇൻ ഓട്ടോസ്. 8 മണിക്ക് തുടങ്ങിയ ഓട്ടോ, നമ്മൾ ഇരുത്തല്ലല്ലോ, സ്റ്റിൽ വർക്കിംഗ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ വെള്ളം കുടിക്കാൻ മറക്കും, അതൊക്കെ നമ്മൾ ചെയ്യണം. വി നീഡ് ടു ഹൈഡ്രേറ്റ് അവർ സെൽഫ്, സംതിങ് യു നീഡ് ടു ഗോബിൾ അപ്പ്. 2 പീടിയിൽ പെട്ടെന്ന് വായിലിട്ട് ചവക്കണം, അല്ലെങ്കിൽ യു വിൽ ഫീൽ റോൺഡ് ഔട്ട്. ബുദ്ധി വർക്ക് ചെയ്യണ്ടേ? സോ ഇങ്ങനെ ഒരു 3 o'clock 4 o'clock ആകുമ്പോൾ വി ആർ സെറ്റിലിംഗ് ഡൗൺ. ഐ തിങ്ക് 4:45 സംതിങ്. അപ്പോഴാണ് തല ഒന്ന് വെക്കുന്നത്. ഓക്കെ, ഞാൻ വിൽ ടേക്ക് എ 30 minutes റെസ്റ്റ്. എല്ലാം കൺസൾട്ടൻസ്, ഓൾ മൈ കൺസൾട്ടൻസ് കെയിം ഡൗൺ, ഓൾ ദ റെസിഡൻസ്, ബ്യൂട്ടിഫുൾ ടീം വർക്ക്. റെസിസിറ്റേഷൻ പെയിനകത്ത് പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, പ്രയോറിറ്റി 1, 2, 3. ഓക്കെ, ആൻഡ് 4:45 തല വെച്ച് നിൽക്കുന്ന ടൈമിലാണ്
5:30 ഓന് അടുത്തൊരു പേഷ്യൻ്റ് കൂടെ വരുന്നുണ്ട്, മഞ്ചേരിയിൽ നിന്ന് ഏതൊരു പേഷ്യൻ്റ് വരുന്നുണ്ട് പറഞ്ഞു. സോ വി വിൽ ബി സ്ലീപ്പിംഗ് ലൈക്ക് ദാറ്റ്. ആ പേഷ്യൻ്റ് എപ്പോഴാണ് വരിക? ഓക്കെ, അങ്ങനെ 5:30 വരുമ്പോൾ ന്യൂസ് റിപ്പോർട്ടേഴ്സ് കം. പിന്നെ അന്ന് ഒരു സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഐ വാസ് പ്രൗഡ് ടു ബി പാർട്ട് ഓഫ് ദാറ്റ്. ഇങ്ങനെ കുറേ ചാലഞ്ചിങ് ആയിട്ടുള്ള സിനാരിയോസ് ഉണ്ടാവും. ട്രക്ക് മറിഞ്ഞിട്ടുള്ള ഒരിക്കൽ റെസിസിറ്റേറ്റ് ചെയ്യാൻ പോകും. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സിറ്റീൻ്റെ നടുവിലാണ്, കാലിക്കറ്റ്. മോർ ലൈക്ക് ഇൻ ദ ഹാർട്ട് ഓഫ് ദ സിറ്റി ഐ ഫീൽ. ഓക്കെ, അരിടത്ത് പോലെ തന്നെ താഴെ 4 ഡയറക്ഷനിൽ യു ക്യാൻ കം. ഓക്കെ, സോ സിറ്റീൻ്റെ അകത്ത് എന്ത് നടന്നാലും മോസ്റ്റ് ഓഫ് ദ ടൈം ദ കോൾ കംസ് ടു ബേബി ഓർ മിംസ് ഓർ മേത്ര. സോ ബേബി ഈസ് ദ മോസ്റ്റ് ഐ തിങ്ക്. സോ അങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു രാത്രി പോകുമ്പോൾ ദിവസ കേസ് ഒരു ടിപ്പർ മറിഞ്ഞിട്ട് തലകുത്തണം മറിഞ്ഞിട്ടുണ്ട്, ആളതിൻ്റെ അകത്ത് സ്റ്റക്കാണ്. ബട്ട് ഹി ഹാസ് ഹാവ് മിനിമം ബ്ലഡ് ലോസ്, മെഡിക്കേഷൻ മാനേജ്മെൻറ്റ് കൊടുക്കണം. അപ്പം വി ഫിക്സ് ഇറ്റ് ദർ ഇറ്റ് സെൽഫ്. അവിടെ തന്നെ തൂക്കിയിട്ടിട്ട് IV ഫ്ലൂയിഡ് തൂക്കിയിട്ടിട്ട് അവിടെ തന്നെ കൊടുക്കും. അപ്പം അങ്ങനത്തെ മാനേജ്മെൻറ്റ്, സം മാനേജ്മെൻറ്റ്സ് ആർ റിസ്കി ആൻഡ് അഡ്വഞ്ചറസ് വി ഫീൽ. ടൗണിൻ്റെ ഐ മീൻ ലൈക്ക് വിത്തിൻ ദ സിറ്റി ആരെങ്കിലും ഡ്രോപ്പ് ഇഫ് ദേ ഹാവ് എ സിങ്കോപ്പൽ അറ്റാക്ക് ഓർ ക്രാഷ് ആയാലും വീക്കോ ഞങ്ങൾക്ക് വിളിവരും. നിങ്ങളവിടെ പോയിട്ട് അവിടുന്ന് അവിടുന്ന് എടുക്കും, ആംബുലൻസ് ഇടും, CPR ഷോട്ട് അല്ലെങ്കിൽ മെഡിക്കേഷൻ കൊടുക്കും, നേരെ എമർജൻസിയിലോട്ട് കൊണ്ടുപോകും. വീട് മാനേജ്മെൻറ്റ് അഡ്രിനാലിനാണ്. എപ്പോഴും ഉണ്ടാവില്ല. സംടൈംസ് ED മസ്റ്റ് ബി കാം. പേഷ്യൻ്റ് വരുമ്പോൾ ഒരു ഓട്ടോ, വി ഹാവ് ടു ബി ഓൺ ഓട്ടോസ്. നല്ല രസമാണ് അത് ഫ്രം ആ പെർസ്പെക്റ്റീവ്. എന്തെങ്കിലും എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാൻ ബാക്കിയുണ്ടോ? വൺ ഇസ് ദിസ്. വേറെ നല്ല ഇൻട്രസ്റ്റിംഗ് കേസസ് ഉണ്ട് മെഡിക്കൽ പെർസ്പെക്റ്റീവ് എന്നൊക്കെ. ഓരോരോ കേസസ്. ഒരു കേസ് പറഞ്ഞേ. വൺസ് അനഫിലാക്സിസ് പറയും, അലർജി. ഓക്കെ, ഇതും വൺ ഓഫ് ദി ടോപ്പിക്സ് ദാറ്റ് ഹാസ് ടു ബി മെൻഷൻ. ഈ അലർജി ഉള്ള കുറേ ആൾക്കാരുണ്ടാവും ചിലപ്പോൾ ചെമ്മീനോട്. ഇത് റീസെൻ്റ്ലി ഉണ്ടായതാ. ഈ ഒരു പേഷ്യൻ്റ് ചെമ്മീനോട്. ലിസൺ ടു ദി സ്റ്റോറി. 45-year-old ഫീമെയിൽ. ഒരു നമ്മൾ നോമ്പിൻ്റെ സമയത്ത്, നോമ്പ് തുറക്കാനാവുന്ന ടൈമിൽ ഒരു 5:45, 6 o'clock ടൈമിൽ ഫുഡ് കുക്കിംഗ് ഉണ്ടാവുമല്ലോ. സോ ഷി വാസ് കുക്കിംഗ് പ്രോൺസ്, ചെമ്മീൻ. കൂടെ വേറെ സ്ത്രീകളൊക്കെ ഉണ്ട്. ഓൾറെഡി ഒരു നോൺ അലർജൻ ആണ് പുള്ളിക്കാരത്തേക്ക്. ചൊറിച്ചിലും കാര്യങ്ങളും വന്നിട്ടുള്ളൂ, അതിൻ്റെ അപ്പുറമൊന്നും വന്നിട്ടില്ല. അതിന് അലർജി, നോർമൽ അലർജിക് റിയാക്ഷൻ, ഏർട്ടിക്കേരിയ വരും. ഇതിൻ്റെ പുറമെ ശ്വാസമുട്ടലോ അല്ലെങ്കിൽ BP കുറവോ അല്ലെങ്കിൽ നിൽക്കാത്ത ഛർദിയോ ഒക്കെ വരുമ്പോഴാണ് അനഫിലാക്സിസ് പറയുക. അതൊരു മരണം ഉണ്ടാക്കാൻ പറ്റുന്ന രോഗമാണ്. ചിലപ്പോൾ 4 മിനിറ്റിനുള്ളിൽ വരെ ആൾ മരണപ്പെടാം. ഇവിടെയൊക്കെ സ്വെല്ലിംഗ് ഒക്കെ വന്നിട്ട് കഴുത്തൊക്കെ, അപ്പോൾ ശ്വാസം എടുക്കാൻ പറ്റാതാകും. അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വന്നാൽ ചിലപ്പം വെന്റിലേറ്ററിലോട്ട് തന്നെ മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഇതിൽ കൂടെ ട്യൂബ് ഇറക്കേണ്ടി വരും. സർജിക്കൽ ക്രിക്കോതൈറോയിഡക്ടമി എന്ന് പറയും. സോ ദിസ് ഫീമെയിൽ വാട്ട് ഹാപ്പൻഡ് വാസ്, സ്റ്റീം അടിച്ചു. ഫസ്റ്റത്തെ സ്റ്റീം, ഈ പ്രഷർ കുക്കറിൻ്റെ അതടിച്ച പാട് വീണു. അൺകോൺഷ്യസ് ആയി, സിവിയർ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി. അലർജി അത്രയ്ക്ക് അടിച്ച് കയറിയിട്ട് ഇവർക്ക് അറ്റാക്ക് വന്നു. അറ്റാക്ക് വന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നിരുന്നത്. കറൻ്റ്ലി വെച്ച് വർക്കിംഗ്. അപ്പം വന്നു, വീട്ടിലത്തെ മാനേജ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ മാനേജ്മെൻറ്റ്, അനഫിലാക്സിസ് മാനേജ്മെൻറ്റ് വാട്ട് യു ഡു ഇസ് യു ഗിവ് അഡ്രിനാലിൻ. സോ ഇറ്റ്സ് വെരി ഡിസസീവ്. ഈ അഡ്രിനാലിൻ കൊടുക്കുന്ന ആകെ 2 സ്ഥലങ്ങളേ ഉള്ളൂ, 2-3 സ്ഥലങ്ങളേ ഉള്ളൂ. മെയിൻ സ്ഥലം ആൾ മരണപ്പെട്ട് തിരിച്ച് പുനർജീവനം കിട്ടാൻ വേണ്ടിയിട്ട് അഡ്രിനാലിൻ കൊടുക്കും. അതാണ് മെഡിക്കേഷൻ നമ്മൾ കൊടുക്കുന്നത്, CPRൻ്റെ ഇടയിൽ കൊടുക്കുന്നത്. ഓക്കെ, വൺ ഇസ് ദാറ്റ്. രണ്ടാമത് കൊടുക്കുന്നത് മെയിൻ കണ്ടീഷൻ ഇസ് ദിസ്. അപ്പം അഡ്രിനാലിൻ വെറുതെ കൊടുക്കാൻ പറ്റില്ല. അഡ്രിനാലിൻ വെറുതെ സാധാരണ ഒരാൾക്ക് കൊടുത്താൽ ഹാർട്ട് റേറ്റ് കൂട്ടിയിട്ട് വരെ മരണം സംഭവിപ്പിക്കാം പല രീതിയിലും. ഓക്കെ, സോ ഇറ്റ്സ് എ വെരി ടൈറ്റ് സിറ്റുവേഷൻ. അടിച്ച പേഷ്യൻസിന് കൊടുക്കുന്ന സ്റ്റിൽ ഗേവ് ഇറ്റ് ആൻഡ് ലക്കിലി ദി പേഷ്യൻ്റ് ഈസ് സേഫ് നൗ. ഇഫ് ഇറ്റ് ഫോർ ദ മെഡിക്കൽ ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ വോട്ട് യു കോൾ ദാറ്റ് കണ്ടീഷൻ ഇസ് ദ കുനീസ് സിൻഡ്രോം ആണ് പറയുക. അനഫിലാക്സിസ് ഇൻഡ്യൂസ്ഡ് MI, മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ഇറ്റ്സ് റെയർ കേസ്. സോ വൺ ഇസ് ദാറ്റ്. പിന്നെ അനഫിലാക്സിസ് റിലേറ്റഡ് തന്നെ വേറെ കേസ് വന്നിട്ടുണ്ട്. അതുപോലെ ബേബി മഷ്റൂം കുറേ കഴിച്ചിട്ട് അലർജി ആയിട്ട് 1 day ഫുൾ വോമിറ്റിംഗ്. പുറത്ത് ഹോസ്പിറ്റലൊക്കെ കാണിച്ചിട്ട് തീരാതെ മാറാതെ പിന്നെ ഞങ്ങളിവിടെ വരുന്നത്. ഛർദ്ദിച്ച് അവസാനം തൊണ്ട പൊട്ടെന്ന് പറയില്ലേ, പൊട്ടിയിട്ട് ലങ്സിലോട്ട് ഇറങ്ങുക, അങ്ങനത്തെ സിനാരിയോ. പക്ഷേ ഇത് ഡയഗ്നോസിസിങ് ആണ്. ഹിസ്റ്ററി അറിയണം, ഇവരെന്തൊക്കെയാണ് കഴിച്ച് എന്തൊക്കെ ചെയ്ത്. കുത്തി വീണ്ടും ചോദിക്കും. ആദ്യം പേഷ്യൻ്റ് പോയി കാണും. എമർജൻസി എങ്ങനെ, ഫസ്റ്റ് സീ ദ പേഷ്യൻസ്, യു മാനേജ്. വൈറ്റൽസ് സ്റ്റേബിൾ ആണോ നോക്കും. ABCD അപ്രോച്ചാണ് നമ്മൾ നോക്കുക. എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ, ഡിസബിലിറ്റി, എക്സ്പോഷർ. ഈ എയർവേ ആണ് എപ്പോഴും ആദ്യം മനുഷ്യനെ മരണപ്പെടുത്തുക.
ശ്വാസം കിട്ടാതാകുമ്പോൾ. അപ്പം മൂക്ക് വരെ വായ അതാണ് തൊട്ടിട്ട് ഏറ്റവും ആവശ്യമുള്ള സാധനമല്ലേ, എയറല്ലേ. അപ്പം മൂക്ക് വരെ വായ തൊട്ടിട്ട് ഈ ലങ്സ് വരെ പോകുന്ന ഭാഗം എയർവേ, അത് എപ്പോഴും പേറ്റൻ്റ് ആയിരിക്കണം, ക്ലിയർ. ബ്ലോക്കിങ് വെച്ച് മറ്റൊന്നും ഉണ്ടാകാൻ പാടില്ല, ഫോറിൻ ബോഡി ഒന്നും ഉണ്ടാകാൻ പാടില്ല. അവിടെ നിങ്ങൾ തടസ്സങ്ങൾ വരുമ്പോൾ അപ്പം അതുകൊണ്ടാണ് ഫസ്റ്റ് ABCD. സോ ദാറ്റ് ഇസ് ദ തിങ്. എയർവേ കോംപ്രമൈസ് ആയാൽ അപ്പോഴാണ് വെന്റിലേഷൻ, മെക്കാനിക്കൽ വെന്റിലേഷൻ ആവശ്യം വരിക. ഈ മറ്റേ ഈ അലർജി ഒക്കെ വരുമ്പോൾ ശരിക്കും ഇപ്പോൾ ഈ ചെമ്മീൻ്റെ മറ്റേ ആ സ്പൈനില്ലേ, അത് ആണ് എനിക്ക് അലർജി. അത് പെട്ടാൽ ഇപ്പോൾ ഷെല്ലുള്ള ചെമ്മീനൊക്കെ കഴിച്ചാൽ എനിക്ക് ആകെ ഇന്നെ മനസ്സിലാവില്ല ബോഡിയൊക്കെ. അപ്പോൾ ഇതിന് ആക്ച്വലി ഒരു പെന്നുണ്ട്, ഇറ്റ്സ് കോൾഡ് എപ്പിപെൻ, എപ്പിനെഫ്രിൻ. അഡ്രിനാലിൻ്റെ ടൈറ്റർ ഡോസായിട്ട് ചെറിയ, അത് ഒന്നുകിൽ തുടയിലോ അല്ലെങ്കിൽ ആംസ് അല്ലെങ്കിൽ ബേസിക്കലി മസിൽ, തൈയാണ് പ്രിഫേർഡ്, അവിടെ ഒരു ഷോട്ട് കൊടുക്കണം. അതാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് അലർജി അടിക്കുമ്പോൾ. ഓക്കെ, ഇന്ത്യയിലിപ്പം ഓവർ ദ കൗണ്ടർ എല്ലാ സ്ഥലത്തും അവൈലബിൾ അല്ല. പുറത്ത് US ഇടയ്ക്ക് മിസ്സിങ് US ആൻഡ് അതർ ഫസ്റ്റ് വേൾഡ് കൺട്രീസ് ദേ ഡു ഹാവ് എപ്പിപെൻസ്. ഇന്ത്യയിൽ ഇറ്റ്സ് അവൈലബിൾ ടു ബൈ ഓൺലൈൻ, ചില സൈറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. സോ അത് നല്ലതാണ്, അലർജിക് ഹിസ്റ്ററി ഉള്ളവർ കൊണ്ടുകൊടുക്കുന്നത്. ഞാൻ പൾപ്പ് ഫിക്ഷനിലാണ് കണ്ടിട്ടുള്ളത്. അത് പ്യുവർ അഡ്രിനാലിനാണ്, അത് അൺടൈറ്റഡ് ഒരു റോ സ്ട്രേറ്റ്, മറ്റേ പിയേഴ്സിങ് ദ ബ്രസ്റ്റ് പ്ലേറ്റ് അത് പണ്ട് അങ്ങനെയായിരുന്നു, ഹാർട്ടിലോട്ട് കുത്തതായിരുന്നു. അത് കാലക്രമേണ അപ്ഡേഷൻ വെച്ചിട്ട് നമ്മൾ ഇതിലോട്ട് മാറി. ഇത് 3 ഇഞ്ചക്ഷൻ കൊടുക്കണം അഡ്രിനാലിൻ, എന്നിട്ട് ഇല്ലെങ്കിൽ IV സ്റ്റാർട്ട് ചെയ്യും, IV കണ്ടിന്യൂസ് ഇൻഫ്യൂഷൻ പമ്പ്. അഡ്രിനാലിനേറ്റൊക്കെ ഇറ്റ്സ് ലൈഫ് സേവർ. കുറേ സംഘടിക്കുന്ന കേസസ് ഉണ്ട്. ഈ അലർജി ആർക്കും ഏത് സമയത്തും അടിക്കാം, എങ്ങനെയും അടിക്കാം. ഭക്ഷണത്തിൽ നിന്നാവാം, അറിയിലുണ്ടാവില്ല, ഭക്ഷണത്തിൽ നിന്നാവാം, വായു നിന്നാവാം, തണുപ്പുകൊണ്ട് വരാകാം. ഓക്കെ, പീനട്ട് ഭയങ്കര പ്രശ്നമാവില്ല. പീനട്ട്, എഗ്, പീനട്ട്, ക്രാബ്സ്, പ്രോൺസ്, മസിൽസ്, മിൽക്ക്, പോളൻ, ഇതൊക്കെ ആയിട്ട് വരാം. നമുക്കൊരു കേസ്, നോട്ട് മെൻഷനിങ് ദ ഹോസ്പിറ്റൽ doesn't have any role in that actually. പേഷ്യൻ്റ് കെയിം ഫോർ ഫുൾ ബോഡി ചെക്കപ്പ്, ഗൾഫിലുള്ള ആളാണ്, അത്യാവശ്യം നല്ല ഇവിടെ നിന്ന് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാം. അപ്പോൾ അതിൽ ഇൻക്ലൂഡിങ് എവറിത്തിങ്. CCT എടുക്കേണ്ട ഒരു കണ്ടീഷൻ വന്നു. CT അബ്ഡമൻ, അതിൻ്റെ കൂടെ CCT കാരണം കോൺട്രാസ്റ്റ് കൊടുത്തിട്ട്. അപ്പോൾ കോൺട്രാസ്റ്റ് കൊടുക്കുമ്പോൾ ചെറിയൊരു കിഡ്നികൾക്ക് പരിക്കുകൾ ഉണ്ടാക്കും. അപ്പം അവർ ബേസ് ലൈൻ ക്രിയേറ്ററിനൊക്കെ നോക്കും, ഒക്കെ നോർമലാണെങ്കിലും അത് കൊടുക്കും. വിത്തിൻ 1-2 weeks റെക്ടിഫൈ ആവും when they hydrate themselves very well. പക്ഷേ ലൈക്ക് ഐ സെഡ്, എന്തെന്നും അലർജി അടിക്കും. കാരണം ഇത് ഇൻ ഹോസ്പിറ്റലിൽ നിന്ന് അലർജി അടിച്ചു. വിതിൻ 3 days he died. We tried everything to get back the patient. So allergy is not a small thing. It's not a small thing. എത്ര ചില ഫ്ലൈറ്റിലൊക്കെ കയറുമ്പോഴേ ചില ആൾക്കാർ പറയും പീനട്ട് ഉണ്ടെങ്കിൽ പൊട്ടിക്കരുതെന്ന് പറയും. അത് പീനട്ട് അലർജി ഹിസ്റ്ററി ഉള്ളവർക്കാണ്. പക്ഷെ എന്നാലും ഹിസ്റ്ററി ഇല്ലാത്തവർക്ക് ഏത് ടൈമിലും പീനട്ട് എന്ന് വരാം. ബട്ട് വെരി സ്മോൾ ഇൻസിഡൻസ്, കുറച്ച് ആൾക്കാർക്കേ ഉണ്ടാവുള്ളൂ. അത് ചെറുപ്പത്തിൽ ഓൾറെഡി കണ്ടെത്തേണ്ട ഡെത്ത് വരെ അങ്ങനെ വെറുതെ ബോഡി ഇല്ല. അതാണ് ഇത് അലർജിക്ക് പതുക്കെ അതിന്റെ ഡോസ് കൊടുത്തിട്ടല്ലേ ട്രീറ്റ് ചെയ്യേണ്ടത്? അലർജിക്ക് പറഞ്ഞാൽ ബേസിക്കലി ബോഡി ഈസ് ഗെറ്റിംഗ് ഇമ്മ്യൂണൈസ്ഡ് ടു ദി അലർജൻ. ഒരു ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്നുണ്ട്. ചെറുപ്പം തൊട്ട് വെൻ വി ഗെറ്റ് എക്സ്പോസ്ഡ് റെഡി വരലാണ്. ചിലവർക്ക് ഇത് റെഡി ആവില്ല, അങ്ങനെയാണ്. ബിക്കോസ് ആൻറ്റിബോഡീസ് ഡോണ്ട് ഫോം. നമ്മള് ഓക്കെ ലബി ചോദിച്ചോ, ഇതൊക്കെ ആയിട്ടില്ല. അത് വലുതാണ്, വലിയ സാധനമാണ്. അങ്ങനത്തെ കളികളല്ലേ അത് ഇഷ്ടം പോലെ ഉണ്ട്. അത് എടാ നോപ്സൈ കേട്ടിക്കണോ? സൗദിയിൽ നടക്കുന്ന ഈ കാര്യമില്ലേ? എന്ത് എനിക്ക് മനസ്സിലായി. റഷ്യക്ക് കൊടുത്തേക്കണ അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് വരണ ഓർഗൻസ് സൗദിക്ക് ഓർഗൻസ് ഒക്കെ വരുന്ന പറഞ്ഞാല് പല പുറത്തുള്ള രാജ്യത്ത് റഷ്യത്തെ കൊള്ളക്കാരും വരും. ഇപ്പൊ ഈ യുദ്ധം ഉണ്ടാകുമ്പോ നടക്കുന്ന വലിയൊരു സാധനമാണല്ലോ ഈ ഇത് എന്താണ് ആൾക്കാരെ
ആൾക്കാർ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് ഇപ്പം അടുത്ത് അമേരിക്കയുടെ കുറച്ച് ആൾക്കാരൊക്കെ പിടിച്ച് പൊക്കിയിരുന്നു. അതായത് യുദ്ധം നടക്കുന്ന സ്ഥലത്ത് ഇവർ പോയി ഇറങ്ങും, എന്നിട്ട് അവിടുത്തെ മക്കളെയൊക്കെ പൊക്കിക്കൊണ്ടുവന്നിട്ട് വിൽക്കും. മോഡേൺ സ്ലേവറി മാൻ നടക്കുന്നുണ്ടല്ലോ. അതേമാതിരിയാണ് ഇപ്പോൾ സൗദിയിലെ ഓർഗണൊക്കെ കൊണ്ടുവരുന്നത് പറഞ്ഞാൽ ആഫ്രിക്കയിലൊക്കെ പോയിട്ട് ആൾക്കാരെ പിടിച്ചോണ്ടിരും. എന്നിട്ട് ഭയങ്കര ഇതല്ലേ, ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ ഓരോ ഇതിനൊക്കെ. ആണ്. ഇത് ആക്ച്വലി ഈ റഷ്യൻ ക്രിമിനൽസിനൊക്കെ പുട്ടിൻ കുറേ പേര് ഈ ഓർഗൻസ് വേണ്ടിയിട്ട് സൗദിയിലോട്ട് എക്സ്ട്രാഡിക്കേറ്റ് ചെയ്യും, അങ്ങനൊക്കെ ഉണ്ട്. സോ ഹിപ്പോക്രേറ്റ്സ് ഓത്ത് പറഞ്ഞാൽ ഇറ്റ്സ് ഒരു കോഡ് ഓഫ് എത്തിക്സ് ആണ്. കുറേ ഉണ്ട് അത്. ചുരുക്കി പറയുകയാണെങ്കിൽ എൻ്റെ മെയിൻ കണ്ടന്റ് വുഡ് ബി I will use my ability to save the weakest and to relieve them from their misery. Also by making sure that I don't harm or hurt anyone in any manner. സോ ഇതാണ് കണ്ടന്റ്. അതിൻ്റെ അകത്ത് കുറേ വരുന്നുണ്ട്. വൈക്കാരിയസ് ലയബിലിറ്റി, ഇപ്പം ഞാൻ ചെയ്താൽ എൻ്റെ ജൂനിയറിനായിരിക്കും റെസ്പോൺസിബിലിറ്റി, അങ്ങനെ അങ്ങനെ ആയിട്ട് കുറേ സാധനങ്ങളുണ്ട് അതിൽ. നിന്റെ ശത്രുവാണെങ്കിലും ആണെങ്കിൽ പോലും ഇഫ് ഈസ് ഡൈയിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു, ഒരു ഡിബേറ്റബിൾ പോയിന്റ് ആണത്. യു ഹാവ് ടു സേവ് ഐഡിയലി. യു കാൺട്ട് ലെറ്റ് ഹിം ഡൈ. ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഡോക്ടർ തിങ്. യു കാൺട്ട് കിൽ എനിവൺ, ഓർ യു കാൺട്ട് ഹേർട്ട് എനിവൺ, ഓർ യു കാൺട്ട്. So that is the thing. ഞാൻ എന്തെങ്കിലും ചോദിക്കാൻ വിട്ടുപോയതുണ്ടോ, ഓർ എന്തെങ്കിലും പറയാൻ? ഇപ്പോൾ എന്താണ് സാധാരണക്കാരോട് പറയാനുള്ളത്? ഇപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും അസുഖങ്ങളോ ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ലാസ്റ്റായിട്ട് എന്താണ് ഒരു നമുക്ക് ആകെയുള്ള വേവലാതി, ദി കില്ലേഴ്സ്, ഒരാളെ മരണപ്പെടുത്തുന്ന രോഗങ്ങൾ, അതിന് കുറേ സിംറ്റംസ് ഓൾറെഡി ചിലപ്പം 1-2 ദിവസം മുമ്പേ നമുക്ക് അറിയും. ഫോർ എക്സാമ്പിൾ കാർഡിയക് റിലേറ്റഡ് ആണെങ്കിൽ ചിലപ്പം അറിയണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ചെസ്റ്റ് പെയിൻ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ വന്നാൽ, ഏതെങ്കിലും കയ്യിന് തരിപ്പോ പതിവില്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ ഗോ ടു എ ഡോക്ടർ, സി ഗെറ്റ് ഇറ്റ് കറക്റ്റഡ്. അല്ലാതെ വെച്ചോണ്ട് വെക്കരുത് ചിലത്. ഓക്കെ, ഗ്യാസ് ആയിക്കോട്ടെ, എന്നാലും എന്തോ ഒന്ന് ഹോസ്പിറ്റലിൽ പോവുക, ഡോക്ടർ ഒന്ന് കണ്ടോട്ടെ. പിന്നെ ഇഫ് ദേ നീഡ്സ് ഇവാലുവേഷൻ ഡോക്ടർ ഒന്ന് പറയും. മിക്ക പേഷ്യൻ്റ് അറസ്റ്റായി വരുമ്പോൾ അപ്പോൾ അവർ വീട്ടുകാരോട് എന്തെങ്കിലും ചോദിക്കുമ്പോഴൊക്കെ പറയും 2 ദിവസം മുന്നേ ഒരു ശ്വാസം മുട്ടലോ ഇടയ്ക്കൊരു നെഞ്ഞുവേദനയൊക്കെ പറഞ്ഞിരുന്നു എന്ന്. അത് കേൾക്കുമ്പോഴാണ് സങ്കടം നമുക്ക്. അപ്പോൾ വന്നിട്ടാണെങ്കിൽ ഒരു വെൽ അവെയർനെസ് ഇത് ഇപ്പോഴും ഫുള്ളി എത്തിയിട്ടില്ല എല്ലാവർക്കും. എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്. ടൈം ഈസ് വാല്യുബിൾ. വേഗം എത്തിക്കുക, അത് തന്നെയാണ്. ലാസ്റ്റ് ഇന്ത്യയിലെ യൂത്തിനോട് എന്താ പറയാനുള്ളത്? ഇന്ത്യയുടെ യൂത്തിനോട് they need to be a little more responsible, because India is one of the few countries in the world which has a very young population. നമുക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. ബട്ട് മെജോറിറ്റി ഓഫ് ദ യൂത്ത് they have become sheep. ചെമ്മരാടുകളെ പോലെ they all are going in one path. Everyone should be knowing about the current affairs, what's happening around the world. Okay, they should be educated a little more, and they should have a goal oriented. Due to a lot of substance abuses, വലിയൊരു ജനത is being distracted from what they're ideally responsible to do. Abuse ആണ്. True. So yes, so in order to get straight from that, what I tell people is whenever I get such people in the hospital, you have responsibility towards the family. If you are married, you have responsibility towards your spouse. If you are not, responsibility towards your family, if you are taking care of them, towards your career. Okay, you have some responsibility towards the society. ഒരു നേഷനെ അപ്ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ he is also somehow committed. So ഇതൊക്കെ if you are able to fulfill all of this, then yes, you could use your time for leisure activities. But ഇതൊന്നും ഇല്ലാതെ straight into leisure activities and getting distracted, going beyond just the entertainment, no. Okay, we want our country to be way powerful. അതിന് യൂത്ത് വിചാരിച്ചാലേ നടക്കുള്ളൂ. ഇപ്പം ദ മേജർ തിങ് ഇസ് വാട്ട് ഇസ് ഗോയിങ് ഓൺ ഇൻ എ ഗവൺമെൻറ്. ഇലക്ഷനൊക്കെ വരികയാണ്. സോ ചൂസ് ദ റൈറ്റ് സൈഡ്. ഇവിടെ കഴിഞ്ഞ് ചൂസ് ദ റൈറ്റ് സൈഡ്. ആൻഡ്
സാഡ്ലി ദാറ്റ് ഇന്ത്യയിൽ പ്രോമിനന്റ് ഫിഗേഴ്സ് ആർ സ്റ്റിൽ ടോക്കിംഗ് അബൌട്ട് റിലീജിയൻ ആൻഡ് എന്താണ് വേസ്റ്റ് ടോപ്പിക്. സത്യം സയൻസിനെ പറ്റി സയൻസിൽ നിന്ന് വിട്ടുപോകുന്ന സയൻസിൽ വിട്ടുപോകുക മാത്രമല്ല മറ്റു രാജ്യങ്ങളെ നമ്മളെ കളിയാക്കിക്കൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് നമ്മൾ പ്രൈം മിനിസ്റ്റർ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോറി ടു മെൻഷൻ ബട്ട് ദാറ്റ് ഈസ് ദ ഹാർഷ് ട്രൂത്ത്. സോ ദ യൂത്ത് ഹാസ് ടു ബി കെയർഫുൾ. even if they're choosing sides, they should be working for the secular developing country. ഞാനൊക്കെ എന്നും ചെറുപ്പം തൊട്ടേ ബീൻ വെരി പാട്രിയോട്ടിക്. മൈ ഫാദർ ഇസ് വെരി പാട്രിയോട്ടിക്. എല്ലാം ഇൻഡിപെൻഡൻസ് ഡേക്കും റിപ്പബ്ലിക് ഡേക്കും രാവിലെ വിളിച്ചെണീപ്പിക്ക് കൊണ്ടുപോകാൻ ശ്രമിപ്പിച്ചിട്ടുണ്ട് ഫോർ സെലിബ്രേഷൻ ആൻഡ് ഓൾ. ഹീസ് ബീൻ വെരി പാട്രിയോട്ടിക്. സോ ജസ്റ്റ് ലൈക്ക് ഹിം even I'm patriotic and a strong Muslim with good Muslim faith. Practicing one. So we want a secular country. ഇതേപോലെ തന്നെ എല്ലാവരും നമ്മളെ രാജ്യം ശരിക്കും അങ്ങനത്തെ സ്പെഷ്യൽ അങ്ങനെയാണ്. അവർ കൺട്രി ഈസ് റിയലി ബിഗ് ആൻഡ് പവർഫുൾ ബട്ട് സാഡ് ടു സീ ഇറ്റ് ഫോളോയിങ് ദ റോങ് ഹാൻഡ്സ്. ഹൈലി പൊട്ടൻഷ്യൽ ഉള്ള രാജ്യം. അങ്ങോട്ട് എത്താൻ നോക്കാം. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഒരു വൈ ദ ഹെൽ നോട്ട് എന്ന് പറഞ്ഞേ. Why the hell not? Why the hell not? Yeah, that's a wrap. Okay.